മദ്യപാനം വർദ്ധിക്കുന്നത് മനുഷ്യന്റെ ശരീരത്തിലേക്ക് ഹറാമുകൾ കടന്നുകൂടിയാൽ കുല്ലു ലഹ്മിൻ നബത മിൻ സുഹ്തിൻ ഫന്നാറു ഔലാ ബിഹി. ഇത്രയുള്ള വിഷയം. ഏതൊരു ശരീരമാണോ, ഏതൊരു മാംസമാണോ ഹറാമിൽ നിന്ന് നറിഷ്മെന്റ് കിട്ടിയത്, ഹറാമിൽ നിന്ന് പോഷണം സിദ്ധിച്ചത്, ഹറാമിൽ നിന്ന് തഗ്ദിയത്ത് ലഭിച്ചത് ഏത് തടിക്കാണോ, ഏത് മാംസത്തിനാണോ, ആ മാംസം പോകാൻ കടപ്പെട്ടത് അല്ലാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ. ആ മാംസം പോകാൻ കടപ്പെട്ടത് ഫന്നാർ, നരകമാണ്, കത്തിയാളുന്ന തീയാണ്. ആ തടിക്ക് പോകാൻ പറ്റുന്ന ഇടം അല്ലാഹുവിന്റെ സ്വർഗമല്ല കേട്ടോ എന്ന് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹ്. ആൽക്കഹോൾ 0.00 സംതിങ് ഉള്ള ബീർ കുടിക്കുന്ന മുസ്ലിമേ, നിന്റെ ശരീരത്തിന്റെ ഉള്ളിലേക്ക് കടത്തിവിടുന്നത് ഹറാമിന്റെ അംശമാണ്. ഇതല്ലേ ഫിഖ്ഹിന്റെ മസ്അല. ഏതൊരു സാധനം ധാരാളം കുടിച്ചാൽ മസ്ത് വരുമോ, അത് കുറച്ചു കുടിക്കലും ഹറാമല്ലേ? മദ്യപിക്കാത്തവരെവിടെ കിട്ടുന്നു? മദ്യപിക്കാത്ത ചെറുപ്പക്കാരെ കിട്ടാനുണ്ടോ? ന്യൂ ഇയർ ആഘോഷം വരുമ്പോഴേക്കും കള്ളുകൾ പൊട്ടിക്കുന്നില്ലേ? വിവാഹത്തിന്റെ തലേന്നും പിറ്റേന്നും പുതിയാപ്പിള ഇറങ്ങുന്നതിന്റെ പേരിൽ അല്ലാഹുവിന്റെ നാമം ചൊല്ലി സവ്വജ്തുക വഅൻകഹതുക, അല്ലാഹു പറഞ്ഞ പോലെ ഇംസാകിൻ ബിമഅറൂഫിൻ ഔ തസ്രീഹിൻ ബിഇഹ്സാൻ, അല്ലാഹു പറഞ്ഞ പോലെ എൻ്റെ പൊന്നാര മോളെ ഞാൻ നിനക്ക് നിക്കാഹ് ചെയ്തു തരുന്നു എന്ന് ബിസ്മിയും സ്വലാത്തും ഹംദും ചൊല്ലി ചെയ്യുന്ന നിക്കാഹിന്റെ ചടങ്ങിനോട് ബന്ധിപ്പിച്ചിട്ട് പോലും മദ്യത്തിന്റെ കുപ്പികൾ വിളമ്പാതെ മുസ്ലിം കുടുംബങ്ങളിൽ കല്യാണം നടക്കില്ലെങ്കിൽ മുസ്ലിമേ പോകുന്ന പോക്കെങ്ങോട്ടാണ്? കണ്ണ് കാണുന്നില്ലേ? ചെവി നിനക്ക് കേൾക്കുന്നില്ലേ? ഏത് ലോകത്താണ് ജീവിക്കുന്നത്? അഫഹസിബ്തും അന്നമാ ഖലഖനാകും അബസാ വഅന്നകും ഇലൈനാ ലാ തുർജഊൻ. നിങ്ങൾ എങ്ങനെ വിചാരിക്കുന്നുണ്ടോ നടക്കാൻ രണ്ട് കാലും, പിടിക്കാൻ രണ്ട് കൈകളും, കാണാൻ മനുഷ്യൻ കണ്ടുപിടിച്ച സർവമാന ക്യാമറകളെയും വെല്ലുന്ന മനുഷ്യന്റെ എത്ര ഡൈമെൻഷൻ എന്ന് പറയാ? 6 ഡൈമെൻഷൻ എന്നോ 10 ഡൈമെൻഷൻ എന്ന് പറയാൻ പറ്റുന്ന മനുഷ്യന്റെ കണ്ണുകൾ. വഅലം നജ്അൽ ലഹു ഐനൈൻ വലിസാനൻ വശഫതൈൻ, രണ്ട് ചുണ്ടും നാവും രണ്ട് കണ്ണുകളും നിനക്ക് തന്ന പടച്ചവൻ. അഫഹസിബ്തും, നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ചിന്തിക്കാനുള്ള ബ്രെയിന്, തലച്ചോറ്, ഇതെല്ലാം അല്ലാഹു മനുഷ്യനെ നൽകിയിട്ട് നിങ്ങളെ കന്നുകാലികളെ പടച്ച പോലെ മേയാൻ വിട്ടതാണെന്ന് തോന്നുന്നുണ്ടോ? വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, നാളെ എൻ്റെ മുമ്പിലേക്ക് തിരിച്ചു വരില്ലെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? എന്തൊരു ഗൗരവമുള്ള ചോദ്യമാണിത്. ഫഹസിബ്തും, നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്നമാ ഖലഖനാകും അബസാ, നിങ്ങളെയൊക്കെ ഒരു കാരണവുമില്ലാതെ വെറുതെ ചോറ് വെച്ച് ഭക്ഷണം കഴിച്ച് തിന്ന് മുടിച്ച് നടക്കാൻ വെറുതെ പറഞ്ഞു വിട്ടതാണെന്നും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ nothing going to happen, അല്ലേ, ഒന്നും നടക്കാൻ പോകുന്നില്ലെന്ന ഭാവത്തിൽ വെറുതെ ജീവിക്കാനാണോ അല്ലാഹു ഈ തലച്ചോറ് തന്ന് ഭൂമിയിലേക്ക് പറഞ്ഞയച്ചത്? അല്ല കേട്ടോ. വഅന്നകും ഇലൈനാ ലാ തുർജഊൻ, തിരിച്ചു വരില്ല എന്നിങ്ങനെ തോന്നുന്നുണ്ടോ? അല്ലാഹു ചോദിക്കുകയാണ്. തിരിച്ചു വരാനിരിക്കുകയാണ്. എൻ്റെ മുമ്പിലേക്ക് നിങ്ങൾ വരണം. എൻ്റെ മുമ്പിലേക്ക് വരാനിരിക്കുകയാണ്. 60 വയസ്സായൊരു മനുഷ്യനെ മഹാനായ ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു കണ്ടപ്പോൾ ചോദിച്ചു പോയി, എത്ര വയസ്സായി? 60 ആയിട്ടുണ്ട്. 60 വയസ്സായി. 60 അപ്പോ ഖദ് കുൻത തംശി ഇലാ അജലില്ലാഹി മിൻ 60 ആമൻ, 60 കൊല്ലായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നോ? 60 വർഷമായിട്ട് മരണത്തിലേക്ക് നടക്കുകയായിരുന്നോ? ആള് പറഞ്ഞു, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. 60 വയസ്സായ ആളെ കണ്ടപ്പോൾ അല്ലാഹുവിൻ്റെ ആഖിലായ ആലിമും മഹാനായ മുസ്ലിഹും അല്ലാഹുവിൻ്റെ ദീനിൻ്റെ ദാഇയുമായിരുന്ന ഫുളൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് 60 കൊല്ലായിട്ട് മരിക്കാൻ ഇങ്ങനെ നടക്കുകയായിരുന്നല്ലേ. അത് കേട്ടപ്പോൾ ഇയാൾക്ക് പേടിയായി. എന്ത് പറഞ്ഞു? ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നമ്മളൊക്കെ പേടിക്കുന്ന വല്ലതും വരുമ്പോഴങ്ങനെ പറയാം, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഫുളൈൽ ഇബ്നു ഇയാദ് അങ്ങ് ചോദിച്ചു, അല്ല 60 വയസ്സായ മനുഷ്യ, നിങ്ങൾ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറഞ്ഞു. അതദ്രി മഅനാ ഖൗലിക ഇന്നാ ലില്ലാഹ്,
ഈ പറഞ്ഞതിന് അർത്ഥം നിങ്ങൾക്ക് അറിയോ എന്ന് ചോദിച്ചു. അറിയും. അന ലില്ലാഹി അബ്ദുൻ വ അന ഇലൈഹി റാജിഅ. ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്. അതറിയില്ലേ? ഞാൻ അള്ളാഹിൻ്റെ അടിമയാണ്, ഞാൻ അള്ളാഹിൻ്റെ അടുത്തേക്ക് പോവാണ്. അതല്ല എൻ്റെ അർത്ഥം. ഇന്നാ ലില്ലാഹ്, വി ഓൾ ബിലോങ് ടു അല്ലാഹ്, വ ഇന്നാ ഇലൈഹി റാജിഊൻ, ആൻഡ് ടു ഹിം വി ഹാവ് ടു റിട്ടേൺ. അള്ളാഹിൻ്റെ അടുത്തേക്ക് തിരിച്ചു പോകണം. നമ്മളൊക്കെ അള്ളാഹുവിനുള്ളതാണ്, അള്ളാഹിൻ്റെ അടിമയാണ്. ഫുദൈൽ ഇയാൾ നിങ്ങൾ ചോദിച്ചു, അടിമ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? എന്താണ് ഈ അടിമ എന്ന് പറഞ്ഞാൽ? തിരിഞ്ഞതും തിരിയാത്തതും അനുസരിക്കണം അടിമ. ഉടമസ്ഥൻ പറയും കളക്ക്, ചോദിക്കാൻ പാടില്ല എന്തിനാ ഞാൻ ഈ കളക്കണത്, നീ കളത്തേക്കണം, നിൻ്റെ ജോലി അതാണ്, ചോദിക്കാൻ പാടില്ല. അതാണ് അബ്ദ്. അള്ളാഹിൻ്റെ അടിമ എന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ അടിമ പോലും യജമാനോട് ചോദിക്കൂല. യജമാനൻ പറഞ്ഞു നീ പോയിട്ട് 4 കൊട്ട മണ്ണ് കൊണ്ടുപോവാ. എങ്ങോട്ടാ മുതലാളി 4 കൊട്ട മണ്ണ് കൊണ്ടുവരേണ്ടത്? ചോദിക്കാൻ പാടില്ല, നീ കൊണ്ടുവന്നാൽ മതി. നോ ക്വസ്റ്റ്യൻ, ഡു ഓർ ഡൈ, ഡോണ്ട് ആസ്ക് വൈ. ഇതാണ് അടിമയും ഉടമയും തമ്മിലുള്ള വ്യത്യാസം. അള്ളാഹ്ക്ക് നമ്മൾ അടിമയായിട്ടുണ്ടോ? നമുക്ക് തിരിഞ്ഞു അല്ലേ? എന്തെങ്കിലും നോമ്പ് നോച്ചാൽ തടിക്ക് നല്ലത്, എന്നാൽ പിന്നെ നോമ്പായിക്കോട്ടെ. ആരോ പറഞ്ഞു യോഗയേക്കാളും നല്ല സുബഹിസ്കാരമല്ല, എന്നാൽ പിന്നെ നിസ്കാരം. ഇതൊന്നുമല്ല അള്ളാഹ്ക്ക് വേണ്ടത്. ഇതൊക്കെ നിന്റെ കോപ്രായത്തരങ്ങളാ. ഇതൊന്നുമല്ല തഅബ്ബുദ് ഇബാദത്ത് എന്ന് പറഞ്ഞാൽ. എൻ്റെ റബ്ബനോട് നിസ്കരിക്കാൻ പറഞ്ഞു, സമഅൻ വ ത്വാഅ. പടച്ചവനെ നീ പറഞ്ഞു, ഞാൻ കേട്ടു റബ്ബേ, ഞാൻ നിസ്കരിക്കാൻ. നോമ്പ് നോൽക്കാൻ പറഞ്ഞു, തടിക്ക് കുഴപ്പമുണ്ടോ കുഴപ്പമില്ലാതിരിക്കും, ഇതൊന്നും എനിക്ക് വിഷയം. എൻ്റെ റബ്ബനോട് പറഞ്ഞു ഫമൻ ഷഹിദ മിൻകും അശ്ശഹറ ഫല്യസും, ഞാൻ നോൽക്കാൻ. അള്ളാഹ് പറഞ്ഞു സക്കാത്ത് കൊടുക്ക്, ഞാൻ കൊടുക്കാൻ. അള്ളാഹു പറഞ്ഞു ഹജ്ജ് ചെയ്യ്. എന്താണതൊക്കെ? എന്താണ് ഹജ്ജ് എന്നൊക്കെ പറഞ്ഞാൽ? തവാഫ് ചെയ്യാണ്, കഅബന്റെ ചുറ്റും പോയി പ്രദക്ഷിണം ചെയ്യുക. ഹിന്ദുക്കൾ പറയും ഞങ്ങളത് കോപ്പിടിച്ചത്. നല്ലല്ല സഹോദര, നിങ്ങളതല്ല കോപ്പിടിച്ചത്. നിങ്ങളുടെ മതം ഉണ്ടാകുന്നതിന്റെ മുമ്പ് ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം വഹജ്ജ ആദമു 40 മറ, 40 പ്രാവശ്യം ഹജ്ജ് ചെയ്ത മഹാനായ ആദം നബി അലൈഹിസ്സലാം സയ്യിദുൽ ബഷർ, മനുഷ്യരുടെ പിതാവ്. അതൊക്കെ കഴിഞ്ഞിട്ടല്ല ഇപ്പൊ നിങ്ങളെ മതം ഉണ്ടായത്. അന്നേ ഹജ്ജ് തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ കോപ്പിടിച്ചു എന്ന് പറ. ഇബാദത്ത് ചെയ്യ. എന്തിനാ ഞാൻ ഈ കഅബന്റെ ചുറ്റും നടക്കണത്? കഅബ എന്റെ യസാറിൽ, എന്റെ ഇടത്ത്. ഞാൻ കഅബ എന്തിനാണ് 7? എന്തിനാണ് ഈ കറക്കം? അല്ലാഹ് പറഞ്ഞു ചെയ്യാൻ, ഞാൻ ചെയ്യാൻ അല്ലേ? ഇതാണ് തഅബ്ബുദ്, ഇതാണ് ഇബാദ, ഇതാണ് ഇബാദത്ത്. സഫാ മർവന്റെ ഇടയിൽ നടക്കാൻ പറഞ്ഞു. ഉമ്മുനാ ഹാജർ റളിയല്ലാഹു അൻഹ അന്നൊരിക്കൽ 7 പ്രാവശ്യം നടന്നിട്ടുണ്ട്. അതിനെന്താ പടച്ചോനെ, ഞാൻ നടക്കേണ്ട വല്ല കാര്യമുണ്ടോ? ചോദിക്കല്ലേ, ചോദിക്കാൻ പാടില്ല, നടന്നേക്കണം. അള്ളാഹിന്റെ കൽപ്പനയാണ്, ഞാൻ നടക്കണം പടച്ചോനെ. അറഫയിലേക്ക് പോകണം, മുസ്ദലിഫയിലേക്ക് പോകണം, കല്ലെറിയണം. എന്തിനാണാവോ ഞാൻ ഈ കല്ലെറിയണത്? അന്ന് ഇബ്രാഹിം അലൈഹിസ്സലാം എറിഞ്ഞില്ലേ, ഇനി ഞാൻ എറിയേണ്ട കാര്യമുണ്ടോ? ചോദിക്കല്ലേ. സമഅൻ വ ത്വാഅതൻ, കേട്ടു പടച്ചവനെ അനുസരിച്ചു അല്ലാഹ്. ഇതാണ് അബ്ദ്. അതുകൊണ്ടാണ് പൈസക്കാരന് എത്ര പൈസയുണ്ടെങ്കിൽ പോലും അള്ളാഹുവിന് വേണ്ടി ഹജ്ജ് ചെയ്യാതെ അവന്റെ ഇസ്ലാം പൂർത്തിയാകുന്നില്ല. എന്തേന്നറിയോ? നിസ്കാരത്തിനൊക്കെ പല കാരണം പറഞ്ഞ് ചെയ്തേക്കാം, നോമ്പിന് കാരണങ്ങൾ ഉണ്ടാകാം, സക്കാത്ത് കൊടുക്കാൻ നല്ലതല്ല, ചാരിറ്റി പ്രവർത്തനം. ഇത് ഹജ്ജിൽ അതുപോലും തിരിയില്ല. എന്തിനാ ഞാൻ ചെയ്യുന്നത്? അള്ളാഹ് പറഞ്ഞു, അതുകൊണ്ട് വേറെ ഒരു ജസ്റ്റിഫിക്കേഷൻ അവിടെ അല്ല. അത് നിനക്ക് തിരിഞ്ഞാൽ നിന്റെ ഇസ്ലാം പൂർത്തിയാകുന്നു. അല്ലേ? അത്ഭുതല്ലേ അത്? അത് നിനക്ക് തിരിഞ്ഞോ? എന്തിനാ വ്യഭിചരിക്കെന്ന് പറഞ്ഞോ? അള്ളാഹ് പറഞ്ഞത് മോശമാണ്. മതി പടച്ചോനെ, മോശമാണ്. വ്യഭിചാരത്തിന് മക്കളുണ്ടായിപ്പോകും, ജാരസന്ധതികൾ ഉണ്ടാകും. അതൊക്കെ നീ ഉണ്ടാക്കിയ കാരണമാണ്. അള്ളാഹ് അതൊന്നും പറഞ്ഞു തന്നിട്ടില്ല. ഞാൻ പറഞ്ഞെന്ന് കേൾക്കാൻ പറ്റൂല്ല എന്ന റബ്ബിന്റെ ചോദ്യം ഇതാണ്. ചിലതിന്റെ റബ്ബ് കാരണം പറഞ്ഞെന്നു, ചിലത് പറഞ്ഞെന്നില്ല. ഖുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം, മുഅ്മിനീങ്ങളോട് കണ്ണു ചിമ്മാൻ പറയണം നബിയേ. അന്യ പെണ്ണുങ്ങളിലേക്ക് ചെറുപ്പക്കാരെ നോക്കരുത്, വലിയവരെ നോക്കരുത്, പറഞ്ഞു കൊടുക്കണം. എന്തിന്? അള്ളാഹ് പറഞ്ഞു ഞാൻ കണ്ണു ചിമ്മാണ്. മതി. അന ലില്ലാഹി അബ്ദുൻ വ അന ഇലൈഹി റാജി, ഞാൻ അള്ളാഹിന്റെ അടിമയാണ്, ഞാൻ അവരിലേക്ക് തിരിച്ചു പോകാൻ പോകുന്നു. ഇത് നമുക്ക് തിരിഞ്ഞിട്ടുണ്ടോ? മനസ്സിലായിട്ടുണ്ടോ? ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, വഇദാ അലിംത അന്നക ലില്ലാഹി അബ്ദുൻ വ അന്നക ഇലൈഹി റാജി ഫഅലം അന്നക മൗഖൂഫുൻ ബൈന യദൈഹി. അള്ളാഹിന്റെ അടിമയാണെന്ന് നിനക്ക് ബോധിച്ചിട്ടുണ്ടെങ്കിൽ, നീയല്ലല്ലോ നിന്നെ പഠിച്ചത്, നിന്നെ പഠിച്ച നീയാണോ? അല്ല. നിന്റെ ഈ ചേലും കോലം ഹൈറ്റും വെയിറ്റും ഒക്കെ നീ ചോദിച്ചു വാങ്ങിയതാണോ? അള്ളാഹ്ക്ക് മെമ്മ കൊടുത്തിട്ട് പഠിച്ചോൻ എന്നെ ഈ കോലത്തിലാക്കിത്താ? നല്ലല്ല. ലാ ഈ ഹയാത്ത് ആയേ ഖസാ ലേ ചലി ചലേ അപ്നി ഖുശി സേ ആയേ ന അപ്നി ഖുശി ചലേ. ആരും വിളിച്ചപ്പോൾ വന്നതല്ല, അള്ളാഹിന്റെ ഖലാ വിളിച്ചപ്പോൾ ഭൂമിയിലേക്ക് വന്നു.
ഖസാലേ ചലീ ചലേ, അല്ലാഹുവിൻ്റെ ഖലാ നമ്മളെ കൊണ്ടുപോകുമ്പോൾ നമ്മൾ ഇവിടുന്ന് പോവുകയാണ്. അപ്പിനെ ഖുശീ സേ ആയേ ന അപ്പിനി ഖുശീ ചലേ, ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല വന്നത്, ഇനി പോകുന്നതും ഇഷ്ടപ്പെട്ടുകൊണ്ടല്ല. പിന്നെ നിന്നെ പടച്ച ഒരാളുണ്ട്, അവനാണ് മാലിക്കുൽ മുൽക്കായ അല്ലാഹു ജല്ല ജലാലു. നിന്റെ മുഖത്തെ രണ്ട് കൊച്ചു കണ്ണുകളെ കൊണ്ട് അവനെ കാണാൻ കഴിയില്ല. ലാ തുദ്രികുൽ അബ്സാർ വഹുവ യുദ്രികുൽ അബ്സാർ വഹുവൽ ലതീഫുൽ ഖബീർ. കണ്ണുകൊണ്ട് റബ്ബിനെ കാണാൻ പറ്റില്ല. എന്തേന്നറിയോ? ഈ ലോകത്തിന്റെ വലിപ്പം എത്രയാണെന്ന് മനസ്സിലാക്കുന്ന സയൻസ് പഠിക്കുന്ന മക്കൾ, എത്രയാണ് ഈ ഭൂമിയുടെ വലിപ്പം? ഭൂമിയെപ്പോലെ കോടാനുകോടി ഗോളങ്ങളും നക്ഷത്രങ്ങളുമുള്ള മഹാപ്രപഞ്ചത്തെ പടച്ച തമ്പുരാൻ എൻ്റെ കൺമുമ്പിൽ കാണത്തക്ക വിധം ചെറുതായി വരണമെന്ന് ചോദിക്കുന്നത് പോലും അള്ളാഹുവിനോട് ചെയ്യുന്ന അപമര്യാദയുള്ള ചോദ്യമാണ്. അതുകൊണ്ടല്ലേ മൂസനബിയോട് ലൻ തറാനി, കാണാൻ പറ്റില്ല മൂസനബിയെ, നിങ്ങളുടെ മുഖത്തെ കണ്ണുകൊണ്ട് തന്നെ കാണാൻ പറ്റില്ല. ആ റബ്ബ് മുറാഖിബ്, നിന്നെ വീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇന്ന റബ്ബക ലബിൽ മിർസാദ്, അല്ലാഹു നിന്നെ തക്കം പാർത്ത് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നിനക്ക് തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അന്നക മൗഖൂഫും ബൈന യദൈഹി, അല്ലാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കേണ്ടി വരും. നീ അല്ലാഹുവിന്റെ അടിമയാണ്, അവനിലേക്ക് തിരിച്ചു പോവേണ്ടി വരുന്ന തിരിഞ്ഞാൽ മനസ്സിലാക്കിക്കോ, അള്ളാഹുവിൻ്റെ അടുത്ത് പോയി നിൽക്കേണ്ടി വരും. തിരിച്ചു പോകുമ്പോൾ എത്തണ്ടേ? അള്ളാഹിൻ്റെ അടുത്തേക്ക് എത്തുന്ന പറഞ്ഞാൽ അള്ളാഹിന്റെ മുമ്പ് പോയി നിൽക്കേണ്ടി വരും. ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു പഠിപ്പിക്കുന്നു, വഇദാ അലിംത അന്നക മസ്ഊലുൻ ഫഅഇദ്ദ ലിസ്സുആലി ജവാബാ. അവിടെ ചോദ്യമുണ്ട് എന്ന് ഉറപ്പിച്ചോ, അവിടെ ചോദ്യമുണ്ട് നിനക്ക് ബോധ്യപ്പെട്ടാൽ മനസ്സിലാക്കിക്കോ, ആ ചോദ്യത്തിന് മറുപടി കണ്ടുവെച്ചിട്ട് പോയാൽ മതി നാളെ മരിക്കാൻ. നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പാണ്, മറുപടി കണ്ടുവെച്ചോളൂ. ഇതങ്ങ് കേട്ടപ്പോൾ 60 വയസ്സുള്ള മനുഷ്യനങ്ങ് ചോദിച്ചു പോയി, ഫമൽ ഹീലതു യാ ഫുദൈൽ, ഫുദൈൽ എന്നവരെ ഇനി രക്ഷപ്പെടാൻ എളുപ്പമാർഗങ്ങളുണ്ടോ? രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? വയസ്സ് 60 പോയില്ലേ, ഇനി എന്ത് ചെയ്യും? ഇപ്പോഴാണ് ഇപ്പോൾ ഓർക്കുന്നത് മരിച്ചു പോവാനുണ്ടെന്നും. ഹറാമിൻ്റെ ബിസിനസ്സായി പൈസ ഉണ്ടാക്കി കൂട്ടിയത്, പലിശക്ക് കൊടുത്തിട്ടും എടുത്തിട്ടും, ഹറാമിൻ്റെ ലോൺ എടുത്തിട്ടും, പലിശ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തിട്ടും കൊടുത്തിട്ടും, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി വെച്ച വീടും അങ്ങനെ ഉണ്ടാക്കി വെച്ച വാഹനവും ആ ഹറാമിൽ നിന്ന് തീറ്റിപ്പോറ്റി വളർത്തിക്കൊണ്ടുവന്ന മക്കളും 60 വയസ്സായപ്പോഴാ തിരിയുന്നത്. പടച്ചോനെ, ഞാൻ ഇതിനൊക്കെ നിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരുമല്ലോ. ഫഅലം അന്നക മസ്ഊലുൻ ഫഅഇദ്ദ ലിസ്സുആലി ജവാബാ, ചോദ്യത്തിന് മറുപടി കണ്ടുവെച്ചിട്ട് പോയാൽ മതി എന്ന് പറഞ്ഞപ്പോൾ ഫമൽ ഹീലതു യാ ഫുദൈൽ, ഇനി രക്ഷപ്പെടാൻ മാർഗമുണ്ടോ? മാർഗമുണ്ട്. തുബ് ഇലല്ലാഹി ഫീമാ മളാ യഗ്ഫിർ ലകല്ലാഹു മാ മളാ വയുസ്ലിഹ് ലക മാ ബഖി. കഴിഞ്ഞുപോയ തെറ്റുകളൊക്കെ ഓർത്തെടുത്ത് അല്ലാഹുവിനോട് തൗബ ചെയ്ത് കരഞ്ഞു മടങ്ങിക്കോ, കരഞ്ഞ് തൗബ ചെയ്ത് പശ്ചാത്തപിച്ച് ഒരുങ്ങിക്കോ, റെഡിയായിക്കോ. എങ്കിൽ കഴിഞ്ഞുപോയ തെറ്റുകൾ അള്ളാഹു പുറത്തു തരികയും നിന്റെ ജീവിതത്തിൽ വരാനുള്ള ദിവസങ്ങൾ അള്ളാഹു നന്നാക്കി തരികയും ചെയ്യും. അതുകൊണ്ട് ഈ ഒരു മാർഗം വഴിതെറ്റിപ്പോയ മുഴുവൻ മനുഷ്യരുടെയും മുമ്പിലേക്ക് അള്ളാഹുവിനെ ഇനിയും തിരിയാതെ എങ്ങനെയോ അങ്ങനെ ജീവിച്ചു പോകുന്ന കുറച്ച് നിസ്കാരമൊക്കെ ഉണ്ട് എന്നല്ലാതെ അള്ളാഹുവിനെ പറ്റി ജീവിതത്തിലേക്ക് അള്ളാഹുവിനെ കൊണ്ടുവന്നിട്ടില്ല, അള്ളാഹുവിനെ സംബന്ധിച്ച് ബോധിച്ചിട്ടില്ല. അങ്ങനെ ഒരു ബോധമില്ലാതെ ജീവിച്ചു തീർത്ത ഓരോരോ സെക്കൻഡുകളെ പറ്റിയും നാളെ സങ്കടപ്പെടുന്നതിൻ്റെ മുമ്പ് നാളത്തെ ചോദ്യത്തിന് മറുപടി ഒരുക്കാനുള്ള ഇരുത്തമാണിത്. അള്ളാഹു ഇത് കബൂൽ ചെയ്യട്ടെ, അള്ളാഹു നമ്മെ കബൂൽ ചെയ്യട്ടെ, അള്ളാഹു നമുക്ക് പുറത്തു തരട്ടെ. നമ്മുടെ ഹൃദയത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന അഹങ്കാരവും ഞാനിപ്പോൾ തരക്കേടില്ലല്ല എന്ന് തോന്നവും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ഇജാബും ബിൻ നഫ്സും, നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന അസൂയയും, കലിമ ചൊല്ലിയ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന അസ്ഹാബുൽ ഖിബ്ലയോട് തോന്നുന്ന വൈരാഗ്യങ്ങളും ദേഷ്യങ്ങളും ഒക്കെ അല്ലാഹു വിടുങ്ങ് എടുത്തുകള, കൽബിനെ ശുദ്ധിയാക്ക്. ആർക്ക് വേണം അസൂയുള്ള ഹൃദയം? ആർക്ക് വേണം അഹങ്കാരമുള്ള ഹൃദയം? ആർക്ക് വേണം പിണങ്ങി നിൽക്കുന്ന മുഖം? ആർക്ക് വേണം ചിരിക്കാത്ത, ആർക്ക് വേണം പുഞ്ചിരിയില്ലാത്ത മുഖം? അല്ലാഹുക്ക് വേണ്ട, ഒഴിവാക്ക്. അല്ലാഹു നമ്മുടെ കൽബുകളെ ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ ശരീരം അല്ലാഹു ശുദ്ധിയാക്കി തരട്ടെ, നമ്മുടെ റൂഹിനെ അല്ലാഹു പരിപോഷിപ്പിച്ച് ശോഭയുള്ളതാക്കി തരട്ടെ. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെല്ലുമ്പോൾ ചോദ്യങ്ങൾക്ക് മറുപടിയുമായി കൊണ്ടു ചെല്ലുന്ന മുത്തഖീങ്ങളിൽ അല്ലാഹു നമ്മെ ചേർത്തട്ടെ. ലോകം ഫസാദായിക്കൊണ്ടിരിക്കുകയാണ്, അതൊരു യാഥാർത്ഥ്യമാണല്ലോ. ഖൈറുൽ ഖുറൂനി ഖർനി
ثم الذين يلونهم ثم الذين يلونهم. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കാലഘട്ടമാണ് ലോകത്തെ ഏറ്റവും നല്ല കാലഘട്ടം. പിന്നെ അതിനോട് ചേർന്ന് വന്ന സ്വഹാബത്തിന്റെ താബിഈങ്ങളുടെ, അത് കഴിഞ്ഞാൽ താബിഈങ്ങളുടെ അയിമ്മത്തുൽ മുജ്തഹിദീങ്ങൾ വന്നുപോയ കാലഘട്ടം. ഇത് കഴിഞ്ഞാൽ പിന്നെ എല്ലാ ദിവസവും അതിൻ്റെ ഇന്നലെയേക്കാളും മോശമാണ്. നമ്മുടെ ഇന്ന് നമ്മുടെ നാളെയേക്കാൾ നല്ലതാണ്, നമ്മുടെ നാളെ ഇന്നത്തേക്കാൾ മോശമാണ്. ഖിയാമത്ത് നാൾ വരെ അങ്ങനെയാകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹ്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ യുസ്ബിഹു മുഅ്മിനൻ വയുസ്ബിഹു കാഫിറാ വയുസ്ബിഹു വയുംസി മുഅ്മിനൻ വയുസ്ബിഹു കാഫിറൻ വയുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, ഹൃദയങ്ങളിലേക്ക് അല്ലാഹു തആല ഫിത്നയെ അല്ലാഹു തആല കൊടുത്തുകൊണ്ടിരിക്കും. തുഅറദുൽ ഫിതനു, ഫിത്നകൾ മനുഷ്യന്റെ മുമ്പിലേക്ക് ഓപ്പണായി വരും. തുഅറദുൽ ഫിതനു, ഫിത്ന പോയിട്ട് എവിടെ ഫിത്ന എന്ന് തെരഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. മൊബൈലിൽ ടിക്, വാട്സപ്പ് മെസ്സേജ്, എന്താണ് യാ അല്ലാഹ് ക്ലിപ്പ്, മനുഷ്യന്മാരെ ഈബത്തിന് മീബത്തും അപ്പോൾ വന്നു അല്ലേ. അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പെണ്ണിൻ്റെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഈബത്തിൻ്റെ, ഒരു വ്യഭിചാരത്തിൻ്റെ, ഒരു തോന്നിവാസത്തിൻ്റെ, ഒരു മ്യൂസിക്കിൻ്റെ, കാണാനും കേൾക്കാനും പാടില്ലാത്ത അപ്പൾക്കപ്പോൾ നമ്മുടെ മുമ്പിൽ. തുഅറദുൽ ഫിതൻ, ഫിത്നകൾ, യു ആർ എക്സ്പോസ്ഡ് ടു ഫിത്ന. അതിനർത്ഥതാണ് ഫിത്ന നമുക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്, നമ്മുടെ മുമ്പിലേക്ക് തുറക്കപ്പെടുകയാണ്. ഈ ഹദീസിൻ്റെ അർത്ഥങ്ങൾ ശരിക്കും ആലോചിച്ച് നോക്കി. ഫിത്ന എവിടെയാണെന്ന് ഓടിച്ചാടിച്ചെന്ന് നമ്മൾ തെരഞ്ഞു പിടിച്ച് നോക്കേണ്ട ആവശ്യമില്ല, നിങ്ങളുടെ മുമ്പിലേക്ക് വരും. തുഅറദുൽ ഫിതൻ അലൽ ഖുലൂബി ഊദൻ ഊദാ ഊദൻ ഊദാ. ഓരോരോ പായയുടെ ഓരോരോ ഇല്ലികളായിട്ട് ഓരോന്നായിട്ട് മനുഷ്യനിലേക്ക് ഫിത്നകൾ വരും. ഇന്ന് ജീവിച്ചിരിപ്പുള്ള വലിയ ഖുർആൻ പണ്ഡിതനും വലിയ ദീർഘദൃഷ്ടിയുള്ള മഹത്തുക്കളിൽ പ്രധാനിയുമായ ഷാദുലി ത്വരീഖത്തിന്റെ അനുഭാവിയുമായ ബഹുമാനപ്പെട്ട ഷെയ്ഖ് ഹംസ യൂസഫ് അവറുകൾ അമദ്ദല്ലാഹു ഫി ഐശിഹി ഫി ദുല്ലിഹി വ ഉംരിഹി, വലിയ മഹാനാണ്, കാലിഫോർണിയക്കാരനാണ്, പുതു മുസ്ലിമാണ്, 19-ാം വയസ്സിൽ മുസ്ലിമായ ആളാണ്, ലോകത്ത് കിതാബ് ഓതി പഠിച്ച ആലിമാണ്. മഹാനായ ഇമാം ഗസാലി തങ്ങളെ സംബന്ധിച്ച് വലിയ ഡോക്യുമെന്ററി ഉണ്ടാക്കിയ മഹാനാണ്. ഫിഖ്ഹിന്റെ മാലിക്കി മദ്ഹബിന്റെ പ്രബലമായ അഭിപ്രായങ്ങൾ ഫത്വ കൊടുക്കാൻ കഴിയുന്ന ആലിമ. വെറുതെ വന്ന ഒരു പുതു മുസ്ലിം അങ്ങനെയൊന്നല്ല ഷെയ്ഖ് ഹംസ യൂസഫ് അവറുകൾ. ചെറുപ്പക്കാർക്കൊന്ന് ഞാൻ മനസ്സിലാക്കി തരാൻ, ഇംഗ്ലീഷൊക്കെ മനസ്സിലാവുന്നവർ ഷെയ്ഖ് ഹംസ യൂസഫിനെ ഒന്ന് യൂട്യൂബിലൊക്കെ നോക്കി. അദ്ദേഹത്തിന്റെ സൈറ്റൂന സൈറ്റ് ഉണ്ട്, യൂട്യൂബിലുണ്ട്. ഷെയ്ഖ് ഹംസ യൂസഫ്, ഒരുപാട് യൂസഫുകളുണ്ട്. ഹംസ യൂസഫ് ഞാൻ റെക്കമെൻഡ് ചെയ്യുക, കേൾക്കണം. ഈ ഹദീസിന് അദ്ദേഹം ഒരു വ്യാഖ്യാനം കൊടുത്തത് ഞാൻ കണ്ടു. ഊദൻ ഊദ, മനുഷ്യന് ഓരോരോ ഉഴുതുകളായി. ഉഴുത് എന്ന് പറഞ്ഞാൽ ശരിക്കും വടി എന്നർത്ഥം വരും. ഉഴുത് എയ്താൻ, പ്ലൂറൽ ജംഅദാൻ. ഉഴുത് എന്ന് പറഞ്ഞാൽ പായ ഉണ്ടാക്കാൻ ആവശ്യമായതിന്റെ സ്പൈക്കുകൾ, അതിന്റെ സ്ട്രോസ്. ആ സ്ട്രോകൾ വെക്കുന്ന പോലെ നിങ്ങൾക്ക് ഫിത്നകൾ നിങ്ങളുടെ മുമ്പിലേക്ക് തുറക്കപ്പെടും. ഒരുപാട് അർത്ഥം കൊടുക്കാം അതിന്, ഒരുപാട് അർത്ഥം കൊടുക്കാം. നമ്മുടെ ഖുദമാ, മഹാന്മാരായ മുൻകഴിഞ്ഞ ആലിമീങ്ങൾ അതിന് കൊടുത്ത അർത്ഥം ഫിത്നകളും ഫസാദുകളും യക്സുറുൽ ഹറജു വൽ മറജ്, കൊലപാതകങ്ങളും വൈരാഗ്യങ്ങളും പകപോക്കലുകളും ലോകത്ത് വർദ്ധിക്കുന്ന കാലമെന്നാണ്. പക്ഷേ ബഹുമാനപ്പെട്ടവർ പറയാ, TV, സാറ്റലൈറ്റ് TVകൾ നമ്മുടെ മുമ്പിലേക്ക് ഫ്രെയിം ചെയ്യപ്പെട്ട സാധനത്തിനും ഊദൻ ഊദ എന്ന പ്രയോഗമുണ്ട്. ഫ്രെയിമായി, ഒരു സ്ക്വയറായി, റെക്ടാംഗിളായി നമ്മുടെ മുമ്പിലേക്ക് പ്രത്യക്ഷപ്പെടുന്നത് ഊദൻ ഊദ. ഒരു ഹൊറിസോണ്ടൽ, ഒരു വെർട്ടിക്കൽ, ഇങ്ങനെ രണ്ട് ഊദുകളായി നിൽക്കുന്ന നമ്മുടെ TV സെറ്റുകൾ. തുഅറദുൽ ഫിതൻ, നമ്മുടെ വീടുകളിലേക്ക് ഇതിനേക്കാളും ഫിത്നകൾ കടന്നു വന്നൊരു കാലം ഇന്നത്തെ ലോകത്തേക്കാൾ വേറുണ്ടോ മുസ്ലിമേ? നമ്മൾ ആലോചിച്ച് നോക്കി. TV ഹറാമാണെന്ന് ഉസ്താദ്മാർക്കും പുറത്തോടുത്ത് പറഞ്ഞാൽ ഈ ഉസ്താദ്മാർക്കൊന്നും ലോകം തിരിയില്ലാന്ന്. ഇപ്പം ആർക്കപ്പം തിരിഞ്ഞത്? കുട്ടികളെ ഒടിച്ചോടാൻ തുടങ്ങിയപ്പോൾ മനസ്സിലായി തുടങ്ങി അല്ലേ? ഇതൊന്നും അള്ളാഹു ഇഷ്ടപ്പെടുന്ന വിധത്തിൽ ഉപയോഗിക്കാൻ പറ്റാത്ത പോലെ വാങ്ങണ്ട, അത്ര ഞാൻ പറയണത്. അത് ഹറാമാന്ന് ഫത്ത് കൊടുക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. നിങ്ങൾക്കത് അള്ളാഹു പറഞ്ഞ പോലെ ഉപയോഗിക്കാൻ പറ്റൂലേ, നിങ്ങളത് ഒഴിവാക്കിക്കോ. വിറ്റ് കളഞ്ഞേക്ക്, ആഖിറ നഷ്ടപ്പെടുത്തണ്ട. തുഅറദുൽ ഫിതൻ, മനുഷ്യന്റെ മുമ്പിലേക്ക് ഫിത്നകൾ കൊണ്ടുവരാൻ. ഫിത്നകൾ മഗ്രിബ് നിസ്കാരം കഴിഞ്ഞാൽ നമ്മുടെ പെൺകുട്ടികൾ, നമ്മുടെ പെൺമക്കൾ, നമ്മുടെ ഉമ്മമാർ റിമോട്ട് പിടിച്ചിരിക്കാൻ. ഒറ്റ കാര്യം പറയട്ടെ, മഗ്രിബിന്റെ സമയം അള്ളാഹുവിന്റെ മുമ്പിലേക്ക് തഖ്വയുള്ള മനസ്സോടുകൂടെ പോകേണ്ട നേരല്ലേ? അറിയില്ലേ? സൂര്യൻ അസ്തമിച്ചു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, ഫഅക്സിറൂ, നിങ്ങൾ ഓതണം.
ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, ഖുൽ അഊദു ബിറബ്ബിൻ നാസ്, ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ് ഓതണേ, ഖുൽ അഊദു ബിറബ്ബിൻ നാസ് ഓതണേ, വസൂറത്തുൽ ഇഖ്ലാസ് ഖുൽ ഹുവല്ലാഹു അഹദ് മിനിമം ഒരു പ്രാവശ്യമെങ്കിലും മഗ്രിബായി കഴിഞ്ഞാൽ ഓതണമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്കൊന്ന് ആലോചിക്കണ്ടേ, നമ്മൾ അള്ളാഹുവിൻ്റെ മുമ്പിലേക്ക് ഏറ്റവും കൂടുതൽ മുന്നിടേണ്ട ഒരു സമയമാണ് മഗ്രിബിൻ്റെ ശേഷമുള്ള സമയം. മഗ്രിബ് നിസ്കാരം, ഇശാ മഗ്രിബിന്റെ ഇടയിൽ സ്വലാത്തുൽ അവ്വാബീൻ, രാത്രിയിൽ ഓതേണ്ട സൂറത്തു തബാറക, സൂറത്തുൽ വാഖിഅ, ഇതൊക്കെ ഓതിയിട്ട് മഗ്രിബായി കഴിഞ്ഞ എന്തോ ഒരു റാഹത്താണ്. മഗ്രിബിന് മുമ്പ് ചൊല്ലണ്ടേ സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. നമ്മുടെ പള്ളികളിലൊക്കെ ദർസുകളുള്ള പള്ളികളിൽ അത് കേൾക്കാൻ കഴിയും. സുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹിൽ അസീം വബിഹംദിഹി അസ്തഗ്ഫിറുല്ലാഹ്. كلمتان خفيفتان على اللسان ثقيلتان على الميزان حبيبتان إلى الرحمن. കാരുണ്യവാനായ അല്ലാഹുവിന് ഇത്രമേൽ ഇഷ്ടമുള്ള വാക്കുകളില്ല കേട്ടോ. നാവുകളിൽ പറയാൻ ഇത്രമേൽ എളുപ്പമുള്ള വാക്കുകളുമില്ല. നാളെ തുലാസിൽ അല്ലാഹു കനം തൂക്കുമ്പോൾ ഇത്രത്തോളം ഭാരമുള്ള വാക്കുകളുമില്ല. സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. വേറെ റിവായത്തുകളിൽ വന്നതനുസരിച്ച് അത് ചൊല്ലിയിട്ട് മഗ്രിബിനെ സ്വീകരിക്കുന്ന മുഅ്മിനീങ്ങൾ മഗ്രിബ് കഴിഞ്ഞിട്ട് മഗ്രിബിന്റെ ഖബ്ലിയായ 2 റക്അത്ത് മുഅക്കദല്ലെങ്കിലും ഒരു സുന്നത്ത്, മഗ്രിബ് നിസ്കാരം, അതിന്റെ ശേഷമുള്ള ബഅദിയായ സുന്നത്തുകൾ, പിന്നെ ഔറാദുകൾ, ഇതൊക്കെ ചൊല്ലിയിട്ട് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് മനസ്സ് മറയുന്നൊരു നേരമാണ് അസ്തമിക്കുന്ന നേരം. എന്താ നമ്മുടെ ടിവിക്കാര് കാണിച്ചു തരുന്നത്? എന്താ കാണിച്ചിരുന്നത്? മഗ്രിബാകുമ്പോൾ രാത്രിയാകുന്ന സമയത്ത് മനുഷ്യന്റെ മനസ്സിലേക്ക് പോലും ഒരു മരണത്തെ ഓർമ്മിപ്പിക്കുന്ന നേരമാണ് മഗ്രിബ്. ഖബറിലേക്ക് പോയി കടക്കണല്ലോ എന്ന് ഇരുട്ട് മനുഷ്യനോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു നേരം. അള്ളാഹുവിന്റെ രാത്രി മനുഷ്യനൊരു ഉപദേശകനായി വരുന്ന നേരത്താണ് നമ്മുടെ ഏഷ്യാനെറ്റുകാരനും മറ്റുള്ള ചാനലുകാർ ഭക്തിയുള്ള സീരിയലുകൾ നമ്മുടെ പെണ്ണുങ്ങളുടെ മുമ്പിലേക്ക് വെച്ചു കൊടുക്കുന്നത്. അവർക്കും വേണം ഭക്തി. എവിടെ? മുസ്ലിമിന്റെ ഭക്തി അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഖിബ്ലയിലേക്ക് തിരിഞ്ഞ് ഖുർആൻ ഓതേണ്ട നേരത്താണ് ഭക്തിയുള്ള രാമായണത്തിന്റെയും ഭഗവത്ഗീതയുടെയും മറ്റു അവരുടെ നേതാക്കന്മാരുടെയൊക്കെ ആത്മകഥകൾ പറയുന്ന സീരിയലുകൾ. അത് കഴിഞ്ഞിട്ടാണ് പിന്നെ അമ്മായിമാൻ എങ്ങനെ പറ്റിക്കാൻ പറ്റിയാന്ന് പെണ്ണിനെ പഠിപ്പിക്കുന്നത്. അതൊക്കെ അതിന്റെ ശേഷം ആദ്യം പഠിപ്പിക്കുന്ന സീരിയലുകൾ ഭക്തിയുള്ള സീരിയലുകൾ. അത്ഭുതപ്പെട്ടു പോയി കേട്ടുപോയപ്പോ. ഇങ്ങനെ നമ്മളോട് ഭക്തിയിലും തഖ്വയിലും അല്ലാഹുവിന്റെ മുമ്പിലേക്ക് പോകാൻ വേണ്ടി പറഞ്ഞ നേരത്ത് സ്വാമിയേ ശരണം അയ്യപ്പ എന്ന് നമ്മുടെ വീടിന്റെ ഉള്ളിലെ സീരിയലുകളിലൂടെ, നമ്മുടെ വീടിന്റെ ഉള്ളിൽ ശിർക്കിന്റെ വചനങ്ങൾ നമ്മുടെ പൊരന്റെ ഉള്ളിൽ പറയിപ്പിക്കാൻ കാരണമായത് തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, മുഅ്മിനീങ്ങളുടെ മനസ്സുകളിൽ, മുഅ്മിനീങ്ങളുടെ ചെവികളിലേക്ക് ശിർക്കിന്റെ വാചകങ്ങൾ കടത്തിവിട്ടത് നമ്മുടെ TV സംസ്കാരമല്ലേ. അവർക്ക് ഭക്തി തോന്നുന്നുണ്ട് മഗ്രിബിന്റെ നേരത്തെ. ആ നേരത്തെ കണക്കാക്കിയിട്ട് അത്തരം സീരിയലുകൾ വരുന്നത്. നമ്മുടെ പെണ്ണുങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ഭക്തിയിൽ മുസ്ലിമിനോട് പോകാൻ പറഞ്ഞ നേരത്താണ് പച്ചയായ ശിർക്കിന്റെ കഥകളും ഉണ്ടായതോ ഇല്ലാത്തതോ ആയ മിത്തോളജി, മിത്തുകൾ, ലെജൻഡുകൾ, അതിന്റെ ആസ്പദമാക്കിയുള്ള കഥകളും കഥനകളും അതിന്റെ വിഷ്വലൈസേഷനും ഒക്കെ നമ്മുടെ മുസ്ലിമീങ്ങളായ പെണ്ണുങ്ങൾ ഇത് നിരന്തരം കണ്ടു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് അവിശ്വാസത്തിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? ഷിർക്കിലേക്ക് പോകാൻ വഴി എളുപ്പമായില്ലേ? അല്ലാഹു അല്ലാത്തവരെ ഇബാദത്ത് ചെയ്യുന്ന പണിയിലേക്ക് പോകൂലേ നമ്മുടെ മക്കൾ? ഈ നേരത്ത് മുസ്ലിമേ അല്ലാഹുവിലേക്ക് തൗബ ചെയ്ത് മടങ്ങുകയും നാളെ ഖബറിന്റെ ഉള്ളിലെ ശിക്ഷ ലഭിക്കാതിരിക്കാൻ നിങ്ങൾ സൂറത്തുൽ മുൽക്ക് ഓദിക്കോ. തബാറകല്ലദീ ബിയദിഹിൽ മുൽക്ക് വഹുവ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതോദണ്ട നേരത്താണ് പെങ്ങളെ, ഇതോദണ്ട നേരത്താണ് സഹോദരി നീ റിമോട്ട് പിടിച്ച് കളിക്കുന്നത്. മഗ്രിബിന്റെ നേരത്ത് തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്, നമ്മുടെ ഹൃദയങ്ങളിലേക്ക് ഫിത്തനകൾ ഇത്രത്തോളം എക്സ്പോസ് ചെയ്യപ്പെടുന്നത് ടിവിയിലൂടെ അല്ലാതെ, നമ്മുടെ ചാനലുകളിലൂടെ അല്ലാതെ വേറെയുണ്ടോ? മുസ്ലിമേ, മദ്രസകൾ നമ്മളെ മക്കൾ പോയി പഠിക്കുന്നുണ്ട്. ഹയർ സെക്കൻഡറി മദ്രസകൾ ഉണ്ടാകാം. എന്ത് പഠിച്ചിട്ടെന്താ? ഈ കുട്ടി മഫ്ത ധരിച്ച് അച്ചടക്കമുള്ള വേഷം ധരിച്ച് തലയിൽ തൊപ്പി വെച്ച് വരുന്ന ആൺകുട്ടികളും പർദ്ദ ധരിച്ചു വരുന്ന പെൺമക്കളും മദ്രസ വിട്ടുപോയി വീട്ടിലേക്ക് എത്തിയാൽ ഉമ്മാന്റെ കയ്യിലെ റിമോട്ട് പിടിച്ച് തിരിച്ചും മറിച്ചും ചാനലുകൾ മാറ്റി മഗ്രിബ് നിസ്കാരത്തിന്റെയും ഇശാഇന്റെയും ഇടയിൽ ഹറാം കണ്ടുകൊണ്ടിരിക്കുന്ന നേരം നമ്മുടെ മക്കളെ ഉമ്മമാർ പഠിപ്പിക്കുന്ന പാഠം എന്താണ്? എന്താണ് ഈ മക്കൾ പിന്നെ പഠിക്കുക?
മദ്രസയിലെ 1 മണിക്കൂർ കൊണ്ട് മക്കൾ നന്നാവുമെന്ന് വിചാരിച്ചിട്ടുണ്ടോ? മദ്രസയിലെ 1.5 മണിക്കൂർ കൊണ്ട് മക്കൾ സൂഫിയാക്കളാകുമെന്ന് വിചാരിച്ചോ? നിന്റെ വീടിന്റെ ഉള്ളിൽ നീ മക്കൾക്ക് കാണിച്ചു കൊടുക്കുന്നത് അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത ചിത്രങ്ങളും അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത കാര്യങ്ങളുമാണെങ്കിൽ എങ്ങനെയാ മക്കൾ നന്നാവുക? ഈ ഫിത്നയെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അള്ളാഹുവിന്റെ മുമ്പിൽ മറുപടി പറയേണ്ടി വരും. മുഅ്മിനെ, നീ എത്ര വലിയ 60 100 ഇഞ്ച് വലിപ്പമുള്ള സ്ക്രീൻ വാങ്ങിക്കോ, എന്ത് വാങ്ങിച്ചിട്ടെന്താ? നമ്മുടെ സ്ക്രീനുകളിൽ വരാൻ പോകുന്നത് തോന്നിവാസങ്ങളല്ലേ അല്ലേ? തുഅറദുൽ ഫിതൻ. അതുകൊണ്ട് നബി തങ്ങൾ പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫിത്നകൾ വരുന്ന കാലമുണ്ട്. ഇരുട്ടുള്ള രാത്രിയിലെ ഇരുളിന്റെ കഷ്ണങ്ങളെ പോലെ. യുസ്ബിഹു മുഅ്മിനൻ വയുംസി കാഫിറാ. നേരം വെളുക്കുമ്പോൾ മുസ്ലിമായ മനുഷ്യൻ ഒരു സീരിയലോ ഒരു ടോക്കോ ഒരു ഡോക്യുമെന്ററിയോ കാണുമ്പോഴേക്കും വൈകുന്നേരമാകുമ്പോഴേക്കും അവൻ കാഫിറായിട്ടുണ്ട്. പിന്നെ അവൻ പറയാ പടച്ചോണ്ടൊന്നും തോന്നണില്ല. അങ്ങനെ ഉംറ ചെയ്ത് വന്നിട്ട് അവൻ പറയാ, ഞാൻ പിന്നെ പോയതേ നാട്ടുകാരെ ബോധിപ്പിക്കാൻ വേണ്ടി പോയത്, എനിക്ക് വിശ്വാസം ഉണ്ടായിട്ടല്ല. മുസ്ലിമായ മനുഷ്യൻ ലവലേശം സങ്കോചമില്ലാതെ അള്ളാഹുവിന്റെ നിയമങ്ങളെ ലംഘിക്കാൻ തുടങ്ങിയില്ലേ? തുഅറദുൽ ഫിതൻ. രാവിലെ മുസ്ലിമായ മനുഷ്യൻ വൈകുന്നേരമാകുമ്പോഴേക്കും അവന്റെ മൊബൈലിൽ ഏതോ ഒരാൾ എന്തോ പ്രസംഗിച്ചത് കേട്ടപ്പോഴേക്കും അവന് തോന്നി മഹാന്മാരെടുത്ത് സിയാറത്ത് ചെയ്യുന്ന ശിർക്കാണ് പോൽ, പിന്നെ അങ്ങോട്ട് പോവണ്ട, തച്ചു പൊളിക്കണം എന്ന് അവന് കേട്ട മസ്അല അല്ലേ? അള്ളാഹുവിന്റെ ഭൂമിയിലെ അമ്പിയാക്കന്മാരും ഔലിയാക്കന്മാരും സ്വാലിഹീങ്ങളും അവരെ കൊണ്ടല്ലേ ദീൻ അള്ളാഹുടെ നിലനിർത്തിയത്. ആ മഹത്തുക്കളുടെ ചാരത്ത് ചെന്ന് അള്ളാഹുവേ, ഈ മഹാത്മാവിന്റെ മഹത്വം കൊണ്ട് നീ ഞങ്ങൾക്ക് ഉപകാരം തരണേ പടച്ചവനെ, നീ ഞങ്ങൾക്ക് ഇവരുടെ ബറക്കത്ത് കൊണ്ടെങ്കിലും പൊറുത്തുതാ. ഞങ്ങൾ നിൽക്കുന്നത് നിനക്ക് ഇഷ്ടപ്പെട്ട ഒരാളിന്റെ മുമ്പിലല്ലേ. ഇത് പറയുമ്പോഴേക്കും ഇസ്ലാം എന്ന് പുറത്തുപോയി എന്ന ക്ലിപ്പ് കേൾക്കുമ്പോ മുസ്ലിമായ മനുഷ്യന്റെ ഹൃദയത്തിൽ നിന്ന് ഈമാൻ പോകുന്നുണ്ടോ? നിങ്ങൾ പറഞ്ഞു തരിൻ. മഹത്തുക്കളെ ബഹുമാനിക്കണമെന്നും അള്ളാഹുവിന്റെ സ്വാലിഹീങ്ങളും ഔലിയാക്കന്മാരെയും ആദരവോടെ കാണാവൂ എന്നും ഉലമാ പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോ ഏതെങ്കിലും ഒരുത്തന്റെ കവലയിലെ പ്രസംഗം കേൾക്കുമ്പോഴേക്കും ഇതൊക്കെ ശിർക്കും കുഫറുമായി ലാ ഇലാഹ ഇല്ലല്ലാഹ് വിശ്വസിച്ച് ഖിബിലയിലേക്ക് 5 നേരം നിസ്കരിക്കുന്ന മുസ്ലിമായ മനുഷ്യനെ കുറിച്ച് കാഫിർ എന്ന് പറയുന്ന ക്ലിപ്പുകൾ കേൾക്കുമ്പോ എന്റെ മുസ്ലിമേ, നിന്റെ ഈമാൻ എവിടെ എത്തിയിട്ടുണ്ട്? യുംസി മുഅ്മിനൻ വയസ്ബിഹു കാഫിറാ. വൈകുന്നേരം മുസ്ലിമാണ്, അന്ന് രാത്രി എന്തോ ക്ലിപ്പ് കേട്ടതോടുകൂടെ നേരം വെളുത്തപ്പോൾ അവന് തോന്നി ഇതൊക്കെ കുഫറാണല്ലോ എന്ന്. അങ്ങനെ ഇസ്ലാമിൽ നിന്ന് ഒളിച്ചോടുന്ന ഒരു വില്ലിൽ നിന്ന് അമ്പ് തെറിച്ചു പോകുന്ന പോലെ മുസ്ലിമീങ്ങൾ ഇസ്ലാമിൽ നിന്ന് തെറിച്ചു പോകുന്ന കാലം വരാനുണ്ടെന്ന് ലോകത്തിന്റെ ഗുരു മുഹമ്മദ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബ്. ഹൃദയങ്ങളിലേക്ക് ഫിത്നകൾ കാണിക്കപ്പെടുന്ന ലോകമല്ലേ ഇത്? കൈകളിൽ കിടക്കുന്ന മൊബൈൽ ഫോണുകൾ അല്ലേ, ടച്ച് സ്ക്രീൻ ആൻഡ്രോയിഡ് പ്രോഗ്രാമുകളുള്ള ഹൈ റെസൊല്യൂഷൻ ക്യാമറകളുള്ള നല്ല മെമ്മറി കപ്പാസിറ്റിയുള്ള നിങ്ങളുടെ മൊബൈലുകളിലൂടെ വന്നുകൊണ്ടിരിക്കുന്ന നിരന്തരം മനുഷ്യന്മാർ ഫോർവേഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഓരോരോ വീഡിയോയുടെ ഷോർട്ട് ക്ലിപ്പുകൾ, ഷോർട്ട് വീഡിയോകൾ, അതിലെ കമന്റുകൾ, അതിൽ വരുന്ന കഥകൾ, അതിൽ വന്നുകൊണ്ടിരിക്കുന്ന കമന്റുകൾ, ഇതൊക്കെ കേട്ടിട്ട് നിന്റെ ഇസ്ലാമും നിന്റെ ഈമാനും തകർക്കാൻ ശത്രുവിന് സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ഹദീസ് പറഞ്ഞ വാക്കുകൾ പുലരുകയാണ്. തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ ഫമസ്തൻകറ. ആരെങ്കിലും ഒരാൾ ഇതെനിക്ക് വേണ്ട എന്ന് പറഞ്ഞാൽ, ഇതെനിക്ക് വേണ്ട എന്ന് മാറ്റിവെച്ചാൽ, കണ്ണിനെ സൂക്ഷിക്കുകയും നാവിനെ സൂക്ഷിക്കുകയും ചെവിയെ സൂക്ഷിക്കുകയും ചെയ്താൽ ഫഖദ് ഇസ്തബ്റഅ ലിദീനിഹി വഇർദിഹി, അവൻ അവന്റെ അഭിമാനവും അവന്റെ ദീനും കാത്തു സൂക്ഷിച്ചു. ചില ഹൃദയങ്ങൾ ഉശ്രിബത്, അയ്യുമാ ഖൽബിൻ ഉശ്രിബത്, ഏത് ഹൃദയങ്ങൾക്കാണോ ഇത് അല്ലാഹു കൊണ്ട് കുടിപ്പിക്കുന്നത്. കുടിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? എന്ത് പറഞ്ഞാലും ഞാൻ വിടൂല. മൂസ നബിയുടെ കാലത്തെ ആ പശുക്കിടാവിനെ ആരാധിച്ച മനുഷ്യന്മാർ എന്ത് തോന്നിവാസം കണ്ടല്ലേ, ഒന്നല്ല ഞാൻ വിശ്വസിക്കൂല. അങ്ങനെ ഉണ്ടാവും കുറെ മനുഷ്യന്മാര്. ഹക്കും ബാത്തിലൊന്നും ബോധ്യപ്പെട്ടാൽ നമ്മൾ മുമ്പേ വിചാരിച്ചത് തന്നെയാണ് ശരി, അതിനപ്പുറത്തേക്ക് വേറെ ശരിയൊന്നുമില്ല. ഉശ്രിബത്തിൽ ഖുലൂബ്, ഏതെങ്കിലും ഹൃദയങ്ങൾക്ക് തോന്നിവാസങ്ങൾ ശരിയാണെന്ന് തോന്നുകയും അതാണ് ഹക്കാണെന്ന് തോന്നുകയും ചെയ്ത് ആ തോന്നിവാസത്തെ കുടിപ്പിക്കപ്പെട്ടാൽ
ആ ഹൃദയങ്ങളിൽ പിന്നെ ഈമാനിന്റെ നൂറ്, ഈമാനിന്റെ പ്രഭ വരികയില്ല കേട്ടോ. ഈമാനിന്റെ നൂറില്ലെങ്കിൽ പിന്നെ എന്തിനവിടെ ജീവിക്കണം? തുഅറദുൽ ഫിതനു അലൽ ഖുലൂബി ഊദൻ ഊദാ ലാ യദഉ ബൈത വബരിൻ വലാ മദരിൻ ഇല്ലാ ദഖലത്ഹു. എന്തൊരു അത്ഭുതമുള്ള ഹദീസ്, എന്തൊരു അത്ഭുതമുള്ള ഹദീസ്. പാവപ്പെട്ടവന്റെയും മുതലാളിയുടെയും വീട്ടിലേക്ക് കയറി വരുന്ന ഫിത്ന ലോകത്തിൽ മനുഷ്യരുടെ വീടുകളിൽ മുഴുവനും പ്രത്യക്ഷപ്പെടാതെ അന്ത്യനാൾ നടക്കാൻ പോകുന്നില്ലെന്ന് റഫീഉനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് വീട്ടിലും ബൈത മദരിൻ വലാ വബരിൻ, മണ്ണിന്റെ കട്ട കൊണ്ടുണ്ടാക്കിയ വീട് അല്ലെങ്കിൽ തോല് കൊണ്ടുണ്ടാക്കിയ വീട്, മുതലാളിയുടെയും പാവപ്പെട്ടവന്റെയും വീടിന് അന്ന് പറയുന്ന പ്രയോഗമാണത് ബൈതു മദരിൻ വലാ വബരിൻ. അതിൻ്റെ ഉള്ളിലൊക്കെ ഈ ഫിത്ന കടന്നു വരും. നമ്മൾ വിചാരിച്ചു കൊലപാതകത്തെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന്, നമ്മൾ വിചാരിച്ചു പൊളിറ്റിക്കൽ അൺറസ്റ്റിനെ കുറിച്ചാണ് ഈ പറയുന്നതെന്ന്, നമ്മൾ വിചാരിച്ചു സോഷ്യൽ അനാർക്കിയെ കുറിച്ചാണ് ഈ അല്ലല്ല. നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് സാറ്റലൈറ്റിന്റെ ഫിത്നകൾ വരുന്ന കാലമെന്ന് മഹാന്മാരായ ആധുനിക ആലിമ്യങ്ങൾ ഈ ഹദീസിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. വേറെയും അർത്ഥങ്ങൾ ഉണ്ടാകാം, താറുദില്ലാതെ എത്ര അർത്ഥങ്ങൾ കാണും ഹദീസിനും ഖുർആനിനും, പ്രയാസമല്ലല്ലോ. വീടുകളിലേക്ക് കടന്നു വരും ചെറ്റക്കുടലിന്റെ മുമ്പിൽ പോലും ഡിഷാന്റിനകൾ. ഇത് കടന്നു വരാത്ത ഒരു വീടും ലോകത്തില്ലാത്തൊരവസ്ഥ അന്ത്യനാളിന്റെ മുമ്പ് വരാനുണ്ടത്രേ. അതല്ല ഇപ്പൊ വന്നത്. മുസ്ലിമിന്റെ ഇസ്ലാം നഷ്ടപ്പെടുമാർ ബൊംബാർഡ്മെന്റ്, കൾച്ചറൽ ബൊംബാർഡ്മെന്റ്. മുസ്ലിമീങ്ങൾക്ക് ഇതും ചെയ്തുകൂടെ എന്ന് പരസ്യമായി തിന്മകളെ സംബന്ധിച്ച് പറയുന്ന കമന്റുകൾ. മുസ്ലിം എന്തിനാ സെക്യുലർ അല്ലാതെ ജീവിക്കുന്നവന് സെക്യുലറായിക്കൂടെ, മുസ്ലിമിനൊരൽപ്പം ലിബറലായിക്കൂടെ, അല്ലേ? ഇതൊക്കെ മനുഷ്യന്റെ മുമ്പിലേക്ക് അവന്റെ മുമ്പിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുന്ന കാലത്ത് ജീവിക്കുന്ന മുസ്ലിമെ എപ്പോഴും ചൊല്ലിക്കോ, അല്ലാഹുവിനോട് ദുആ ചെയ്തോ, അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തിശ് ശയാത്വീൻ വഅഊദു ബില്ലാഹി അൻ യഹ്ദുറൂൻ. അല്ലാഹുവേ, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരണേ പടച്ചവനെ. നിന്റെ ടിവി സ്ക്രീനിൽ പിശാചുണ്ട്, നിന്റെ മൊബൈലിന്റെ ഉള്ളിൽ കിടക്കുന്ന ചില വീഡിയോ ക്ലിപ്പിന്റെ ഉള്ളിൽ കിടക്കുന്നത് പിശാചാണ്, അല്ലേ? നിന്റെ ചില മെസ്സേജുകളിൽ കിടക്കുന്നത് പിശാചിന്റെ വാക്കുകളാണ്. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും പേര് പറഞ്ഞ് അന്യ പെണ്ണുങ്ങളോടോ അന്യ പെണ്ണുങ്ങൾ പുരുഷന്മാരോടോ കുഴഞ്ഞുള്ള ടെക്സ്റ്റുകളോ മെസ്സേജുകളോ കൈമാറുന്ന ടൈപ്പ് ചെയ്യുന്ന വിരലുകൾ പിശാചിന്റെ സഹായമില്ലാതെ ടൈപ്പ് ചെയ്യാൻ കഴിയില്ല. ഇങ്ങനെ ടൈപ്പ് ചെയ്ത് വെച്ച് നിന്റെ മൊബൈലിൽ മൂടി വെച്ച് നീ പോക്കറ്റിലോ സൈഡിലോ നിന്റെ ഹാൻഡ് ബാഗിലോ പെണ്ണെ വെച്ചുകൊണ്ടിരിക്കുന്ന മൊബൈലിന്റെ ഉള്ളിൽ പിശാചിരിക്കുന്നില്ലേ? അല്ലാഹുമ്മ, പടച്ചവനോട് തൗബ ചെയ്ത് മടങ്ങിക്കോ. അല്ലാഹുമ്മ, പടച്ചവനെ, ഇന്നി അഊദു ബിക, ഞാൻ നിന്നോട് കാവൽ ചോദിക്കുന്നു റബ്ബേ, മിൻ ഹമസാത്തിശ് ശയാത്വീൻ, പിശാചുക്കളെ ഞങ്ങളുടെ മനസ്സുകളെ ആക്രമിക്കുന്നതിൽ നിന്ന് കാവൽ ചോദിക്കുന്നു റബ്ബേ. ഞങ്ങളുടെ മസ്തിഷ്കങ്ങളിൽ പിശാച് തരുന്ന മർമ്മരങ്ങളിൽ നിന്ന്, പിശാചിന്റെ ദുർബോധനങ്ങളിൽ നിന്ന് കാവൽ തരണേ പടച്ചവനെ. വഅഊദു ബില്ലാഹി അൻ യഹ്ദുറൂൻ, പിശാച് വരാതിരിക്കാൻ നീ എന്നെ കാക്കണേ അല്ലാഹ്. ഇത് ദുആ ചെയ്ത് പഠിച്ചോളൂ മുഅ്മിനീങ്ങളെ. ഉസ്താദുമാരോട് ചോദിച്ച് എഴുതിച്ചെടുത്ത് പഠിച്ചോളൂ. എപ്പോഴും ചൊല്ലിക്കോളൂ. ഇത് ചൊല്ലേണ്ട കാലമാണ്. അങ്ങാടിയിലേക്ക് ഇറങ്ങിയാൽ ദിക്ർ ചൊല്ലണ്ടേ? വീട്ടിലേക്ക് കയറുമ്പോൾ ദിക്ർ വേണ്ടേ? ബിസ്മില്ലാഹി വലജിനാ ബിസ്മില്ലാഹി ഖറജിനാ വഅലാ റബ്ബിനാ തവക്കൽനാ. ഇത് ചൊല്ലാതെ വീട്ടിലേക്ക് കടന്നു വരല്ലേ. വീടിന്ന് പുറത്തിറങ്ങുമ്പോൾ ചൊല്ലണം, ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. വീടിന്ന് ഇറങ്ങിപ്പോകുന്ന മക്കളോട് ചൊല്ലാൻ പഠിപ്പിച്ചില്ലേ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. അല്ലാഹുവേ, വീടിന്റെ പടിവാതിൽ ഇറങ്ങി പുറപ്പെടുന്നവനാണ് ഞാൻ. അല്ലാഹുവേ, വീടിന്റെ പടിവാതിൽ ഇറങ്ങി പുറപ്പെടുന്ന കോളേജ് കുമാരിയാണ് പടച്ചവനെ ഞാൻ. എന്നെ കാക്കണേ. അൻ അദില്ല, ഞാൻ വഴിപിഴച്ചു പോകാതെ കാക്കണേ. ഔ ഉദല്ല, അല്ലെങ്കിൽ എന്നെ വഴിപിഴ
അല്ലെങ്കിൽ ഞാൻ ആരെങ്കിലും പഴപ്പിക്കുക, ഇത് വരാതെ കാക്കണേ അല്ലാ. ഔ അസില്ല ഔ ഉസല്ല, എനിക്ക് കാലിടറുകയോ ഞാൻ ആരെങ്കിലും കാലിടർത്തുകയോ ചെയ്യുന്നത്, ഔ അദിൽ ഔ അദുലമ ഔ ഉദുലമ, ഞാൻ ആരെങ്കിലും ആക്രമിക്കുകയോ ഞാൻ ആക്രമിക്കപ്പെടുകയോ ചെയ്യാതെ കാക്കേണമേ. ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ, ഞാൻ വിവരക്കേട് പ്രവർത്തിക്കുകയോ എന്നോട് വിവരക്കേട് ആരെങ്കിലും പ്രവർത്തിക്കുകയോ ചെയ്യുന്നതിൽ നിന്ന് നീ എനിക്ക് കാവൽ തരണേ എന്ന് ചോദിക്കാൻ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, വീടിന്ന് പുറത്തിറങ്ങിയാൽ മക്കളുടെ കോലം എന്താണെന്നറിയോ? കുട്ടികൾ സ്കൂൾക്കാന്ന് പറഞ്ഞു പോവാണ്. എങ്ങോട്ടാണ് ഇവർ പോകുന്നറിയോ? ഇവിടെ സ്കൂളിൽ കൂടെ ഇരിക്കുന്ന കുട്ടി കൊണ്ടുകൊണ്ട് കൊടുക്കുന്ന കാര്യങ്ങൾ എന്താണെന്നറിയോ? കൂടെ വരുന്ന കുട്ടി അവളുടെ ബാഗിലോ ബുക്കിന്റെ ഇടയിലോ കൊണ്ടുവരുന്ന മലീമസമായ കഥകൾ എന്താണെന്ന് നമുക്കറിയാൻ പറ്റുമോ? നമുക്ക് വാച്ച് ചെയ്യാൻ പറ്റുമോ? ഈ കുട്ടി സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എത്തുന്നതിനിടയിൽ സ്കൂളിൽ പോകുന്ന ബസ്സിലോ വാഹനത്തിലോ എന്താണ് കണ്ടുകൊണ്ടിരിക്കുന്നത്? അവന്റെ കൂട്ടുകാർ എന്തൊക്കെയാണ് അവനെ അല്ലെങ്കിൽ അവളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതൊന്നും നമുക്കറിയാൻ പറ്റില്ലല്ലോ. മക്കളോട് ദുആ ചെയ്യാൻ പഠിപ്പിക്കണേ. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക അൻ അദില്ല ഔ ഉദല്ല ഔ അസില്ല ഔ ഉസല്ല ഔ അദ്ലിമ ഔ ഉദ്ലമ ഔ അജ്ഹല ഔ യുജ്ഹല അലയ്യ. ഇതില്ലാതെ കാവൽ കിട്ടുകയില്ല മുഅ്മിനേ. അല്ലാഹുവിന്റെ സഹായമില്ലാതെ രക്ഷപ്പെടാൻ കഴിയാത്ത ലോകമാണ്. മദ്രസകളിൽ 10ഉം 12ഉം ക്ലാസ് വരെ പഠിച്ച പെൺകുട്ടികൾ കണ്ടവന്റെ കൂടെ ജാതിയും മതവും നോക്കാതെ ഓടിപ്പോയ കഥകൾ മുമ്പിലുണ്ടെങ്കിൽ എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ ഇരിക്കാൻ പറ്റുക? എങ്ങനെയാ നമുക്ക് ധൈര്യത്തോടെ അന്തി ഉറങ്ങാൻ പറ്റുന്നത്? എങ്ങനെയാ നമ്മുടെ മക്കൾ പിഴക്കില്ലെന്ന് പറയാ? എത്രയോ നല്ല മക്കൾ വീട്ടിലേക്ക് വരുമ്പോൾ കള്ളുകുടിച്ച് മത്ത് പിടിച്ചു വരുന്നില്ലേ? നമ്മുടെ മക്കൾ മുസ്ലിമീങ്ങളായ ചെറുപ്പക്കാർ അവനെ താരാട്ട് പാടി ചൊല്ലി അവനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലി ഉറങ്ങിയ ഉമ്മയുടെ മുമ്പിലേക്ക് കള്ളുകുടിച്ചാടി വരുന്ന നേരം എൻ്റെ മുസ്ലിമേ, ആ ഉമ്മയുടെ മനസ്സിന്റെ വേദന എവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും? ആ വാപ്പയുടെ വേദന എവിടെ കൊണ്ടുപോയി വെക്കാൻ പറ്റും? എന്തേ? പിശാച് തട്ടിയെടുത്തതാണ്. വഴിയിലേക്ക് ചെന്നപ്പോ പിശാച് തട്ടിയെടുത്തതാ. ചില കൂട്ടുകാരുടെ ഇടയിൽ ചെന്ന് പെട്ടപ്പോ പിശാച് തട്ടിയെടുത്തതാ. ചില ക്ലബിൽ പോയി പെട്ടപ്പോ പിശാച് തട്ടിയെടുത്തതാണ്. ചില ഗ്യാങ്ങിൽ ചെന്ന് പോയി പെട്ടപ്പോ. അതുകൊണ്ട് അല്ലാഹുവിനോട് കാവൽ ചോദിക്കേണ്ട കാലമാണിത്. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്വീൻ, പിശാചുക്കളുടെ ദുർബോധനങ്ങളിൽ നിന്നും, വഅഊദു ബിക അൻ യഹ്ദുറൂൻ, അവരെന്റെ അരികത്ത് വരാതെയും കാക്കണേ അല്ലാഹ്. പിശാചിനെ കാക്കണേ. ഇന്ന് മക്കൾ ചെയ്യുന്നത് പിശാച് വന്ന പിശാച് പോവാതെ ലോക്ക് ചെയ്തിരിക്കുക. വീടിന്റെ ഉള്ളിൽ ലോക്ക് ചെയ്തിട്ട് അതിന്റെ ഉള്ളിൽ ഒരു പിശാചും പുറത്തു പോകണ്ട. ഉമ്മ വന്ന് വാതിക്ക് മോനെ വാതി തുറക്കും, തുറക്കൂല. വാപ്പ ചോദിക്കണ്ട മോനെ സുബഹിസ്കരിക്കണ്ടേ? എന്ത് സുബഹി? ഓൻ കടന്നുറങ്ങിയത് രാവിലെ 4 മണിക്കാ. അതുവരെ തോന്നിവാസം കണ്ട് കടന്നതാണ്. കണ്ടവനോ കണ്ടവൾക്കോ വിളിച്ചുകൊണ്ട് കിടക്കുകയാണ്. അല്ലേ? അവൻ ബിസ്മി ചൊല്ലിയിട്ടുണ്ടോ ഉറങ്ങുമ്പോ? ഉദു എടുത്തിട്ടുണ്ടോ ഉറങ്ങുമ്പോ? വലതു ഭാഗത്തേക്ക് ചെരഞ്ഞു കിടന്നതാണോ അവൻ കാണുന്നത്? ഓരോരുത്തർക്കും റൂം കൊടുത്തിരിക്കല്ലേ? വാപ്പ താഴെ റൂമില്, ഉമ്മ ഇപ്പുറത്ത്, പെങ്ങൾ ഏതോ ഒരു മൂലയില്, മകൻ കിടക്കുന്നത് വടക്കേ മുറിയില്. യാ അല്ലാ, എന്തൊക്കെയാണ് അവിടെ നടക്കുന്നതെന്ന് പോലും അറിയാത്ത രീതിയിൽ വീടിന്റെ സൗകര്യങ്ങൾ തന്നതിൽ അല്ലാഹു മനുഷ്യനെ പരീക്ഷിച്ചിട്ടില്ലേ? മക്കൾ ലോക്ക് ചെയ്ത് കിടക്കുകയാണ്. വാപ്പാക്ക് പോലും ചോദിക്കാൻ വയ്യ. ഒന്ന് ഇറങ്ങിച്ചെന്ന് എന്താണ് മോനെ പണിയെന്ന് ചോദിക്കുക. എന്തേ? മക്കൾ ചെയ്യുന്ന എന്താണെന്നറിയോ? ആ റൂമിൽ വന്ന സർവ്വ പിശാചിനും പോകാൻ ഇടം കൊടുക്കാതെ ജനലും അതിന് അടച്ചുപൂട്ടിയിരിക്കുക. സൗണ്ട് പോലും പുറത്തേക്കണ്ട. പിശാചിനെ ഉള്ളിൽ നിന്ന് വിടാതിരിക്കുന്ന മക്കൾ. യാ അല്ലാ. വാപ്പ കുട്ടിയെ ആഞ്ഞു പിടിച്ചു നെഞ്ചിലേക്ക് ചേർത്ത് പിടിച്ച് ദുആ ചെയ്ത് നെറ്റിയിൽ ഉമ്മ വെച്ചിട്ടില്ല. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ചെയ്തിട്ടുണ്ട്. അല്ലേ? ഫാത്തിമ റളിയല്ലാഹു അൻഹ പറയുമായിരുന്നു, ഞാൻ എപ്പോൾ വന്നാലും എൻ്റെ ഉപ്പയായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എനിക്ക് വേണ്ടി എഴുന്നേറ്റ് നിൽക്കുകയും എൻ്റെ 2 നെറ്റിത്തടങ്ങൾക്കിടയിൽ, എൻ്റെ കണ്ണുകൾക്കിടയിൽ ഹബീബ് ചുംബിക്കാതെ എന്നെ സ്വീകരിച്ചിട്ടില്ല എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. വാപ്പയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഉമ്മയിൽ നിന്ന് സ്നേഹം കിട്ടിയിട്ടുണ്ട്, ഉമ്മയെ സ്നേഹിച്ചിട്ടുണ്ട്. വാപ്പയുടെയും ഉമ്മയുടെയും കൈ പിടിച്ച് മക്കൾ ചുംബിക്കണമെന്ന് പഠിപ്പിച്ച ദീനല്ലേ നമ്മുടെ ദീന്? അല്ലേ? ഉമ്മാക്ക് സലാം പറയുമ്പോ കൈ പിടിച്ച് ചുംബിക്കണം. വാപ്പാക്ക് സലാം പറയുമ്പോ കൈ പിടിച്ച് ചുംബിക്കണം. ആര്? മക്കൾ ഇത് ചെയ്യണമെന്ന് പഠിപ്പിച്ച ദീനാണിത്. മഹത്തുക്കളായ ആളുകളുടെ കൈ പിടിച്ച് ചുംബിക്കണ്ടേ? മഹാനായ ഉമർ അൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൈ പിടിച്ച് മഹാനായ സഅദ് ഇബ്നു അബീ വഖാസ് റളിയല്ലാഹു അൻഹു ആ കൈയിൽ ചുംബിച്ചുകൊണ്ട് കരഞ്ഞിട്ടില്ലേ? അഹ്ലു ബൈത്തിനെ കണ്ടപ്പോ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു എന്ന കൊച്ചു തങ്ങൾ കുട്ടി
നബി തങ്ങൾ വഫാത്താകുമ്പോൾ ഇബ്നു അബ്ബാസ് തങ്ങളുടെ പ്രായം 13 വയസ്സാണെന്ന് ഓർക്കണം. ആ മഹാനായ സ്വഹാബിയെ, മഹാനായ മുആദ് റളിയല്ലാഹു അൻഹു, മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമാ, ഇവരൊക്കെ കാണുമ്പോൾ ആ കൈപിടിച്ച് ചുംബിക്കുകയും ഹാകദാ ഉമിർനാ അൻ നഫ്അല ബി അഹ്ലി ബൈത്തി റസൂലില്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിന്റെ കുടുംബത്തെ കണ്ടാൽ ഇങ്ങനെ ചെയ്യണമെന്ന് ഞങ്ങളോട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് സ്വഹാബികൾ പറഞ്ഞിട്ടില്ലേ? ഈ ചുംബനൊക്കെ നഷ്ടപ്പെടുമ്പോഴാ തെരുവിലെ ഹറാമിന്റെ ചുംബനത്തിലേക്ക് നമ്മുടെ മക്കൾ പോകുന്നത്, അല്ലേ? നബിയേ നബിയേ, അള്ളാഹുവിന്റെ തൃപ്തി, അള്ളാഹു എന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടോ ഇല്ലയോ എന്ന് എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും? ഒന്നുമല്ല, നിന്റെ സ്വന്തം ഉമ്മയും ബാപ്പയും നിന്നോട് പൊരുത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ, നിന്റെ ഉമ്മാക്കും ബാപ്പാക്കും നിന്നോട് പൊരുത്തമാണെങ്കിൽ അള്ളാഹു നിന്നെ സ്നേഹിച്ചു കൊണ്ടിരിക്കുകയാണെന്നാണ് അതിന്റെ അർത്ഥം. എങ്ങനെ? നിന്റെ ഉമ്മയും ബാപ്പയും നിന്നോട് പൊരുത്തത്തിലാണ്, ഉമ്മാക്കും ബാപ്പാക്കും നിന്നോട് പെരുത്തിഷ്ടമാണെങ്കിൽ അവർ ആ കാണിക്കുന്ന സ്നേഹം അള്ളാഹുവിന്റെ അർശിൽ തട്ടി വരുന്ന സ്നേഹമാണ്. മാതാപിതാക്കൾക്ക് ദേഷ്യമാണെങ്കിൽ അത് അള്ളാഹുവിന് നിന്നോട് ദേഷ്യമാണെന്നതിന്റെ അടയാളമാണ്. ആ ഉമ്മയുടെ വാപ്പയുടെ കൈപിടിച്ച് ചുംബിക്കേണ്ടതിന് പകരം അന്യ ആണുങ്ങളുടെയും പെണ്ണുങ്ങളുടെയും കൈപിടിക്കാൻ, അവരുടെ ചുണ്ടുകളിൽ ചുണ്ടുവെക്കാൻ, പരസ്യമായി അള്ളാഹുവിന്റെ നിയമത്തെ ലംഘിക്കാൻ വിവരമില്ലാത്ത മുസ്ലിം പേരുള്ള ആൺകുട്ടികളും പെൺകുട്ടികളും തെരുവിലേക്ക് ഇറങ്ങുമ്പോൾ ദുആ ചെയ്തോളി, അല്ലാഹുവേ ഇന്നാ നഊദു ബിക മിൻ ഹമസാത്തി ശയാത്വീൻ, ഈ പിശാചുക്കൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ദുർവൃത്തികൾ നാളെ നമ്മുടെ വീടിന്റെ ഉള്ളിലേക്ക് കയറി വരികയും നമ്മുടെ സ്വന്തം മക്കൾ കണ്ടവനെ പരസ്യമായി ചുംബിക്കുന്ന അവസ്ഥ വരുന്നതിൽ നിന്ന് അല്ലാഹുവേ, ഇവർ ചെയ്യുന്ന തോന്നിവാസങ്ങൾ ഈ സമൂഹം കണ്ടു പഠിക്കുകയും അങ്ങനെ ഈ സമൂഹത്തിൽ തോന്നിവാസം പ്രചരിക്കുകയും ചെയ്യുന്നതിൽ നിന്ന് ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. വനഊദു ബില്ലാഹി അൻ യഹ്ളുറൂൻ, ഈ പിശാചുക്കളെ ഞങ്ങളുടെ നാട്ടിലേക്ക് വരാതെ കാക്കണേ. അതല്ല പിന്നെ ആ ദുആന്റെ അർത്ഥം? പിശാചുക്കൾ വരാതിരിക്കാനും നീ ഞങ്ങളെ കാക്കണേ, പിശാച് വരാതെ നീ ഞങ്ങളെ കാക്കണേ എന്ന് ദുആ ചെയ്യണം. എൻ്റെ സഹോദരങ്ങളെ, സഹോദരിമാരെ, ഈ കാലഘട്ടത്തിലാണ് അള്ളാഹുവിന്റെ കാവൽ ചോദിക്കേണ്ട കാലമാണിത്. തുഅറദുൽ ഫിതനു, ഫിത്നകൾ നമ്മുടെ ഹൃദയത്തിലേക്ക് എക്സ്പോസ് ചെയ്യപ്പെടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എത്രയോ വർഷങ്ങൾക്ക് മുമ്പാണ് പറഞ്ഞത്, എൻ്റെ ഉമ്മത്ത് നശിച്ചു പോകുന്ന കാലം അവരവരുടെ സംസ്കാരത്തിൽ മാറ്റം വരുത്തുമ്പോഴാണ്. സംസ്കാരം മാറിയാൽ അള്ളാഹു ലോകത്തെ നശിപ്പിക്കും. അതുകൊണ്ടാ കള്ളു കുടിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ വ്യഭിചരിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാ മ്യൂസിക് ഇൻസ്ട്രുമെന്റ്സുകൾ ഉപയോഗിക്കല്ലേ എന്ന് പറഞ്ഞത്, അതുകൊണ്ടാണ് ഡാൻസുകളും കൂത്തുകളും നീ കേൾക്കല്ലേ കാണല്ലേ എന്ന് പറഞ്ഞത്. അള്ളാഹുവിന്റെ ഹബീബ് 15 വസ്തുതകൾ എണ്ണിയിട്ട് ഓരോന്നോരോന്ന് പറഞ്ഞിട്ട് ഇതെങ്ങാനും സംഭവിച്ചാൽ ഫർതഖിബു ഇൻദ ദാലിക സൽസലതൻ വഖസ്ഫൻ വമസ്ഖൻ വഖദ്ഫൻ വആയാതിൻ തതാബഅ കനിളാമിൻ ബാലിൻ ഖുതിഅ സിൽകുഹു ഫതതാബഅ. ഒരു മാലയുടെ ചരട് പോയി ആ മാലയിലെ മുത്തുമണികൾ ഒന്നൊന്നായി വീഴുന്ന പോലെ ഒരു പരീക്ഷണം കഴിഞ്ഞാൽ മറ്റൊരു പരീക്ഷണം, ഒരു ഇറാഖ് കഴിഞ്ഞാൽ ഒരു അഫ്ഗാൻ, ഒരു അഫ്ഗാൻ കഴിഞ്ഞാൽ ഒരു ലിബിയ, അത് കഴിയുമ്പോൾ ഒരു മിസ്ർ, അത് കഴിയുമ്പോൾ ഒരു സിറിയ, ഇങ്ങനെ ഓരോന്നോരോന്നായി മുസ്ലിമീങ്ങൾക്ക് ഫിത്നകൾ ലോകത്ത് വന്നുകൊണ്ടിരിക്കാൻ കാരണം നിങ്ങൾ കള്ളുകുടി തുടങ്ങിയത് കൊണ്ടാണ്. അത്ഭുതമല്ലേ ഈ ഹദീസ്? ഇവിടെ ഭൂകമ്പങ്ങൾ ഉണ്ടാകുന്നത്, പ്രകൃതിയിൽ മാറ്റം വരുന്നത്, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ആഗോള താപനം, ഇത് ഗ്ലോബൽ വാർണിംഗ് ആണ്. അല്ലാഹുവിന്റെ താക്കീതാണ്, അല്ലാഹുവിന്റെ താക്കീതാണ്. വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടലുകൾ കരയിലേക്ക് ഒഴുകുന്ന കാലം, നമ്മുടെ 4 അയലത്ത് നിൽക്കുന്ന കടൽ ജലം അല്ലാഹു 2 മീറ്റർ എങ്ങാനും ഉയർത്തിയാൽ ലോകത്തെ സർവമാന കപ്പൽ തുറമുഖങ്ങളും വെള്ളത്തിന്റെ അടിയിലാണ്. മനുഷ്യനെ തിന്നാൻ പിന്നെ അരി വരൂല. ഫ്ലൈറ്റുകൾക്ക് യാത്ര ചെയ്യാന്നല്ലാതെ മനുഷ്യന് ജീവിക്കാൻ ആവശ്യമായത് ഒന്നുമേ കൊണ്ടുകൊടുക്കാൻ കപ്പലുകൾക്ക് സാധിക്കാതെ വന്നാൽ മനുഷ്യന്മാർ പട്ടിണി കിടന്നു മരിക്കൂലേ? അങ്ങനെ ഒരു ആഗോള താപനം, കടലിന്റെ ഗതിയെ അള്ളാഹു മാറ്റാൻ പോവുകയാണ്. ആ മാറ്റങ്ങൾ ഗ്രീൻലാൻഡിൽ തുടങ്ങിക്കഴിഞ്ഞു, ഡെൻമാർക്കിലെ ഐസുമലകൾ കാണാതെയായി തുടങ്ങി,
ചൈനയുടെ മൂലകളിലുള്ള മലകൾ കാണാതെയായി തുടങ്ങി. ഐസ് മലകൾ ഉരുകി ഉരുകി ജലങ്ങളായി ജലാശയങ്ങളിൽ വന്നു ചേർന്ന് കടലിലേക്ക് ചേർന്നു കഴിഞ്ഞാൽ, സമുദ്രത്തിന്റെ നിരപ്പങ്ങാനും കൂടിയാൽ വഇദൽ ബിഹാറു ഫുജ്ജിറത്, കടൽ ജലം കരയിലേക്ക് ഒഴുകുമ്പോൾ, ഇതൊക്കെ നടത്തുന്നത് ആരാന്നറിയോ? മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ്. മുസ്ലിമിന്റെ സംസ്കാരം മാറുമ്പോഴാണ്. അള്ളാഹുമായി മനസ്സ് കൊടുക്കേണ്ടവനാണ് മുസ്ലിം. അള്ളാഹുവിന്റെ അടിമയാണവൻ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അന ലില്ലാഹി അബ്ദുൻ, ഞാൻ അല്ലാഹുവിന്റെ അടിമയാണ്. വ അന ഇലൈഹി റാജിഊൻ, ഞാൻ അല്ലാഹുവിലേക്ക് തിരിച്ചു പോകുന്ന ആളാണ്. ഈ ബോധം മനസ്സിലുണ്ടായി ജീവിക്കേണ്ട മുസ്ലിം, ഇവിടുത്തെ യൂറോപ്യന്മാരോ പാശ്ചാത്യന്മാരോ അമേരിക്കക്കാരനോ കനേഡിയൻസോ ജീവിക്കുന്ന പോലെ നമ്മുടെ നാട്ടിലെ മക്കളും കള്ളുകുടിയന്മാരും വ്യഭിചാരികളുമായി പോയാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുമായിരുന്നു, നിങ്ങളുടെ മുൻഗാമികൾ കാണാത്ത രോഗങ്ങൾ നിങ്ങൾക്ക് കാണേണ്ടി വരും. നിങ്ങളുടെ മുൻഗാമികൾ കണ്ടിട്ടില്ലാത്ത രോഗങ്ങൾ കൊണ്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കും. എപ്പോഴെന്നറിയുമോ? ഇദാ ഫശാ ഫീകുമുൽ ഖുബുസു, വ്യഭിചാരം നിങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു തുടങ്ങിയാൽ അല്ലാഹു നിങ്ങൾക്ക് മുൻ സമൂഹങ്ങളിൽ ഒന്നും കണ്ടിട്ടില്ലാത്ത വിധം സെക്ഷലി ട്രാൻസ്മിറ്റീവ് ഡിസീസസ് നിങ്ങളുടെ വീടുകളിലേക്ക്, തെരുവുകളിലേക്ക്, ആശുപത്രികളിലേക്ക് മനുഷ്യൻ കണ്ടാൽ ഇറക്കുന്ന രീതിയിലുള്ള രോഗങ്ങൾ അല്ലാഹു നിങ്ങൾക്ക് തരാനുള്ള കാരണം റബ്ബിന്റെ നിയമം നിങ്ങൾ കാറ്റിൽ പറത്തുമ്പോഴാണ്. ഗൗരവത്തിൽ ജീവിക്കേണ്ട കാലം. മുമ്പൊന്നും അത്ര പ്രയാസം ഉണ്ടായിട്ടില്ല മുസ്ലിമീങ്ങൾക്ക് ജീവിക്കാൻ. ഇന്ന് ഭയങ്കര പ്രയാസമാണ്. സൗദി അറേബ്യയിലെ കിങ് അബ്ദുൽ അസീസ് ഫൗണ്ടേഷൻ ഫോർ സയൻസ് ആൻഡ് ടെക്നോളജി, അവര് ഓരോ 3 മിനിറ്റിലും ഓരോ പോൺ സൈറ്റുകൾ, തോന്നിവാസത്തിൻ്റെ വ്യഭിചാരത്തിൻ്റെ സൈറ്റുകൾ പ്രത്യക്ഷപ്പെടുന്നത് കണ്ടെത്തിയിട്ട് പറയാ, ഒരു ദിവസം മിനിമം 100 വ്യഭിചാരത്തിൻ്റെ സൈറ്റുകൾ അവർ ബ്ലോക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്. തിന്മ ഇല്ലാത്തൊരു ലോകം ജീവിക്കാൻ പറ്റും. ഈ തിന്മൻ്റെ ഇടയിൽ നമുക്ക് മുസ്ലിമായിട്ട് ജീവിക്കണം. ഇതാണ് നമ്മളിനി ചെയ്യാൻ പോണത്. ഇതിൻ്റെ ഇടയിൽ നമുക്ക് ജീവിക്കണം മുസ്ലിമായിട്ട്. അള്ളാഹുവിനെ പേടിക്കുന്ന പെൺകുട്ടികളും അള്ളാഹുവിനെ പേടിച്ച് അന്തസ്സിൽ തലമറച്ച് ശരീരം മറച്ച് ശരീരത്തിൻ്റെ വർണ്ണമോ നിറമോ കാണിക്കാതെ, ശരീരത്തിൻ്റെ അവയവത്തിൻ്റെ ചേലുകോലങ്ങൾ കാണിക്കാതെ അച്ചടക്കത്തോടെ വസ്ത്രം ധരിക്കുന്ന പെൺകുട്ടികൾ മുസ്ലിമീങ്ങളിൽ വേണം. മുസ്ലിം പെൺകുട്ടികൾ അങ്ങനെയാവണം. മുസ്ലിം ചെറുപ്പക്കാർ കണ്ടാൽ ഒരു മുസ്ലിമാണെന്ന് തോന്നണം, ഹിപ്പിയാന്ന് തോന്നരുത്. കണ്ടാൽ നല്ല അന്തസ്സുള്ള മുസ്ലിമായിട്ട് ജീവിക്കുന്ന ചെറുപ്പക്കാർ വേണം. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുമ്പിലേക്ക് ഒരു സഹാബി ഇങ്ങനെ വരുന്നു. സഹാബിയുടെ നെറ്റിയിൽ നിന്ന് ഇങ്ങനെ ചോര ഒലിക്കുന്നുണ്ട്. നെറ്റി പൊളിഞ്ഞിട്ടേ ചോര വരുന്നുണ്ട്. തങ്ങൾ ചോദിച്ചു, മാ ഹാദാ, എന്ത് പറ്റി? ഒന്നുമില്ല നബി, എൻ്റെ കഥ പറയണ്ട. ഞാൻ മുസ്ലിമാകുന്നതിന് മുമ്പ് ഒരു പെണ്ണിനേറ്റ് ലോഹ്യത്തിലായിരുന്നു. ഇസ്ലാമിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഞാനിപ്പോൾ മുസ്ലിമായി. ഞാൻ ഇപ്പോൾ അവളോട് ഒരു കോണ്ടാക്റ്റും ഇല്ല. പക്ഷേ നബിയെ, ഞാനിങ്ങനെ വരുന്ന വരവിലെ അവളെൻ്റെ എതിരിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട്. ഞാൻ സലാം പറഞ്ഞിട്ടില്ലേ? അന്യ പെണ്ണുങ്ങളോട് സലാം പറയൽ ഹറാമ. പൊന്നു സഹോദരന്മാരെ, അമ്മായിൻ്റെ മക്കളാ മുത്തമ്മാൻ്റെ മക്കളാന്ന് പറഞ്ഞ് സലാം പറയാൻ നിൽക്കണ്ടേ? അതുപോലെ ഹറാമാണെങ്കിൽ പിന്നെ നിങ്ങളെ ബാക്കി വർത്താനങ്ങളൊക്കെ എന്താ നിങ്ങൾ മനസ്സിലാക്കിക്കോളൂ. അവളിങ്ങനെ പോയി, ഞാനൊന്നും മിണ്ടിയില്ല. അവളിങ്ങനെ പോയപ്പോൾ ഞാനിങ്ങനെ നോക്കി, അന്നൂറിയില്ല ജുസിഹ, അവളുടെ ബാക്ക് ഇങ്ങനെ നോക്കി, ഇങ്ങനെ അങ്ങനെ നടന്നോളൂ. അങ്ങോട്ട് നടക്കുന്നു. നടന്നൊരു ചുമരുമ പോയി മുട്ടിയപ്പോഴാണ് ഞാൻ അറിയണത്. അങ്ങനെ പറ്റിയ ചോരയാ നബിയെ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കെന്താണെന്നറിയോ? ഇദാ അറാദല്ലാഹു ബിഅബ്ദിൻ ഖൈറൻ അജ്ജല ഉഖൂബതഹു ഫിദ്ദുനിയാ. അല്ലാഹു ഒരു മനുഷ്യന് ഖൈർ ചെയ്യാൻ ഉദ്ദേശിച്ചാൽ അതിൻ്റെ ശിക്ഷ അല്ലാഹു ഇവിടെ തന്നെ കൊടുക്കും. ഇവിടെ തന്നെ കൊടുക്കും. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയോ? ആ നോക്കിയതൊരു കുറ്റമായിരുന്നു. സ്വഹാബികൾ മഅസൂമികളായിട്ടല്ല, സ്വഹാബികൾ മഅസൂമുകളല്ല. പക്ഷേ അവർ തെറ്റുപറ്റിയാൽ തൗബ ചെയ്ത് മടങ്ങും. തെറ്റുപറ്റൂല എന്നല്ല, സ്വഹാബത്തിന് തെറ്റുപറ്റാം. പക്ഷേ അവർ തൗബ ചെയ്ത് മടങ്ങുന്നവരാണ്. അല്ലാഹുവിലേക്ക് തിരിച്ചു നടക്കുന്നവരാണവർ. നമ്മളെപ്പോലെയല്ല, സാരല്ല, അങ്ങനെയല്ല. ആ നോക്കിയതുപോലും തെറ്റായിരുന്നു. മദീനയിലെ തെരുവുകളിലൂടെ ഹജ്ജിനോ ഉംറക്കോ പോകുമ്പോൾ കണ്ണുകൾ അയച്ചുവിടുന്ന മുസ്ലിമേ, നിന്റെ ഉംറയുടെ കൂലി എത്രയാ ഉണ്ടാവുക? അല്ലേ? തവാഫ് നടന്നുകൊണ്ടിരിക്കുന്ന നേരത്ത് അന്യനാട്ടിൽ നിന്ന് വന്ന പെണ്ണുങ്ങളുടെ മുഖത്തേക്ക് നോക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ തവാഫിന്റെ കൂലി എവിടെ? കാബയുടെ മുമ്പിൽ ചെന്നിട്ട്
അള്ളാഹുവിന്റെ യദാണ്, അള്ളാഹുവിന്റെ കരമെന്ന പോലെ മനസ്സിലാക്കണം. ഹജറുൽ അസ്വദ് എന്ന് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി തങ്ങൾ. അള്ളാഹിന്റെ കൈയായിട്ടല്ല, പക്ഷേ അത് റബ്ബിന്റെ വലിയൊരു നിഅമത്തും അള്ളാഹുവിന്റെ വലിയൊരു സൃഷ്ടിയുമല്ലേ, സ്വർഗത്തിലെ കല്ലല്ലേ. ആ കല്ല് നിൽക്കുന്ന മതാഫിൽ നിന്നിട്ട് നിന്റെ മൊബൈൽ ഫോൺ ഉപയോഗിച്ചുകൊണ്ട് സ്കൈപ്പിലൂടെ തവാഫ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ ചെയ്ത ഉംറയുടെ പൈസ നീ വേസ്റ്റ് ആക്കി കളഞ്ഞില്ലേ? എന്താണതൊക്കെ? അള്ളാഹിന്റെ ഹറമിന്റെ ഉള്ളിൽ നിന്ന് വിളിക്കുകയാണ് കാസർകോട്ടേക്ക്, ഞാനിപ്പോ തവാഫ് കഴിഞ്ഞിട്ടോ സായിജി, അള്ളാഹിന്റെ പള്ളിന്റെ ഉള്ളിൽ നിന്നാണ് നീ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് അല്ലേ? അവിടെ നിന്നാണ് നീ പിക്ചർ ഉപയോഗിക്കുന്നത്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ റൗള ഷരീഫിലൂടെ അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ് എന്ന് ഭവ്യതയോടുകൂടെ സലാം പറഞ്ഞ് ഹബീബിലേക്ക് തിരിഞ്ഞ് അവിടുത്തെ സ്വാഹിബൈനിക്ക് സിദ്ദീഖ് എന്നവർക്കും ഉമർ തങ്ങൾക്കും സലാം പറഞ്ഞ് പോരേണ്ട നേരത്ത് അഷ്റഫുൽ ഖൽക്കിന്റെ മുഖത്തേക്ക് ക്യാമറ വെച്ച് ഫ്ലാഷ് ചെയ്യുന്ന ചെറുപ്പക്കാരാ, നീ എന്ത് സിയാറത്താ ചെയ്തത്? എന്ത് ഉംറയാണ് നിന്റെ ഉംറ? റസൂലുള്ളാഹിന്റെ പള്ളിയിൽ നീ സംസാരിച്ചില്ലേ? ലാ തർഫഉ അസ്വാതകും ഫൗക സൗത്തിൻ നബി. പുണ്യ റസൂൽ കടന്നുറങ്ങുന്ന റൗളയുണ്ടവിടെ, ഹബീബ് അവിടെ സംസാരിക്കുന്നില്ല. എൻ്റെ ഹബീബിന്റെ സംസാരത്തെക്കാൾ നിങ്ങളുടെ ശബ്ദം ഉയർന്നാൽ അൻതഹബത അമാലുകും വഅൻതും ലാ തശ്ഉറൂൻ, നിങ്ങൾ അറിയാത്ത വിധം നിങ്ങൾ ചെയ്ത സർവ്വ അമലും പൊളിഞ്ഞു പോകും. റസൂലുള്ളാഹിന്റെ റൗളയിൽ ചെന്ന് ഫോട്ടോ എടുത്താൽ നിന്റെ അമലുകൾ പൊളിഞ്ഞു പോകും. മുഅ്മിനേ, മനസ്സിലാക്കണം. അള്ളാഹുവിന്റെ റസൂലിന്റെ പള്ളിയിൽ ഖുതുബക്ക് കാത്തിരിക്കുന്ന നേരത്ത് നാട്ടുകാർക്കോ വിശേഷപ്പെട്ടവർക്കോ നീ ഫോൺ ചെയ്യുകയോ, ഫോൺ അള്ളാഹുവിന്റെ പള്ളിയിൽ നിന്ന് ഹറമിൽ നിന്ന് അറ്റൻഡ് ചെയ്യുകയോ ചെയ്താൽ പോയില്ലേ നിന്റെ കൂലികൾ? എന്താണിതൊക്കെ? ആ ലോകത്താണ് പിന്നെ കണ്ണിനെ അഴിച്ചുവിടുന്നത്. ഹറമിന്റെ മുറ്റത്ത് പെണ്ണുങ്ങളായേക്കാം, അന്യ നാട്ടുകാരുണ്ടാകില്ലേ, കണ്ണിനെ സൂക്ഷിക്കാൻ പറ്റാറുണ്ടോ? ഉസ്മാൻ തങ്ങളാണ് ഏതോ ഒരു പെണ്ണിന്റെ കാലിലെ പാദസരം കണ്ടുവന്ന സ്വഹാബിയോട്, കണ്ണിൽ വ്യഭിചാരം കൊണ്ട് ഇങ്ങനെ കയറി വരികയാണോ അല്ലാഹുവിന്റെ റസൂലിന്റെ പള്ളിയിലേക്ക്? ചിന്തിപ്പിക്കണ്ടേ മുഅ്മിനെ? ആലോചിക്കേണ്ടേ മുഅ്മിനെ? ഖുല്ലിൽ മുഅ്മിനീന യഗുള്ളൂ മിൻ അബ്സാരിഹിം വയഹ്ഫദൂ ഫുറൂജഹും ദാലിക അസ്കാ ലഹും. നബിയെ പറഞ്ഞു കൊടുക്കണം. കുല്ലിൽ മുഅ്മിനീന, ഈമാനുള്ള പുരുഷന്മാരോട് പറയണം. ആരായി പുരുഷൻ എന്ന് പറഞ്ഞെന്നറിയോ? സ്കൂളിലെ 10ാം ക്ലാസ്സിൽ പോകുന്ന കുട്ടി മുതൽ ഇന്നത് മനസ്സിലാക്കണം. താടി മീശി വന്നോരെന്ന് മാത്രല്ല, വലത് കൈ ഇടത് കൈയിൽ നിന്ന് വ്യത്യസ്തമാകുന്നുണ്ടോ? യുമയ്യിസുൽ യമീന മിനൽ യസാർ, ഇടതേതാണ് വലതേതാണെന്ന് തിരിയാൻ തുടങ്ങിയാൽ ആ മക്കളോട് നിസ്കരിക്കാൻ പറയണമെന്ന് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. ശറഅ് കാണുന്നത് നിനക്ക് അത്യാവശ്യം കാര്യങ്ങളൊക്കെ തിരിയാനായിട്ടുണ്ടോ, നീ പുരുഷനായിട്ട് തന്നെ കണക്കാക്കപ്പെടണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പരിശുദ്ധമായ സൂറത്തുൻ നൂറിലൂടെ മനോഹരമായ ഒരു ആയത്ത് പറഞ്ഞു തന്നിട്ടില്ലേ? നിങ്ങളുടെ ഔറത്തുകൾ, നിങ്ങളുടെ ഭംഗിയോ നിങ്ങളുടെ അലങ്കാരങ്ങളോ പെണ്ണുങ്ങളെ അന്യർക്ക് കാണിച്ചു കൊടുക്കരുത് അല്ലേ? പിന്നെ ജോലി ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ശരീരത്തിന് വെളിവാകുന്ന കൈയിന്റെ സാക്ക് വരെ, കാലിന്റെ സാക്ക് വരെ, അല്ലെങ്കിൽ തലമുടി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ അനുവാദമുള്ളവർ നിങ്ങളുടെ വാപ്പമാർ, നിങ്ങളുടെ ഭർത്താവ്, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ പെങ്ങള് അല്ലെ, നിങ്ങളുടെ ജ്യേഷ്ഠത്തി, നിങ്ങളുടെ അനിയത്തി എന്നൊക്കെ പറഞ്ഞ് അവിത്തിഫിലില്ലദീന ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ. അല്ലാഹു തആല ഉപയോഗിക്കുന്ന വാക്കുകളുടെ കണിശത ഒന്ന് നോക്കണം. ആർക്കേ കാണിച്ചു കൊടുക്കാൻ പറ്റൂ? അവിത്തുഫിലി, ഒരു കുട്ടിന്റെ മുമ്പിൽ തലമറക്കാതെ ഒരു പെണ്ണിന് നിൽക്കാൻ പറ്റും. എങ്ങനത്തെ കുട്ടിന്നറിയോ? ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, പെണ്ണുങ്ങളുടെ ഔറത്തുകൾ കണ്ടിട്ടില്ലാത്ത കുട്ടി. കുട്ടികളുടെ മുമ്പിൽ പോയിട്ട് പോലും നിങ്ങളുടെ ശരീരം മറക്കണേ എന്ന് അല്ലാഹു പറയുകയല്ലേ പെണ്ണേ നിന്നോട്? എല്ലാ കുട്ടികളും എന്ന് അല്ലാഹു പറഞ്ഞിരുന്നുവെങ്കിൽ 21ാം നൂറ്റാണ്ടിലെ കുട്ടി പിന്നെ വലിയ ഉമ്മയെ കയറിയേനെ. അതുകൊണ്ടാണ് ലം യദ്ഹറു അലാ ഔറാത്തിൻ നിസാ, മശ്റൂതായ ജുംലയാണ്, കണ്ടീഷണൽ ക്ലോസ്. എന്താണെന്നറിയോ? ഔറത്തൊന്നും തിരിയാത്ത കുട്ടി, ആ കുട്ടിന്റെ മുമ്പിലായിക്കോട്ടെ. മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുന്ന സ്വകാര്യതകൾ തിരിച്ചറിഞ്ഞ കുട്ടികളെ നിങ്ങൾ വലിയവരെ പോലെ കാണണം എന്ന് പറഞ്ഞ ശരീഅത്തിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ സൂക്ഷിക്കുന്നുണ്ടോ? കാതുകൾ സൂക്ഷിക്കുന്നുണ്ടോ? മനസ്സുകൾ സൂക്ഷിക്കുന്നുണ്ടോ? ഖുല്ലിൽ മുഅ്മിനീന, നബിയെ നിങ്ങൾ പറയണം. നിങ്ങൾ പറഞ്ഞാൽ യഗുള്ളൂ, അവരനുസരിക്കുക തന്നെ ചെയ്യും. യഗുള്ളൂന എന്നല്ല,
ഖുൽ യഗുല്ലൂ, ഖുൽ യഗുല്ലൂ, അങ്ങയോടുള്ള ആജ്ഞയാണ്, അതിന്റെ ജവാബാണ് നബിയേ. യഗുല്ലൂ, അവർ അങ്ങ് പറഞ്ഞതനുസരിക്കുന്നവരാണ്, കണ്ണു ചിമ്മും. ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു ജനാസ സംസ്കരിക്കാൻ വേണ്ടി പോയപ്പോ അവിടുത്തെ സ്വഹാബിൽപ്പെട്ട ഒരാള് അവിടെയുള്ള വീടിന്റെ ഉള്ളിലേക്ക് കണ്ണയക്കുകയും വീടിന്റെ അടുക്കളയിൽ ഒരു പെണ്ണിനെ നോക്കുന്നത് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിനെ കണ്ടപ്പോ ലബിം ഫഖഅത് ഐനുക ലകാന ഖൈറൻ ലക, നിന്റെ കണ്ണ് കുത്തി പൊട്ടിക്കുകയാണെങ്കിൽ അതായിരുന്നു മോനെ നിനക്ക് ഈ ജുമഈ ജനാസ സംസ്കരിക്കാൻ വന്നതിനേക്കാളും ഖൈർ. നീ അന്യ പെണ്ണിനെ നോക്കുകയല്ലേ. ജനാസക്ക് പോകുമ്പോ ഇത് ഉറൂസിന് വരുമ്പോഴും ബാധകമാണ് സഹോദര, കല്യാണത്തിന് വരുമ്പോഴും ബാധകമാണ്, വഅദിന് വരുമ്പോഴും ബാധകമാണ്. കല്യാണത്തിനോ സദ്യക്കോ കൂടുമ്പോൾ നിനക്ക് കാണാൻ പാടില്ലാത്തവരോട് പാടില്ല. അള്ളാന്റെ നിയമം അതാണ്. നീ അബ്ദാണോ അള്ളാഹ് കടിമയാണോ എന്നാണ് വിഷയം. അള്ളാഹ് പറഞ്ഞത് റബ്ബിന്റെ നിയമം ഇതാ, അതനുസരിക്കാൻ നീ ഒരുക്കമാണോ? വഖുല്ലിൽ മുഅ്മിനാതി യഗ്ളുദ്ന മിൻ അബ്സാരിഹിന്ന, നബിയെ പെണ്ണുങ്ങളോടും പറയണം അവർ കണ്ണുകൾ ചിമ്മണമെന്ന്. അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു അഷ്റഫുൽ ഖൽഖിന്റെ റൂമിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ റൂമിലേക്ക് കടന്നു വരികയാണ്. കടന്നു വന്നപ്പോ പെണ്ണുങ്ങൾ അവിടെ ഇരിക്കുന്നുണ്ട്. കണ്ണ് കാണാത്ത സ്വഹാബിയാണ് അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. സുബ്ഹിക്ക് രണ്ടാമത്തെ വാങ്ക് കൊടുത്തിരുന്ന അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം തങ്ങൾ റമളാനില്. അപ്പോൾ ആ നേരത്ത് സുബ്ഹിന്റെ സമയമായാൽ വാങ്ക് വിളിക്കുമായിരുന്ന കണ്ണു കാണാത്ത സ്വഹാബിയായിരുന്നു അബ്ദുല്ലാഹി ഇബ്നു ഉമ്മ മക്തൂം റളിയല്ലാഹു അൻഹു. ആ സ്വഹാബിയെ വീട്ടിലേക്ക് വന്നത്, തങ്ങളുടെ ഭാര്യമാരിൽ രണ്ടുപേർ വീട്ടിലിരിക്കുന്നുണ്ട്, തങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കാൻ. തങ്ങൾ പറഞ്ഞു ഇഹ്തജിബാ, നിങ്ങൾ രണ്ടുപേരും പോയിട്ട് മറയിൽ പോയിരിക്കിൻ. അവര് പറഞ്ഞു നബിയേ കണ്ണ് കാണാത്ത മനുഷ്യനല്ലേ നബിയേ, അയാൾക്ക് ഞങ്ങളെ കാണില്ലല്ലോ. സ്വാഭാവികമായ മറുപടി, കണ്ണാണല്ലോ നബിയെ, ഞങ്ങളിപ്പോൾ എന്തിനാ പോയി മറയിരിക്കണത്? ലോകത്തിന്റെ ഗുരു അവിടുത്തെ പെണ്ണുങ്ങളോട് പഠിപ്പിക്കുന്ന നബിതങ്ങളുടെ വാചകം, നബിതങ്ങൾ കൊടുത്ത മറുപടി അഫ അംയാവാനി അൻതുമാ, നിങ്ങൾ രണ്ടുപേരും കണ്ണുപൊട്ടന്മാരാണോ? അല്ല എന്നാ പോയിക്കോ ഉള്ളു പോ. എന്താ അതിൻ്റെ അർത്ഥം? പറത്തിട്ടിട്ട് ആണുങ്ങളൊക്കെ ശരിക്കും സ്കാൻ ചെയ്ത് നോക്കാൻ പറ്റും, പെണ്ണിന് ആണുങ്ങൾക്ക് അങ്ങോട്ട് കാണാൻ, അല്ല നീ ഇങ്ങോട്ടും നോക്കാൻ പാടില്ല. ഇതാണ് അള്ളാന്റെ നിയമം. പെണ്ണെ നിങ്ങൾ രണ്ടുപേരും കണ്ണ് കാണാത്തവരാണോ? അല്ലല്ലോ, നിങ്ങൾ കണ്ണ് കാണില്ലേ, ഇതൊരു പുരുഷനല്ലേ, പൊയ്ക്കോ. ശരീഅത്തിന്റെ നിയമം ഇതാണ്. മുഅ്മിനെ, എൻ്റെ പേടി കുറച്ചു കാലം കഴിഞ്ഞാൽ ഈ ഹദീസൊക്കെ പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെയൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുന്ന കാലം വരും. ഇവരോടൊന്നും കാണാൻ പറ്റൂലേ എന്നൊന്നും ഞാൻ കേട്ടിട്ടില്ലല്ലോ. അത് ആദ്യം കേട്ടോ, ആദ്യമായി കേട്ടുവെച്ചോ, മറക്കണ്ട. ആർക്കാരൊക്കെ കാണാൻ പറ്റും, കാണാൻ പറ്റില്ല, എന്താണ് പെണ്ണിന്റെ ഔറത്ത്, എന്ത് ഔറത്തല്ല, എന്തൊക്കെ ആരുടെ മുമ്പിൽ എങ്ങനെയൊക്കെ പെണ്ണിന് പ്രത്യക്ഷപ്പെടാം എന്നൊക്കെ പരിശുദ്ധമായ സൂറത്തുൻ നൂറിൽ വ്യക്തമായി അള്ളാഹു പഠിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ആണിനോടും പെണ്ണിനോടും ചാരിത്രശുദ്ധി സൂക്ഷിക്കാൻ പറഞ്ഞിരിക്കുന്നു പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ മാതൃകകളാണ് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹാ. ഹബീബായ തങ്ങളോടുകൂടെ യുദ്ധത്തിന് പോയപ്പോ അവിടുത്തെ പരിശുദ്ധമായ മാല നഷ്ടപ്പെട്ടു പോയപ്പോ, അത് ഹബീബായ തങ്ങൾ കൊടുത്ത സമ്മാനമാണ്. ഹബീബായ തങ്ങൾ കൊടുത്ത മാല നഷ്ടപ്പെട്ടു പോയപ്പോ തെരഞ്ഞന്വേഷിച്ചു പോയ ആയിഷത്ത് റളിയല്ലാഹു അൻഹാ മാല തെരഞ്ഞു വന്നപ്പോഴേക്കും ഒട്ടകക്കട്ടിൽ മേലെ ഒട്ടകത്തിന്റെ മുകളിൽ വെച്ചിട്ട് സ്വഹാബിമാരും നബിതങ്ങളും യാത്രയായി. നബിതങ്ങളുടെ കൂടെ പോയതാ തങ്ങൾ ഒട്ടകപ്പുറത്ത്, ആയിഷബി മറ്റൊരൊട്ടകപ്പുറത്ത്. ഒട്ടകക്കട്ടിലിന്റെ ഉള്ളിൽ ആയിഷബി ഉണ്ടാകുമെന്ന് വിചാരിച്ച് ഒട്ടകത്തിന്റെ ഇൻചാർജുള്ള സ്വഹാബി ഒട്ടകക്കട്ടിൽ അങ്ങനെ ഫിറ്റ് ചെയ്തു. കാരണം അതിന്റെ ഉള്ളിൽ ബീവി ഇരുന്നാലും ഇല്ലെങ്കിലും വെയിറ്റ് അറിയാറില്ല, അവരെന്ന് ഭാരം കുറവാണ്. സൂറത്തുൻ നൂറിലുള്ള സംഭവമല്ലേ, 11ഓളം ആയത്തുകൾ, അള്ളാഹുവിന്റെ പരിശുദ്ധങ്ങളായ 11 ആയത്തുകൾ സൂറത്തുൻ നൂറിൽ അവതരിക്കാൻ കാരണമായ സംഭവം. ആയിഷ റളിയല്ലാഹു അൻഹ പറയുന്നു, ഞാൻ ആ മരുഭൂമിയിൽ ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരുന്നു, എങ്ങനെ മദീനത്തേക്ക് പോകും, ആരെന്നെ കൊണ്ടുപോകും? അവരങ്ങ് പറഞ്ഞു, ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നിഅമൽ മൗലാ വ നിഅമൻ നസീർ. ഹസ്ബി അല്ലാഹ്, പടച്ചവനെ നീ മതി റബ്ബേ, നിന്റെ സഹായം മതി റബ്ബേ, എനിക്ക് ഞാൻ നിന്നെ ഏൽപ്പിക്കട്ടെ പടച്ചവനെ എന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ മഹാനായ സഫ്വാൻ ഇബ്നുൽ മുഅത്തിൽ റളിയല്ലാഹു അൻഹു വഴിക്ക് ഇങ്ങനെ വരുന്നുണ്ട്. ഒരു പെണ്ണിരിക്കുന്നു, ഒരു പുരുഷൻ വരുന്നു മരുഭൂമിയുടെ മധ്യത്തിൽ.
ഇത് ഇന്നത്തെ 21-ാം നൂറ്റാണ്ടിൽ ഒരു പെണ്ണിനെ ഒരു പുരുഷൻ കണ്ടുമുട്ടിയാൽ എന്തായിരിക്കും കഥ? ആയിഷ ബീബി റളിയല്ലാഹു അൻഹ ചെറുപ്പക്കാരിയാണ്. തങ്ങൾ വഫാത്താകുമ്പോൾ വയസ്സ് 18. തങ്ങൾ വഫാത്താകുമ്പോൾ ആയിഷ ബീവിയുടെ വയസ്സ് 18. ഉമ്മുൽ മുഅ്മിനീൻ റളിയല്ലാഹു അൻഹാ സഫ്വാൻ ഇബ്നു മുഅത്തിൽ എന്നവർ ശരീരം മറച്ച് ഹിജാബിലിരിക്കുന്ന ആയിഷ ബീവിയെ കണ്ടപ്പോൾ പറഞ്ഞു പോയി, ഫസ്തർജഅ, ഒറ്റ വാക്ക്, അസ്സലാമു അലൈക്കും എന്നല്ല പറയുന്നത്, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പഠിച്ചോനെ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഭാര്യ ഉമ്മുൽ മുഅ്മിനീൻ മരുഭൂമിയിൽ ഒറ്റക്കായി പോയല്ലോ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഇസ്തർജഅ, അപ്പോഴാണ് ഒരു മയക്കത്തിലായിരുന്ന ബീവി പെട്ടെന്ന് എഴുന്നേൽക്കുന്നത്. സഫ്വാൻ എന്നവർ ഒട്ടകം താഴ്ത്തിക്കൊടുത്തു. അവിടെ സലാം പറഞ്ഞിട്ടില്ല ആയിഷ ബീവിയോട്. അന്യ പെണ്ണല്ലേ. ആയിഷ ബീവിയോട് എന്താ ബീവി പറ്റിയതെന്ന് ചോദിച്ചിട്ടില്ല, കഥ ചോദിച്ചിട്ടില്ല. പെണ്ണിനോട് മുസ്ലിമേ നീ കഥ ചോദിക്കാൻ പോണ്ട, ചോദിച്ചിട്ടില്ല. സഫ്വാൻ എന്നവർ ആയിഷ ബീവിയോട് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഒട്ടകത്തെ താഴ്ത്തിക്കൊടുത്തു. ആ ഒട്ടകപ്പുറത്ത് കയറിയിരുന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹാ. അങ്ങനെ മദീനത്തേക്ക് ഒട്ടകത്തെ തെളിച്ചു വരുന്ന സഫ്വാൻ റളിയല്ലാഹു അൻഹു, ഒട്ടകത്തിന്റെ മേലെ ഇരിക്കുന്നത് ഉമ്മുൽ മുഅ്മിനീൻ ആയിഷ റളിയല്ലാഹു അൻഹാ. അത് കണ്ടിട്ട് ബീവിയെ പറ്റി നുണ പറഞ്ഞുണ്ടാക്കിയ ആളുകളാണ് മദീനയിലുണ്ടായിരുന്ന അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലിന്റെ നേതൃത്വത്തിലുള്ള കപടവിശ്വാസികൾ, മുനാഫിക്കീങ്ങളായ ആളുകൾ. ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക. ആയിഷ ബീവിയാണ് ഇവിടെ മാതൃക. ചോദിച്ചിട്ടില്ല ആയിഷ ബീവിയോട്. ആയിഷ ബീവി അങ്ങോട്ടും ചോദിച്ചിട്ടില്ല, സഫ്വാൻ നിങ്ങൾ എവിടെന്നാ വരുന്നത് എന്ന്. ഹദീസിൽ കാണാൻ പറ്റും ആയിഷ ബീവി ഹിജാബിന്റെ മുമ്പ് പരിചയമുണ്ട് സഫ്വാൻ എന്നവർക്ക്. അങ്ങനെ അറിഞ്ഞതാണ് ബീവിയെ കണ്ടപ്പോ. സംസാരിച്ചിട്ടില്ല, വർത്തമാനം പറഞ്ഞിട്ടില്ല. പിന്നെ എങ്ങനെയാണ് ചെറുപ്പക്കാരാ നിന്റെ കോളേജിലോ കോളേജിന്റെ ക്യാമ്പസുകളിലോ നിന്റെ ക്ലാസ്സിലോ നിന്റെ താഴെയോ മേലെയോ ഉള്ള ഒരു പെൺകുട്ടിയോട് നീ എങ്ങനെ സംസാരിക്കും? പെണ്ണെങ്ങനെ ആൺകുട്ടിയോട് സംസാരിക്കും? നിനക്ക് അല്ലാഹു കല്യാണം കഴിച്ചു തരുന്നവരെ, വിവാഹത്തിലൂടെ ഹലാലിലൂടെ ഒരു പുരുഷനെ സ്വീകരിക്കുന്നത് വരെ പെണ്ണെ നീ കാത്തിരിക്കണ്ടേ? ചെറുപ്പക്കാരാ, നിക്കാഹ് ചെയ്ത് അള്ളാഹുവിനെ മുൻനിർത്തി ഒരു പെണ്ണിനെ നിന്റെ ജീവിതത്തിലേക്ക് ക്ഷണിക്കുന്നത് വരെ നിനക്ക് കാത്തിരുന്നുകൂടെ? വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ ഹത്താ യുഗ്നിയഹുമുല്ലാഹു മിൻ ഫദ്ലി. വൽയസ്തഅഫിഫില്ലദീന ലാ യജിദൂന നികാഹൻ, വിവാഹം ചെയ്യാൻ സൗകര്യപ്പെടാത്ത ആളുകളൊക്കെയും അള്ളാഹുവിനെ സൂക്ഷിക്കണേ, തടി സൂക്ഷിക്കണമേ. എന്താ ശരീരം എന്ന് പറഞ്ഞാൽ നിന്റെ നാഭത്തിൽപ്പെട്ടതാണ്. നീ മെസ്സേജുകൾ ടൈപ്പ് ചെയ്യുന്ന നിന്റെ ഫിംഗർ നിന്റെ ശരീരത്തിന്റെ ഭാഗമല്ലേ? നിന്റെ മൈൻഡിൽ വന്നുകൊണ്ടിരിക്കുന്ന ഐഡിയകൾ നീ വചനങ്ങളായി, വാക്കുകളായി ടൈപ്പ് ചെയ്ത് മെസ്സേജുകളായി കൊണ്ടുവിടുന്നത്, ശബ്ദമായി നീ വാട്സപ്പിലൂടെ കൊടുക്കുന്ന വീഡിയോ, ഓഡിയോ ക്ലിപ്പുകളൊക്കെ ഹറാമല്ലേ? ഇതൊക്കെ മുസ്ലിമിന് പാടുള്ളതാണോ? മുസ്ലിമിന് പറ്റുമോ? മുസ്ലിമിന്റെ സുഹൃത്താരാൻ, മുഅ്മിനിന്റെ സുഹൃത്താരാൻ. അലി റളിയല്ലാഹു അൻഹു പറയുമായിരുന്നു, മുസ്ലിമീങ്ങൾക്ക്, മുസ്ലിം പുരുഷന്മാർക്ക് മുസ്ലിമീങ്ങളായ അള്ളാഹുവിനെ പേടിക്കുന്ന ആളുകൾ സുഹൃത്തുക്കളായിട്ട് വേണം. മുസ്ലിമത്തുകളായ പെൺകുട്ടികൾക്ക് അള്ളാഹുവിനെ പേടിക്കുന്ന മുസ്ലിമത്തുകളായ പെണ്ണുങ്ങൾ കൂട്ടുകാരികൾ വേണം എന്നല്ലാതെ ബോയ്സ് ഗേൾസിന്റെ കൂടെ, ഗേൾസ് ബോയ്സിന്റെ കൂടെ അല്ല. ഇതല്ല വേണ്ടത്. 10ാം ക്ലാസ് പഠിക്കുന്ന പെൺകുട്ടികളിൽ 50ഓളം പെൺകുട്ടികളെ ഇരുത്തിയിട്ട് കൗൺസിലിംഗ് ചെയ്യുമ്പോൾ ഒരു ബോയ് ഫ്രണ്ട് ഇല്ലാത്ത പെൺകുട്ടി 350. ചെറുപ്പക്കാരോട്, കുട്ടികളോട് 10ാം ക്ലാസ്സിലെത്തിയിട്ടുള്ളൂ, +2 പോലുമല്ല, പിന്നെയല്ലേ കോളേജും ഡിഗ്രിയൊക്കെ. ചെറുപ്പക്കാരും ഇതുപോലെ ഒരു മാനക്കേടാണ് പോലും. എനിക്കൊരാളില്ല, എന്നൊരു പാർട്ട്ണർ ഇല്ല എന്ന് പറഞ്ഞാൽ സുബ്ഹാനല്ലാഹ്, ഓന് പിന്നെ ഞാൻ പാണെന്നെ അല്ലേ എന്ന് തോന്നിപ്പോവാ. പച്ചപ്പാവത്തിനെ എനിക്കും വേണ്ടേ ഒരു ലവർ, ഒരു സോഫ്റ്റ് കോർണറൊക്കെ വേണ്ടേ, അവരോടൊക്കെ ഒന്ന് ടെക്സ്റ്റ് ചെയ്യണ്ടേ? നിന്റെ സ്നേഹം നിന്റെ ഉമ്മാക്കും വാപ്പാക്കും അള്ളാഹുവിനും റസൂലിനും കൊടുക്കേണ്ട കൽബാണ് നീ ഹറാമിലേക്ക് പറിച്ചു കൊടുക്കുന്നത് എന്നോർക്കണം ചെറുപ്പക്കാരാ. അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്, അള്ളാഹുവിന് കൊടുക്കേണ്ട കൽബാണത്. റസൂലുള്ളാഹിക്ക് കൊടുക്കേണ്ട ഹൃദയമല്ലേ? ആ ഹൃദയത്തിലേക്ക് ഹറാമിന്റെ ചിന്തകൾ വരുന്നില്ലേ? കണ്ണ് സൂക്ഷിക്കാൻ പറ്റാത്തവന് മനസ്സ് സൂക്ഷിക്കാൻ കഴിയില്ല. മനുഷ്യൻ ദുർബലനായിട്ടാണ് പടക്കപ്പെട്ടത്.
മഹാനായ സുഫിയാനു സൗരിയോട് എന്താണ് ഈ ആയത്തിന്റെ അർത്ഥമെന്ന് ചോദിച്ചു അസ്ഹാബുകൾ. വഖുലിഖൽ ഇൻസാനു ദഈഫാ, മനുഷ്യൻ ദുർബലനാണല്ലോ. എന്താ അർത്ഥം എന്നറിയോ? എന്താണ് അർത്ഥമെന്നറിയോ? യറൽ മർഅത, ഒരു പെണ്ണിനവൻ കാണുന്നുണ്ട്. ഫലാ യംലികു ഖൽബ, അവന്റെ ഹൃദയം പിന്നെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. കണ്ണുകളെ അഴിച്ചുവിടുകയാണ്, പിന്നെ ഖൽബിനെ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. ഇതിനേക്കാളും ദുർബലൻ മനുഷ്യനല്ലാതെ വേറെയുണ്ടോ എന്ന് ഈ ആയത്തിന് തഫ്സീർ കൊടുത്തിട്ടുണ്ട് മഹാനായ സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹു. ഖുലിഖൽ ഇൻസാനു ദഈഫാ, നമ്മളിങ്ങനെ ദുർബലരാവല്ലേ, നമ്മൾ ദുർബലരാവല്ലിൻ. പുരുഷന്മാർ പെൺകുട്ടികളെ വശംവദരാക്കുന്ന കാലമുണ്ടായിരുന്നു. അവിടെ നിന്നൊക്കെ മാറിയിട്ട് പെൺകുട്ടികൾക്ക് തോന്നുകയാണ് എനിക്കൊരു ചെറുക്കനെ വേണമല്ലോ എന്ന്. അസ്തഗ്ഫിറുല്ലാഹൽ അദീം. പെണ്ണേ, നിന്റെ ശരീരത്തിന് പ്രായപൂർത്തി എത്തിച്ചു തന്നത് അല്ലാഹുവല്ലേ? നിനക്ക് പ്യൂബർട്ടി വരെ നിന്നെ വളർത്തിയത് അല്ലാഹുവല്ലേ? ഒരു കുഞ്ഞിന് ജന്മം കൊടുത്ത് അന്തസ്സുള്ള ഒരു കുടുംബിനിയായി ജീവിക്കാൻ അല്ലാഹു നിന്നെ ശാരീരികമായി പക്വതയിലേക്ക് എത്തിച്ചു തന്നതിൽ പിന്നെ വ്യഭിചാരം തേണ്ടി പുറപ്പെടല്ല പെണ്ണേ. നീ വ്യഭിചാരത്തിന്റെ പിന്നാലെ പോകല്ല പെൺകുട്ടി. നിന്റെ കണ്ണുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്, കാതുകൊണ്ട് ചെയ്യുന്നത് വ്യഭിചാരമാണ്. നീ സല്ലപിക്കുന്നത്, സംസാരിക്കുന്നത്. യാ നിസാഅൻ നബി ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന ഫലാ തഖ്ളഅന ബിൽ ഖൗൽ ഫയത്മഅ അല്ലദീ ഫീ ഖൽബിഹി മറദ് വൽയഖുൽന ഖൗലൻ മഅറൂഫാ. നബിയേ, മുസ്ലിമത്തുകളായ പെണ്ണുങ്ങളോട് പറഞ്ഞു കൊടുക്കണം, യാ നിസാഅൻ നബി, മനസ്സിന് രോഗമുള്ളവർ, നമ്മൾ ഞരമ്പിന്റെ രോഗം എന്ന് പറയും, മനസ്സിന് രോഗമുള്ളവർ. ഖുർആൻ പറഞ്ഞു അതിനെ സംബന്ധിച്ച്. ഖുർആൻ പറഞ്ഞു ഹൃദയത്തിന് രോഗമുള്ളവർ നിങ്ങളുടെ വീട്ടിലേക്ക് കയറുകയോ നിങ്ങളുടെ പ്രൈവസികളിൽ ഇടപെടുകയോ ചെയ്യുന്ന നേരത്ത് നോ എന്ന് പറയാനുള്ള തന്റെ ഇടം പെൺകുട്ടികൾക്ക് വേണം. നോ എന്ന് പറയേണ്ടിടത്ത് നോ പറയണം. ഇത് പറയാനുള്ള തന്റെ ഇടം നമ്മുടെ സ്റ്റുഡൻസിന് വേണം, നമ്മുടെ മക്കൾക്ക് വേണം, നമ്മുടെ പെൺകുട്ടികൾക്ക് വേണ്ടേ? യാ നിസാഅൻ നബി, നബിന്റെ പെണ്ണുങ്ങളെ എന്ന് ചോദിച്ചത് നബിയുടെ ഭാര്യമാർക്ക് മാത്രമാണോ എന്ന് പറയാൻ പറ്റുമോ? ഉമ്മഹാത്തുൽ മുഅ്മിനീൻ മാത്രമാണോ? നബി തങ്ങളുടെ നിസാഅൻ നബി, ആ വാക്കിന്റെ ഉള്ളിലൂടെ തന്നെ മുസ്ലിം പെൺകുട്ടികൾ മുഴുവനും അങ്ങനെയല്ലേ ആവേണ്ടത്. النبي أولى بالمؤمنين من أنفسهم وأزواجه أمهاتهم. നബി തങ്ങൾ വാപ്പയെ പോലെയാണ്. അനലക്കും ബിമൻസിലത്തിൽ വാലിദി ലിവലദിഹി, നിങ്ങളൊക്കെ എനിക്ക് മക്കളാണ്, ഞാൻ നിങ്ങൾക്ക് വാപ്പയാണെന്ന് പറഞ്ഞ നബിയാണ് മുഹമ്മദ് റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ നിങ്ങൾക്ക് വാപ്പയെ പോലെ പറഞ്ഞു തരാൻ നബി തങ്ങൾ പറയുമായിരുന്നു. യാ നിസാഅൻ നബി, നബിയുടെ പെണ്ണുങ്ങളെ, ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ, മുസ്ലിമത്തുകളായ പെൺകുട്ടികളെ, അല്ലാഹുവിന്റെ റസൂൽ ഞങ്ങളുടെ നബിയാണെന്ന് പറയുന്ന പെൺകുട്ടികളെ, നിങ്ങൾ മറ്റു ജാതിയിലോ മതത്തിലോ ഉള്ള പെണ്ണുങ്ങളെ പോലെയല്ല കേട്ടോ. ലസ്തുന്ന കഅഹദിൻ മിനൻ നിസാ ഇൻ ഇത്തഖൈതുന്ന, നിങ്ങൾ അല്ലാഹുവിനെ ഭയപ്പെടുന്നുണ്ടെങ്കിൽ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, അന്യ പുരുഷന്മാരോട് കൊഞ്ചിക്കൊഴഞ്ഞ് വർത്തമാനം പറയല്ലേ. തഖ്ളഅന ബിൽ ഖൗലി, സ്വരം മധുരമുള്ള ശബ്ദമുണ്ടാക്കിയിട്ട് അന്യരോട് സംസാരിക്കല്ലേ. മനുഷ്യന്റെ ശരീരങ്ങളിൽ ഹോർമോണുകൾ പടച്ചത് അല്ലാഹുവാണ്, പുരുഷന്റെയും സ്ത്രീയുടെയും ശരീരത്തിൽ അല്ലേ? ഈ ഹോർമോണുകളുടെ പ്രവർത്തനങ്ങൾ ഉണ്ടാക്കിയത് ആരാണ്? അല്ലാഹുവാണ്. എന്തിന്? ലിനബ്ലുവകും അയ്യുകും അഹ്സനു അമല, നിങ്ങളിൽ ആരാണ് അല്ലാഹുവിനെ ഏറ്റവും സൂക്ഷിക്കുന്നത് എന്ന് നോക്കാൻ. അതുകൊണ്ട് പെണ്ണെ, വല്ലതും അന്യ പുരുഷനോട് സംസാരിക്കേണ്ടി വന്നാൽ ഫലാ തഖ്ളഅന ബിൽ ഖൗലി, പെണ്ണുങ്ങളെ നിങ്ങൾ മധുരമുള്ള സ്വരത്തിലൊന്നും മറുപടി പറയരുത്. വീട്ടിലേക്ക് വന്നു, വാപ്പുണ്ടോ? പിന്നെ വാപ്പ ഇന്നലെ പോയത്, നീ കഥ പറയാൻ നിൽക്കണ്ട, ഉണ്ടോ ഇല്ലേ എന്ന് സ്ട്രെയിറ്റ് ഫോർവേഡായിട്ട് മറുപടി പറയും. അത് പറയുമ്പോൾ നിന്റെ കിളിക്കൂറ്റെടുക്കല്ല, അതാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. ഫലാ തഖ്ളഅന ബിൽ ഖൗലി, നീ മധുരമുള്ള സ്വരത്തിൽ മറുപടി പറയണ്ട. ഒരന്യ മനുഷ്യനോട് നിനക്ക് ഫോണിലോ അല്ലെങ്കിൽ വീട്ടിലോ വന്ന് ചോദിക്കുമ്പോൾ മറുപടി പറയേണ്ട ഗത്യന്തരമില്ലാത്ത അവസ്ഥ വരുമ്പോൾ പറയേണ്ടത് എങ്ങനെയാണ്? ശബ്ദം പരുഷമായിട്ട് പറയണം.
എന്തിനാണെന്നറിയോ? ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾക്ക് അപ്പോൾ അസുഖം വരും. നിന്റെ ശബ്ദത്തിന്റെ മയം കേട്ടാൽ, ശബ്ദത്തിന്റെ മധുരം കേട്ടാൽ ഹൃദയത്തിന്റെ ഉള്ളിൽ അസുഖമുള്ള ആളിന് പിന്നെ നിന്നോട് ഹറാമ് തോന്നിത്തുടങ്ങും. നിന്നെ ഒന്ന് പിടിക്കണമെന്ന് തോന്നും, നിന്നെ ഒന്ന് തൊടണമെന്ന് തോന്നും. പിശാചിനോട് അവന്റെ കൂടെ നിന്ന് നിന്നെ നോക്കാനും കാണാനും ആ വഴിയോരങ്ങളിൽ പാർത്തു നിൽക്കാൻ തുടങ്ങും. അതുകൊണ്ട് നീ സമ്മതം കൊടുക്കല്ലേ. നീ നിന്റെ ശബ്ദം പരുഷമായിട്ട് പറ എന്ന് പരിശുദ്ധ ഖുർആൻ. പെണ്ണെ, നീ നിന്റെ ശരീരം സൂക്ഷിക്കും. നിനക്ക് മാത്രമല്ല, ഒരു ജനറേഷന് വേണ്ടിയാണ്, ഒരു തലമുറക്ക് വേണ്ടിയാണ്. അള്ളാഹുവിനെ പേടിച്ച് ജീവിക്കുന്നവർക്കേ നാളെ ഖബറിൽ രക്ഷപ്പെടാൻ കഴിയൂ. അള്ളാഹുവിനെ പേടിക്കാനാണ് ഈ പറയുന്നത്. എന്തിനെന്നറിയോ? നിന്റെ മനസ്സിന് അള്ളാഹു സമാധാനം തരും. ചെറുപ്പക്കാരാ, നീ നിന്റെ കണ്ണിനെ അഴിച്ചുവിട്ടാൽ, അന്യ പെണ്ണുങ്ങളിലേക്ക് നോക്കാൻ തുടങ്ങിയാൽ, പെണ്ണുങ്ങൾ ഓരോന്നായി നീ സെൻസർ ചെയ്യാൻ തുടങ്ങിയാൽ, നിന്റെ ഹൃദയത്തെ കൺട്രോൾ ചെയ്യാൻ കഴിയില്ല. അത് നിന്നെ തിന്മയിലേക്ക് എത്തിക്കും. ഈ തിന്മ നിന്റെ മനസ്സിന്റെ സമാധാനം ഊതിക്കെടുത്തും. എപ്പോഴാ സമാധാനം കിട്ടുകയെന്നറിയോ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അല്ലാഹുവിനെ ഓർക്കുമ്പോഴേ സമാധാനം കിട്ടൂ. നിന്റെ വെബ്സൈറ്റുകൾ ബ്രൗസ് ചെയ്യുമ്പോഴല്ല, മ്യൂസിക് കേൾക്കുമ്പോഴല്ല, പാട്ട് കേൾക്കുമ്പോഴല്ല, അള്ളാഹുവിനെ അനുസരിക്കുമ്പോഴേ ഇത് കിട്ടുള്ളൂ. അതുകൊണ്ട് ആണും പെണ്ണും അവരുടെ കണ്ണുകൾ സൂക്ഷിക്കണേ, ശബ്ദം സൂക്ഷിക്കണേ. അതുകൊണ്ട് സഹോദരാ, നിന്റെ ഫേസ്ബുക്കിന്റെ പേജുകളിൽ നിന്റെ ഫ്രണ്ട്സുകളായി ഏതെങ്കിലും അന്യ പെൺകുട്ടികൾ നിന്റെ കൂടെ പഠിച്ചവരായിരിക്കാം. പഠിച്ചു കഴിഞ്ഞില്ലേ, കാലം കഴിഞ്ഞു. നിന്റെ കൂടെ പഠിച്ചതിന്റെ പേരിൽ കല്യാണം കഴിച്ച് അന്തസ്സിൽ ജീവിക്കുന്ന പെൺകുട്ടിയുടെ കുടുംബ ജീവിതമാണ് നീ തകർക്കാൻ പോകുന്നത്. നിന്റെ കോണ്ടാക്റ്റുകൾ ഇനി വേണ്ട. പെൺകുട്ടി, അന്തസ്സായി നിനക്ക് മഹർ തന്ന് നിക്കാഹ് ചെയ്ത ഭർത്താവ് നിന്റെ കൂടെ ഉണ്ടായിരിക്കെ നിന്റെ ഫേസ്ബുക്കിന്റെ പേജിൽ ഹറാമായ രീതിയിൽ നിനക്ക് പറയാനോ സംസാരിക്കാനോ കാണാൻ പാടില്ലാത്ത ആളുകളോട് നീ ചാറ്റ് ചെയ്യുന്നത് കടുത്ത കുറ്റമല്ലേ പെൺകുട്ടി? തടുത്ത കുറ്റമല്ലേ? ഹറാമല്ലേ ഇത്? ചെറുപ്പക്കാരാ, നിന്റെ ഫ്രണ്ട്സുകളെ നീ സെൻസർ ചെയ്തോ? ഇന്നത്തെ രാത്രി നേരം പുലരുന്നതിന്റെ മുമ്പ് നിനക്ക് കാണാനോ നോക്കാനോ പാടില്ലാത്ത അന്യ ജെൻഡറിലുള്ള ആൺകുട്ടികളോ പെൺകുട്ടികളോ നിന്റെ ഫ്രണ്ട്സുകളായിട്ടുണ്ടെങ്കിൽ അവരെ ഫ്രണ്ട്സുകളായി ആഡ് ചെയ്യാൻ നിന്റെ ഫേസ്ബുക്ക് പേജ് എന്ന അള്ളാഹു തന്ന നിഅമത്ത് നീ ദുരുപയോഗം ചെയ്യാൻ പാടില്ല. നമ്മൾ വിചാരിക്കും വർത്താനം പറയുമ്പോൾ അതൽ നീ പറയുന്നത് പോലും ഹറാമല്ലേ? നിന്റെ മെസ്സേജുകൾ ഹറാമല്ലേ? നീ ശബ്ദം അയച്ചുവിടുന്നത് ഹറാമല്ലേ? അവരുമായി കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നത് ഹറാമല്ലേ? വെറും വ്യഭിചാരം മാത്രം ഹറാം? കണ്ണുകൾക്ക് വ്യഭിചാരമുണ്ട്. നോക്കുന്നതാണ് വ്യഭിചാരം. കാതിന് വ്യഭിചാരമുണ്ട്, കേൾക്കലാണ് അതിന്റെ വ്യഭിചാരം. കൈയിന് വ്യഭിചാരമുണ്ട്, തൊടലാണ്. നിന്റെ കീബോർഡിൽ നീ ടൈപ്പ് ചെയ്യുന്നത് നിന്റെ കൈ കൊണ്ട് ചെയ്യുന്ന വ്യഭിചാരമാണ്. പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇതൊക്കെ തിന്മയാണെന്ന് മനസ്സിലാക്കിയിട്ട് വലിയ തിന്മയിലേക്ക് എത്തുന്നതിന് മുമ്പ് അള്ളാഹുലേക്ക് തൗബ ചെയ്ത് മടങ്ങിക്കോ. യാ ഫുദൈൽ എന്നവരെ 60 വയസ്സായി എനിക്ക് വഹൽ മിൻ ഹീലത്തിൻ, ഇനി രക്ഷപ്പെടാൻ വഴിയുണ്ടോ? 1000 2000 പെൺകുട്ടികൾ തന്റെ ഫേസ്ബുക്ക് പേജിലുണ്ടെന്ന് അഭിമാനം പറയുന്ന ചെറുപ്പക്കാരാ, ഈ 2000-ഓളം വരുന്ന പെൺകുട്ടികളുമായി നീ ചാറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഒരു പെൺകുട്ടി തന്റെ ബോയ്സുമായി ചാറ്റ് ചെയ്യുന്നത്, പെൺകുട്ടി ഇതൊക്കെ നിന്റെ കിതാബിൽ അല്ലാഹു രേഖപ്പെടുത്തിയാൽ, കിതാബും മർഖൂം, രേഖപ്പെടുത്തപ്പെട്ട കിതാബുകളാണ്, ഡിജിറ്റൽ കിതാബുകളാണ്. ഇത് അല്ലാഹു രേഖപ്പെടുത്തി കഴിഞ്ഞാൽ എത്ര വലിയ കിതാബുമായിട്ടാണ് നാളെ അല്ലാഹുവിനെ കണ്ടുമുട്ടാൻ പോകുന്നത്. വിചാരണയില്ലേ? നാളെ ഹിസാബില്ലേ? നാളെ അല്ലാഹുവിന്റെ മുമ്പിലേക്ക് വരണ്ടേ? ഇബ്നു സ്വമ്മ റളിയല്ലാഹു അൻഹു ആണ്, പടച്ചവനെ എനിക്ക് എത്ര വയസ്സായി എന്ന് ചിന്തിച്ചപ്പോ 60 വയസ്സ്. യാ അല്ലാഹ്, 60 വയസ്സ് ജീവിച്ച ഞാൻ എത്ര ദിവസം ഭൂമിയിൽ ജീവിച്ചിട്ടുണ്ടാകാം? 21,500 ദിവസം. അറബ് വർഷപ്രകാരം 60 വയസ്സുള്ള ഒരാൾ ജീവിക്കുന്നത് 21,500 ദിവസം. ഇബ്നു സ്വമ്മ എന്ന മഹാൻ 60 വയസ്സ് ജീവിച്ചപ്പോൾ ചിന്തിച്ചു പോയി, എത്ര ദിവസം ജീവിച്ചു? 21,500. എന്നിട്ട് ചിന്തിക്കാൻ, പടച്ചവനെ ഒരു ദിവസം ഒരൊറ്റ തെറ്റ് ഞാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എൻ്റെ കണ്ണുകൊണ്ടോ കാതുകൊണ്ടോ മനസ്സുകൊണ്ടോ ശരീരം കൊണ്ടോ എങ്ങനെയെങ്കിലും ഒരു ദിവസത്തിൽ അത് മാത്രമാണ് ഞാൻ ചെയ്തിട്ടുള്ളതെങ്കിൽ പോലും നാളെ കിതാബ് ലഭിക്കുമ്പോൾ അതിലുണ്ടാവുക 21,500 പാപങ്ങളാണ്.
21,500. എന്താണ് ഈ കിതാബ് എന്ന് മനസ്സിലാക്കിയോ നമ്മൾ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറ മാ ലിഹാദൽ കിതാബ് വയഖൂലു മാ ലിഹാദൽ കിതാബ്. പടച്ചവനെ, എന്താണ് ഈ ബുക്കിന്റെ അവസ്ഥ? ലാ യുഗാദിറു സഗീറതൻ വലാ കബീറതൻ ഇല്ലാ അഹ്സാഹാ വവജദൂ മാ അമിലൂ ഹാദിറാ വലാ യദ്ലിമു റബ്ബുക അഹദാ. നിങ്ങൾ ചെയ്തതല്ലാതെ മറ്റൊന്നും ഇവിടെ രേഖപ്പെടുത്തപ്പെട്ടിട്ടില്ല. നിന്റെ റബ്ബ് നിന്നെ ആക്രമിക്കൂല. അല്ലാഹു നിന്നോട് ദുൽമ ചെയ്യുന്നില്ല. മനുഷ്യന്മാര് പറയും മാലിഹാദൽ കിതാബ്. ആ ഒരു കിതാബിൽ 60 വയസ്സുള്ള ഒരാൾ ഒരു ദിവസം ഒരു തെറ്റ് ചെയ്താൽ കിതാബിൽ കാണുന്ന വായിക്കേണ്ടി വരുന്നത് 21,500 പാപങ്ങളാണെങ്കിൽ, യാ അല്ലാഹ്, ഒരു ദിവസം ഒന്നല്ലല്ലോ രണ്ടല്ലല്ലോ എൻ്റെ വാക്കുകൊണ്ട്, നാക്കുകൊണ്ട്, ചുണ്ടുകൊണ്ട്, കണ്ണുകൊണ്ട് മനുഷ്യനെ കളിയാക്കി ചിരിച്ചത്, കൽബിന്റെ ഉള്ളിൽ ദേഷ്യം കൊണ്ട് നടന്നത്, മറ്റുള്ളവനോട് അസൂയ വെച്ചത്, ഒരു മുഅ്മിനായ മനുഷ്യരെ തെറ്റിദ്ധരിച്ചത്, ഒരാളെ സംബന്ധിച്ച് ചീത്ത പറഞ്ഞത്, ഇങ്ങനെ തുടങ്ങി ഒരു ദിവസം എത്രയാണ് ഞാൻ പറഞ്ഞു കൂട്ടുന്നത്, ചെയ്തു കൂട്ടുന്നത്. ഇതൊക്കെ 21,500 അങ്ങ് വിന്യസിച്ചു കളഞ്ഞാൽ എത്രയായിരം പാപങ്ങളുടെ റെക്കോർഡുകളാണ് ഞാൻ എൻ്റെ കിതാബിൽ വായിക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു അട്ടഹാസം അട്ടഹസിച്ച് അതിൽ മരിച്ചുപോയ മഹാനാണ് അല്ലാമ ഇബ്നു സ്വമ്മർ റളിയല്ലാഹു അൻഹു. ദവാഉൽ ഖൽബാണത്, ഹൃദയത്തിനുള്ള ചികിത്സയാണത്. ദവാഉൽ ഖൽബി ഖംസ. മഹാനായ അല്ലാമ ഇബ്രാഹിമുൽ ഖവാസ് റഹ്മത്തുള്ളാഹി അലൈഹി വലിയ മഹാനാണ്, ആരിഫാണ്, ആലിമാണ്, ഹദീസ് പണ്ഡിതനാണ്. ബഹുമാനപ്പെട്ടവര് പഠിപ്പിച്ചു തരുന്നു, ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഹൃദയത്തിന് വരുന്ന അസുഖങ്ങൾക്കുള്ള പരിഹാരങ്ങൾ 5 എണ്ണമാണ്. ഒന്ന്, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, ബോധത്തോടുകൂടെ ഖുർആൻ ഓതുക. വഖലാഉൽ ബത്നി, വയറ് നിറച്ച് ഭക്ഷിക്കാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്ന സമയത്ത് വയറ് നിറക്കാതിരിക്കുക. ഖലാഉൽ ബത്നി. വഖിയാമുൽ ലൈലി, രാത്രികാലങ്ങളിൽ 2 റക്അത്തെങ്കിലും അല്ലാഹുവിനെ തഹജ്ജുദ് നിസ്കരിക്കുക. വത്തളർറുഇ ഇൻദസ് സഹരി, അത്താഴ നേരത്ത് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് അല്ലാഹുവിനോട് താണുകയാണ്, പുറത്തു തരണേ പടച്ചവനെ എന്ന് ചോദിക്കുക. വമുജാലസത്തുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളായ ആളുകളുടെ കൂടെ നടക്കുക. ഈ 5 എണ്ണം കൊണ്ടല്ലാതെ മനുഷ്യന് രക്ഷപ്പെടാൻ സാധ്യമല്ല. അല്ലാഹുവിൻ്റെ കലാം ഓതുന്നുണ്ടോ? നമ്മൾ ഖുർആൻ ഓതാൻ സാധിക്കുന്നുണ്ടോ? ചെറുപ്പക്കാരോട് ഞാൻ ഒന്നുകൂടെ ഉണർത്തട്ടെ, നിങ്ങളുടെ കൈകളിൽ അല്ലാഹു തആല നിഅമത്ത് തന്നിട്ട് നല്ല മൊബൈൽ ഫോണുകൾ ഉണ്ടെങ്കിൽ ഖുർആനിൻ്റെ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തേക്കണം. നിർബന്ധമായും ഡൗൺലോഡ് ചെയ്തേക്കണം. എത്ര ഖുർആനിൻ്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, വ്യാഖ്യാനങ്ങളുണ്ട്, ദിക്റിൻ്റെ ആപ്പുകളുണ്ട്, തഫ്സീറുകളുണ്ട്, എന്തെല്ലാം ഹദീസുകൾ, എന്തെല്ലാം നല്ല കാര്യങ്ങൾ, എന്തെല്ലാം കിതാബുകൾ, PDF-കളും അല്ലാത്തതും ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, വായിക്കാൻ. നിങ്ങളുടെ മൊബൈലുകളിൽ വായിക്കുന്നുണ്ടല്ലോ നിങ്ങൾ, വാട്സപ്പിൽ വരുന്ന തോന്നിവാസങ്ങളും അനാവശ്യങ്ങളൊക്കെ മാറ്റിവെച്ചിട്ട് അള്ളാഹുവിന് വേണ്ടി ഖുർആൻ ഡൗൺലോഡ് ചെയ്യും. നമ്മളൊക്കെ ഇത്ര മടിയന്മാരാകുമെന്ന് വിചാരിച്ചിട്ടാകണം ഖുർആൻ നമ്മുടെ മൊബൈലുകൾ ഡൗൺലോഡ് ചെയ്യാൻ സംവിധാനം തന്നത്. ഉലമാ അതിനെ സംബന്ധിച്ച് ഫത്വ കൊടുത്തിട്ടുണ്ട്. എന്ത്? ഈ നമ്മുടെ മൊബൈൽ ഫോണുകളിലെ ആപ്പുകളിലെ ഖുർആൻ ഓതുമ്പോൾ വുളൂഇന്റെ ആവശ്യമില്ല. സുബ്ഹാനല്ലാഹ്. എയർപോർട്ടിൽ കാത്തിരിക്കുക, ഫ്ലൈറ്റ് ഡിലേ ആയി, 2 മണിക്കൂർ ഡിലേ ആണ്, കുറച്ച് സമയമുണ്ട്, ഖുർആൻ ഓതിക്കോ, ഒരു അൽഖഫ് ഓതിക്കൂടെ, ഒരു ആലി ഇംറാൻ ഓതിക്കൂടെ, എവിടെയെങ്കിലും വെയിറ്റ് ചെയ്യാൻ ഖുർആൻ ഓതിക്കോ. നമ്മുടെ മൊബൈൽ ഫോൺ സംവിധാനമല്ലേ? 1000 റുപ്യയുടെ കയ്യിൽ 2000 റുപ്യൻ്റെ ഫോണുള്ള കാലമാണിത് അല്ലേ? അള്ളാഹുവിന് നിഅമത്തിൻ, ആ നിഅമത്തിന് ശുക്ർ ചെയ്ത് ജീവിക്കും മുഅ്മിനീങ്ങൾ. ചെറുപ്പക്കാരെ, അള്ളാഹുവിന് വേണ്ടി ശുക്ർ ചെയ്യും. ദവാഉൽ ഖൽബി ഖംസത്തുൻ, ഈ ഉമ്മത്തിനുള്ള ചികിത്സ ഇനി 5 എണ്ണമാണ്. 5 ചികിത്സയിലൂടെ നമ്മൾ രക്ഷപ്പെടാൻ പോകുന്നുള്ളൂ. 5 ചികിത്സകൾ. ഒന്ന്, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, നല്ല ബോധത്തോടുകൂടെ ഖുർആൻ ഓതണം. ഞാൻ ഒന്നുകൂടെ ചേർത്ത് പറയട്ടെ, നമ്മുടെ ചെറുപ്പക്കാരും ചെറുപ്പക്കാരികളും പെണ്ണുങ്ങളും ഹറാമായ ചിന്തകൾ മനസ്സിൽ നിന്ന് പോയി കിട്ടാൻ വേണ്ടി ആയത്തുൽ കുർസി ഓതിക്കോളൂ, ധാരാളം ഓതിക്കോളൂ. ആയത്തുൽ കുർസി അഫ്ളലു മാ ഫിൽ ഖുർആൻ, അല്ലാഹുവിൻ്റെ കലാമിൽ ഇത്രമേൽ ശ്രേഷ്ഠമുള്ള മറ്റു ആയത്തില്ല, സൂറയില്ല. ആയത്തുൽ കുർസി, ആയത്തുൽ കുർസി, അല്ലാഹു ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം. ഭയങ്കര അത്ഭുതമുള്ള സൂറത്തല്ലേ അത്. അഫ്ളലു മാ ഫിൽ ഖുർആൻ, അള്ളാഹിൻ്റെ കലാമിൻ്റെ പവർ നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? എന്താണ് ഈ ഖുർആൻ? എന്താണ് ഈ ഖുർആൻ? അള്ളാഹിൻ്റെ കലാം, അള്ളാഹിൻ്റെ വചനം നമ്മുടെ കൈകളിലേക്ക് അള്ളാഹു ഇറക്കി തന്നില്ലേ? ഇതിനും വലിയ നിഅമത്ത് ലോകത്തുണ്ടോ?
നമ്മുടെ ഫീഹി ശിഫാഉൽ ലിന്നാസ്, ശിഫയില്ലേ ഖുർആനിൽ. വനുനസ്സിലു മിനൽ ഖുർആനി മാ ഹുവ ശിഫാഉൻ വറഹ്മത്തുൻ ലിൽ മുഅ്മിനീൻ വലാ യസീദുൽ ളാലിമീന ഇല്ലാ ഖസാറാ. മനുഷ്യന്റെ മനസ്സിന് ചികിത്സയുണ്ട് ഖുർആനിൽ, ശരീരത്തിന് ചികിത്സയില്ലേ ഖുർആനിൽ. യാ അല്ലാഹ്, മുഅ്മിനീങ്ങൾ ഖുർആൻ ഓതട്ടെ. ചെറുപ്പക്കാരി പെണ്ണുങ്ങളെ, ഏതെങ്കിലും പ്രേമത്തിലോ ഏതെങ്കിലും സോഫ്റ്റ് കോർണറിലോ ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ നിന്റെ ബോയ് ഫ്രണ്ടിനോട് പറഞ്ഞേക്ക്, നാളെ മുതൽ ഞാൻ ഇതിനില്ല, ഞാൻ മുഅ്മിനത്തായ പെണ്ണാണ്. ചെറുപ്പക്കാരാ, പറഞ്ഞേക്കണം. വല്ലവളെയും പ്രേമിച്ച് കല്യാണം കഴിക്കാനാണ് നിന്റെ ലക്ഷ്യമെങ്കിൽ പ്രേമത്തിൽ തുടങ്ങുന്ന കല്യാണത്തിന് അള്ളാഹു ബറക്കത്ത് തരില്ല കേട്ടോ. അള്ളാഹു തആല വിവാഹത്തിന്റെ മുമ്പ് നിശ്ചയം കഴിഞ്ഞ ചെറുപ്പക്കാരന് പോലും തന്റെ പെണ്ണിനോട് സംസാരിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ദീനാണ്. പിന്നെ എങ്ങനെയാ കണ്ടവളുടെ കൂടെ നീ നടന്നിട്ട് പിന്നെ അവളെ കല്യാണം കഴിച്ചിട്ട് എങ്ങനെ ബറക്കത്തുണ്ടാകാനാ? എങ്ങനെ ജീവിതം ശോഭിക്കാനാണ്? അവിടെ ചീറ്റലും പ്രശ്നങ്ങളും ഉണ്ടാവില്ലേ? അത് തകരാൻ പോകുന്ന ജീവിതമാണ്. അള്ളാഹുവിനെ അനുസരിക്കാത്ത പോക്കാണത്. നിർത്തിക്കോ ചെറുപ്പക്കാരാ. നിന്റെ പെണ്ണിനോട് പറഞ്ഞു കൊടുത്തേക്കിൻ, പെണ്ണെ, നമ്മൾ രണ്ടുപേരും തൗബ ചെയ്ത് മടങ്ങേണ്ടവരാണ്. നമുക്ക് അള്ളാഹുവിനെ സൂക്ഷിക്കാം. ഞാൻ തൗബ ചെയ്ത് മടങ്ങുന്നു, ഇനി ഞാനും നീയും ബന്ധമില്ല കേട്ടോ. നിക്കാഹിലൂടെ നമുക്ക് യോജിക്കാൻ കഴിഞ്ഞാൽ ഇൻഷാ അല്ലാഹ്, അള്ളാന്റെ തീരുമാനമുണ്ടെങ്കിൽ അങ്ങനെ, അല്ലാതെ നമുക്കിനി ബന്ധം പാടില്ലെന്ന് തന്റെ കൂട്ടുകാരിയോട് പറഞ്ഞോ ചെറുപ്പക്കാരാ. ഇത് അള്ളാഹുവിന്റെ ലോകമാണ്, നിയമം അള്ളാഹുവിനാണ്. വലഹുൽ മുൽക്ക്, നിയമം അല്ലാഹുവിനാണ്. ഇവിടെ ലില്ലാഹിൽ ഹുക്മു മിൻ ഖബ്ലു വമിൻ ബഅദു, ഇടപെടാനുള്ള അധികാരം അല്ലാഹുവിനാണ്. ഹറാം ഉപയോഗിക്കലിൻ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യൻ. മ്യൂസിക് ഉപയോഗിക്കുന്ന ചെറുപ്പക്കാരാ, നിന്റെ ചെവിയിൽ മ്യൂസിക് വെച്ച് നടക്കുന്ന കാലമെന്ന് ഖിയാമത്തിന്റെ അടയാളം പറഞ്ഞ ആയത്തിൽ മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, വൽ മആസിഫു അലാ റൂസിഹിം. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞില്ലേ ഹദീസ്, അതിന്റെ ബാക്കിയിൽ വൽ മആസിഫു അലാ റൂസിഹിം ഇദാ റഅയ്തൽ മആസിഫ അലാ റൂസിഹിം, അവരുടെ തലയുടെ മുകളിൽ മ്യൂസിക്കിന്റെ ഉപകരണങ്ങൾ കണ്ടാൽ അന്ത്യനാൾ അടുത്തുവന്ന് കരുതിയേക്കണം. ഇബ്നു മസ്ഊദ് എന്താണ് പറഞ്ഞെന്നറിയോ? ഹെഡ്ഫോണിൽ വെക്കുന്നത്, ഹെഡ്ഫോൺ വെച്ച് നടക്കുക, തലയാട്ടിയിട്ട് റോഡിലൂടെ ചെറുപ്പക്കാരൻ ഫുൾ ടൈം പ്ലഗ് ചെയ്തിരിക്കുക, ചെവിയിൽ കേൾക്കുന്നത് ഹറാമായ മ്യൂസിക്കുകൾ, പാശ്ചാത്യന്റെ റാപ്പ് മ്യൂസിക്കുകൾ, ഹറാമായ മ്യൂസിക്കൊക്കെ ഹറാമല്ലേ? ഏതാ ഹലാലുള്ളത്? ഒക്കെ ഹറാമാണ്, പറ്റില്ല എന്നാണ്. മനുഷ്യന് മ്യൂസിക്കിനോട് താല്പര്യമുണ്ടെന്നറിയുന്ന പടച്ചവനാണ്. മഹാനായ ദാവൂദ് നബി അലൈഹിസ്സലാമിന് മധുരമായ ശബ്ദം കൊടുത്ത അല്ലാഹു, ലഖദ് ഊതീത മിസ്മാറൻ മിൻ മസാമീരി ആലി ദാവൂദ്, ആല് ദാവൂദിന്, ദാവൂദ് അലൈഹിസ്സലാമിന്റെ കുടുംബത്തിന് മധുരമായ ശബ്ദം കൊടുത്ത പോലെ അബൂ മൂസൽ അശ്അരി, നിങ്ങൾക്ക് അല്ലാഹു മധുരമായ ശബ്ദം തന്നുവല്ലോ. മനോഹരമായ ഖുർആൻ ഓതിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ വാക്കാണത്. നിങ്ങൾക്ക് മ്യൂസിക്കിലേക്ക് ആഗ്രഹമുണ്ടെന്ന് അല്ലാഹുവിനറിയാം. അതിലേക്കൊരു നാച്ചുറൽ ഇൻക്ലിനേഷൻ. മ്യൂസിക് കേൾക്കുമ്പോൾ ഒരു താളം, ഒരു തുള്ളാനും ഒന്ന് ചാടാനും തോന്നുന്ന, നൃത്തം വെക്കാൻ തോന്നുന്നുണ്ടെങ്കിൽ ആ താളത്തിനെ ഹലാലിലേക്ക് ഡൈവേർട്ട് ചെയ്യാനാണ് വറത്തിലിൽ ഖുർആന തർതീലാ. മനോഹരമായി നിങ്ങൾ ഖുർആൻ ഓതി നോക്കിൻ. നിങ്ങൾക്ക് മ്യൂസിക്കിന് പരിഹാരം ഖുർആനല്ലേ? മനോഹരമായ ഖുർആൻ മനോഹരമായിട്ട് ഓതണം. വറത്തിലിൽ ഖുർആന തർതീലാ, ഖുർആൻ മധുരമായി ഓതണേ നബിയെ, മധുരമായി ഓതണേ മുഅ്മിനീങ്ങളെ. എന്താണെന്നറിയോ? പാട്ട് കേൾക്കാൻ മനുഷ്യന് ആഗ്രഹമുണ്ട്. ആ പാട്ടിന് പകരം മനുഷ്യനെ ആനന്ദിപ്പിക്കാൻ അല്ലാഹുവിന്റെ വചനങ്ങൾക്ക് കഴിയും. അത് മനോഹരമായിട്ട് ഓതണം. ബഗ്ദാദിലെ തെരുവുകളിൽ ഒരു ചെറുപ്പക്കാരൻ പാട്ടുപാടി, തെരുവ് പാട്ടുപാടി ആളുകളെ രസിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ മഹാനായ അല്ലാമ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു, റസൂലുള്ളാഹിന്റെ സ്വഹാബി, ആ വഴിയിലൂടെ അങ്ങനെ പോകുമ്പോൾ പാട്ട് പാടുന്ന ചെറുപ്പക്കാരന്റെ ചെവിയിൽ പോയി പറഞ്ഞു, ഈ പാട്ടൊക്കെ പാടുന്നതിന് പകരം ലൗ ജഅൽതഹാ ലിതിലാവത്തിൽ ഖുർആൻ, ഇത്ര മനോഹരമായ ശബ്ദം അല്ലാഹു തന്നിട്ടുണ്ടെങ്കിൽ പാട്ടുപാടാൻ നിൽക്കുന്ന ചെറുപ്പക്കാര, നിനക്ക് അല്ലാഹുവിന്റെ ഖുർആൻ ഓതിക്കൂടെ? ഒരു വാക്കാണ് പറഞ്ഞതാ. ആ ചെറുപ്പക്കാരന്റെ മനസ്സിനുള്ളിൽ നസീഹയാണുള്ളത്, ഹക്കിനെ സ്വീകരിക്കണമാണെന്നുള്ളത്. സ്വീകരിച്ചു. ഇബ്നു മസ്ഊദ് തങ്ങൾ പറഞ്ഞതല്ലേ, ഞാനത് സ്വീകരിച്ചു. പാട്ട് നിർത്തി, തന്റെ പ്രൊഫഷൻ നിർത്തിവെച്ചിട്ട്, പാട്ടുകൾ നിർത്തിയിട്ട് പിറ്റേന്ന് ബഗ്ദാദിന്റെ തെരുവുകളിൽ കാണുന്നത് ഒരു പറ്റം ആളുകളുടെ മുമ്പിൽ ഖുർആൻ ഓതി കൊടുക്കുന്നു ഇതേ ചെറുപ്പക്കാരൻ. നമ്മുടെ കഴിവുകളെ നന്മയിലേക്ക് തിരിച്ചുവിടണം.
അബൂ മഹ്ദൂറ റളിയല്ലാഹു തആല അൻഹു സ്വഹാബിയാണ്, ശബ്ദത്തിന് മധുരമുള്ള സ്വഹാബിയാണ്. ബിലാൽ ഇബ്നു റബാഹ് റളിയല്ലാഹു അൻഹുവിനോട് അന്നൊരിക്കൽ കഅബയുടെ മുകളിൽ കയറിയിട്ട് മക്കം ഫതഹിന്റെ അന്ന് നബി തങ്ങൾ വാങ്ക് വിളിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലേ? മക്കം ഫതഹായപ്പോ കഅബയുടെ മുകളിൽ കയറി വാങ്ക് വിളിച്ചത് ആരാണ്? ആരാ വാങ്ക് വിളിച്ചത്? ബിലാൽ റളിയല്ലാഹു തആല അൻ. അപ്പോൾ അബൂ മഹ്ദൂറ റളിയല്ലാഹു അൻഹു നല്ല ശബ്ദമുള്ള സ്വഹാബിയാണ്, ചെറുപ്പക്കാരനാ, 17 വയസ്സായിരുന്നു എന്നാ. അപ്പം ഇങ്ങനെ കളിയാക്കി, അതിനൊക്കെ ശബ്ദം എനിക്കുണ്ടല്ലോ എന്നൊരു സ്വരത്തിൽ ബാങ്ക് കൊടുക്കുമ്പോഴും ചെറുപ്പക്കാരൻ കളിയാക്കി ചിരിക്കുക. 17 വയസ്സുള്ള ചെറുപ്പക്കാരൻ റസൂലുള്ളാഹി തങ്ങളുടെ അടുത്തേക്ക് വിളിച്ചു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി തങ്ങളുടെ രീതി നോക്കണം കേട്ടോ, അത് ഭയങ്കര അത്ഭുത. ഞങ്ങൾ ചോദിച്ചു, നിങ്ങൾക്ക് ബാങ്ക് അറിയോ? എവിടെ ബാങ്ക് സ്ഥിരം അറിയുന്ന ആളല്ലേ, എന്നാ ബാങ്ക് കൊടുക്കും, ഞാൻ കൊടുത്തരാന്ന് പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, പറയ് അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ. അബൂ മഹ്ദൂറ പിന്നെ അല്ലാഹു അക്ബർ അല്ലാഹു, അങ്ങനെ ബാങ്ക് മുഴുവൻ ഓതി കൊടുത്തു നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിനെ പഠിപ്പിക്കുകയാണ്, പിന്നെ ഇനി മുതൽ നിങ്ങൾ മക്കക്കാരുടെ മുഅദ്ദിനാണ്. 40 വയസ്സായപ്പോൾ പറഞ്ഞു ഈ സ്വഹാബി, അന്ന് നബി തങ്ങൾ എന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ മുക്രിപ്പനെടുക്കാൻ എന്നെ കിട്ടില്ലായിരുന്നു. കാരണം അള്ളാഹുവിന് വേണ്ടി ഒരാൾ ബാങ്ക് കൊടുത്താൽ നാളെ ഖിയാമത്ത് നാളിൽ കിരീടം അറിയിച്ചു കൊടുക്കുന്ന, അള്ളാഹുവിന് വേണ്ടിയാണ് ചെയ്യണതെങ്കിൽ, അള്ളാഹ്ക്ക് വേണ്ടി ചെയ്താൽ നിയ്യത്ത് ശരിയാവണം. അള്ളാഹുവിൻ്റെ റസൂൽ ആ കഴിവ് എന്ത് ചെയ്തു? നിങ്ങൾ കളിയാക്കണ്ട, പാട്ടുപാടുന്ന ആൾക്ക് നിർത്തിയിട്ട് ബാങ്ക് കൊടുക്കുക എന്ന് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഡൈവേർട്ട് ചെയ്യുന്നു. ഖുർആൻ മധുരമാണ്. ഖുർആൻ മധുരമല്ലേ? എത്ര വലിയ മധുരമാണ് ഖുർആനിന്. അബു ഹഫ്സ അബ്ദുൽ മാലിക് ക്ലെയർ, അദ്ദേഹം മുസ്ലിമായിട്ട് പറഞ്ഞു, കനേഡിയൻ റസ്ലർ, അയാൾ പറഞ്ഞു, I have read many books. I didn't know there are books that are recited. വായിക്കുന്ന പുസ്തകം ഞാൻ കേട്ടിട്ടുണ്ട്, ഓതുന്ന കിതാബ് ഞാൻ ആദ്യമായിട്ട് കാണുകയാണ്. മുസ്ലിമാവാൻ ആഗ്രഹം ഉണ്ടായി നടന്നൊരു കണ്ണു കാണാത്ത ചെറുപ്പക്കാരൻ, നല്ല ആരോഗ്യമുള്ള റസ്ലിംഗ് ചെയ്യുന്ന ആളാണ്. ഇന്ന് മെഡലുകൾ കിട്ടിയ അബ്ദുൽ മാലിക് ക്ലെയർ, കനേഡിയൻ, മുസ്ലിമായി മനോഹരമായ ഖുർആൻ ഓതുന്നുണ്ട് ചെറുപ്പക്കാരൻ. 30-ാമത്തെ വയസ്സിൽ മുസ്ലിമാവാണ്, ഖുർആൻ ഓതുന്നുണ്ട്. എന്തൊരു മധുരം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. فإنها لا تعمى الأبصار ولكن تعمى القلوب التي في الصدور. കണ്ണിനല്ല അന്ധത വരുന്നത്, ഹൃദയത്തിനാണ് അന്ധത വരുന്നത്. ആയത്തോതിട്ട് കണ്ണ് കാണാത്ത ഇയാൾ പറയാണ്, കണ്ണിനല്ലല്ലോ അന്ധത, എനിക്ക് കണ്ണില്ല ശരിയാ, പക്ഷെ അന്ധത ബാധിക്കുന്നത് ഹൃദയത്തിനാണ്. ഇത് അള്ളാഹു പറഞ്ഞത് ഞാൻ കാണുമ്പോൾ എനിക്ക് സന്തോഷം തോന്നുന്നു. കനേഡിയൻ, എ ജേർണി നോട്ട് ലൈക്ക് എനി അതർ ജേർണി. ഒന്ന് ടൈപ്പ് ചെയ്ത് നോക്കി, യൂട്യൂബിൽ കാണും. എന്തൊരു മനോഹരം. അവരൊക്കെ ഖുർആൻ ഓതിയിട്ട് ഇങ്ങനെ മതി. നമുക്ക് പാട്ട് നമുക്ക് വേണം, തോന്നിയ ദിവസം പറയണം മാപ്പിളപ്പാട്ട്, പെണ്ണിൻ്റെ ചുരുക്ക് നീ അങ്ങനെ തോളെ ഇങ്ങനെ തോളെ എന്നാൽ മാപ്പിളപ്പാട്ടെന്ന് പേരിടുക. എന്നിട്ട് നമ്മളാളുകൾ സ്പോൺസർ ചെയ്യാനും. സുബ്ഹാനല്ലാഹ്. അള്ളാഹുവിനെ പറ്റി പറയുന്ന പാട്ട് കേട്ടോളൂ, കുഴപ്പമില്ല, മ്യൂസിക് ഇല്ലാതെ കേൾക്കണം. അന്യ പെണ്ണുങ്ങളെ കൊണ്ട് പാടിപ്പിക്കല്ല. നല്ല മാസ്റ്റേഴ്സ് ഇല്ലേ കുട്ടികൾ നല്ല പാടുന്ന, അവർ പാടിക്കോട്ടെ, നല്ല പാട്ട് പാടിക്കോളൂ, കുഴപ്പമില്ലല്ലോ, അള്ളാഹ്ക്ക് ഇഷ്ടമാണ്. ഇന്നി അക്റഹു അൻ യുഖാല ഇന്ന ഫീ ദീനികും ഗിൽള. നിങ്ങളുടെ ഈ ദീൻ ഒരു പരുക്കൻ ദീനാണെന്ന് പറഞ്ഞു കേൾക്കാൻ എനിക്ക് വിഷമമാണ്. ചിരിയും ആനന്ദവും ഒക്കെ നിങ്ങൾക്കാവാം, അള്ളാഹു അനുവദിച്ചിട്ടുണ്ടല്ലോ ആ രീതിയിൽ. അത്രേ വേണ്ടൂ, അത്രേ പ്രശ്നമുള്ളൂ. എപ്പോഴും ശ്വാസം പിടിച്ച് നടക്കാൻ ഒന്നും വേണ്ട, ചിരിച്ചോളൂ, കുഴപ്പമില്ല. തബസ്സുമുഖ ഫീ വജ്ഹി അഖീക ലക സദഖ. ചിരിച്ച കൂലിട്ടുന്നല്ലേ. അപ്പോൾ അള്ളാഹുവിൻ്റെ കലാമ് കൊണ്ട് മ്യൂസിക്കിനെ നമുക്ക് മാറ്റിവെക്കണം. ഇനി നിങ്ങൾക്ക് ആരെയൊക്കെയോ ഇമിറ്റേറ്റ് ചെയ്യണമെന്ന് അല്ലേ, വി ആർ നാച്ചുറലി ഇമിറ്റേറ്റീവ്. ആ വിഷയം ജന്മന ഏത് കുട്ടിയും ഇമിറ്റേറ്റ് ചെയ്യും. ചില ആളുകൾ അനുകരിക്കാൻ തോന്നും, അയാളെപ്പോലെ ഒരു പെണ്ണിന് അവളെപ്പോലെ എനിക്കാവണം. അങ്ങനെ നമുക്ക് ഒരാളെ കോപ്പി അടിക്കാനുള്ളൊരു ആഗ്രഹം ജന്മന നമ്മുടെ ശരീരത്തിൽ അള്ളാഹു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് കോപ്പി അടിക്കാനും മാതൃകയാക്കാനും വെച്ചതാണ്. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. എൻ്റെ നബി നിങ്ങൾക്ക് റോൾ മോഡലാണ്, എൻ്റെ റസൂലിൽ നിങ്ങൾക്ക് മാതൃകയുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ നബിയെ കോപ്പി അടിച്ചോ, ഒരാളെ നിനക്ക് കോപ്പി ചെയ്യേണ്ടി വരും, അത് എൻ്റെ റസൂലായിക്കോട്ടെ. ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന ലിമൻ കാന യർജുല്ലാഹ വൽ യൗമൽ ആഖിർ വദകറല്ലാഹ കസീറാ. അതുകൊണ്ട് മഹാനായ ഇബ്രാഹിം അൽ ഖവാസ് റളിയല്ലാഹു അൻഹു നമ്മുടെ അസുഖത്തിന്, ചെറുപ്പക്കാരുടെ അസുഖത്തിന് വിശിഷ്യ പറഞ്ഞു തരുന്ന ഒന്നാമത്തെ പരിഹാരം ഖുർആൻ കേൾക്കലാണ്, ഖുർആൻ ഓതലാണ്. വാഹനത്തിൽ നമ്മൾ റേഡിയോ വെക്കുന്നില്ലേ, നമ്മുടെ മാംഗോ, എന്ത് മാംഗോ, മാങ്ങയാണത്. ഖുർആൻ കേൾക്ക്. USB ഉപയോഗിച്ച് കഴിഞ്ഞാൽ കേൾക്കാൻ പറ്റില്ലേ? നമ്മുടെ വാഹനത്തിലൊക്കെ നമുക്ക്
ചെയ്യാൻ പറ്റില്ലേ? USB കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഫ്രീക്വൻസി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ സുബ്ഹാനല്ലാഹ് നമ്മൾ എന്ത് കോപ്പി ചെയ്തോ നമുക്ക് കേട്ട് നടന്നൂടെ? നമ്മൾ യാത്രയിൽ ഉപകരിച്ചൂലേ? ഖുർആൻ കേട്ടേക്കണം. ഒരു വഅദ്, ഒരു ദീനിയായ ഉപദേശം, ഒരു നസീഹത്ത്, ഒരു ദിക്ർ, അല്ലാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ. ആ പാട്ടൊക്കെ നിർത്തിക്കൂടെ? ഫുലാൻ പാടി, ഫുലാൻ കമ്പോസ് ചെയ്തു, ഫുലാൻ സംഗീത സംവിധാനം ചെയ്തു, ഇതാ അടുത്ത പാട്ട്. ഈ പാട്ട് കേട്ട് മനുഷ്യന്റെ ഹൃദയത്തിൽ പിശാച് കയറിക്കൂടിയില്ലയോ? ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, നല്ല മനോഹരമായി ചിന്തിച്ചുകൊണ്ടും ആലോചിച്ചുകൊണ്ടും നിങ്ങൾ ഖുർആൻ ഓതിയാൽ നിങ്ങളുടെ മനസ്സിനെ അല്ലാഹു ശുദ്ധമാക്കി തരും. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു തആല അൻഹു അന്നൊരിക്കൽ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുകയാണ്. അവരുടെ കുതിരയെ കെട്ടി നിർത്തിയിട്ടുണ്ട്, കൊച്ചുകുട്ടിയെ കിടത്തിയിട്ടുണ്ട് അവിടെ. വിശുദ്ധ ഖുർആൻ ഓതുമ്പോൾ മഹാനായ സ്വഹാബി കാണുന്നത് കുതിര ഇങ്ങനെ ചാടുന്നുണ്ട്. നിർത്താത്ത ചാട്ടം കണ്ടപ്പോൾ തന്റെ കുഞ്ഞിന്റെ മേലെ ചവിട്ടുമോ എന്ന് വിചാരിച്ച് ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു പുറത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ ഖുർആൻ നിർത്തിയപ്പോൾ കുതിര ശാന്തമാകുന്നുണ്ട്. വീട്ടിലേക്ക് വന്ന് രാത്രി ഖുർആൻ ഓതാണ്. രാത്രിയിൽ ഇതൊക്കെ കേൾക്കാൻ ഖുർആൻ ഓതുന്ന വാപ്പയെ മക്കൾ കാണുന്നുണ്ടോ? വാപ്പ വരുന്നുണ്ട് പാതിരാത്രി. ഖുർആൻ ഓതുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? സീരിയൽ കാണുന്ന ഉമ്മയല്ലാതെ ഖുർആൻ ഓതുന്ന ഉമ്മയെ മക്കൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അള്ളാഹുവിന് വേണ്ടി തഹജ്ജുദ് നിസ്കരിക്കുന്ന ഒരു ഉമ്മയെ ഇന്നത്തെ കുട്ടികൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? അതാണ് വിഷയം. ഉമ്മ ഫുൾ ടൈം വാട്സപ്പ് കിടക്കുക, അടുക്കളയിൽ പത്തിരി മറിച്ചിടുമ്പോൾ ഒരു മെസ്സേജ് അപ്പം കിട്ടി, ഒന്ന് ഓൺ ചെയ്താ അല്ലാഹ് അതിൻ്റെ ഇടക്കുന്ന ഖുർആൻ ഓതിക്കൂടെ? ഇങ്ങനെ തിരിച്ചും മറിച്ചും നോക്കിയാൽ മാതൃകയില്ലാത്ത വീടുകളുടെ ഉള്ളിൽ കിടക്കുന്നത് പിശാചുക്കളല്ലേ? നമ്മുടെ മക്കൾക്ക് കാണാനും പഠിക്കാനുമുള്ളത് പൈശാചിക മാതൃകകൾ. ഉസൈദ് ഇബ്നു ഹുദൈർ റളിയല്ലാഹു അൻഹു ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുമ്പോൾ കുതിരങ്ങനെ ചാടുന്നു. രണ്ടാമതും ബഹുമാനപ്പെട്ടവർ പുറത്തുപോയി ചെന്ന് നോക്കുമ്പോൾ ഒരു മേഘം ഇങ്ങനെ ആയിരക്കണക്കിന് മെഴുകുതിരികൾ കത്തിച്ചു വെച്ച പോലെ ഒരു വലിയ മേഘം ഇങ്ങനെ ആകാശത്തേക്ക് കയറിപ്പോകുന്നത് കണ്ടു. നേരം വെളുത്ത് ഓടിച്ചെന്നു അഷ്റഫുൽ ഖൽഖിന്റെ മുമ്പിലേക്ക് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഇങ്ങനെയാണ് സംഭവിച്ചത്. ഖുർആൻ ഓതുമ്പോൾ എൻ്റെ കുതിര ഇങ്ങനെ ചാടുന്നു. ഞാൻ വീണ്ടും നിർത്തിയാൽ പിന്നെ കുതിര അനങ്ങുന്നില്ല. ഞാൻ രണ്ടാമതും തൊഴുതി തുടങ്ങുമ്പോൾ ചാടുന്നു. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ റഅയ്തു ഗമാമതൻ, ഞാനൊരു മേഘം കണ്ടു നബിയേ, ഫീഹാ സുറുജുൻ, അതിൻ്റെ ഉള്ളിൽ ഒരുപാട് വിളക്കുകൾ കത്തിച്ചു വെച്ചിട്ടുണ്ട്. അത് മേഘമായി കടന്നു പോകുന്നത്, ആകാശത്തേക്ക് ഉയരുന്ന വിളക്കുകൾ ഞാൻ കണ്ടു നബിയേ. അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത്, തിൽക സകീനത്തുൻ നസലത് ലിഖിറാഅതിക യാ ഉസൈദ്. ഉസൈദ് ഇബ്നു ഹുദൈർ, നിങ്ങൾ ഖുർആൻ ഓതിയ ആ മധുരമുള്ള ഖിറാഅത്ത് കേൾക്കാൻ ശാന്തമായ രാത്രിയിൽ അല്ലാഹുവിന്റെ മാലാഖമാർ ഇറങ്ങി വന്നതായിരുന്നു. നിങ്ങൾ നേരം പുലർന്നിട്ടും ഖുർആൻ ഓതുകയാണെങ്കിൽ ലറഅത്ഹന്നാസു അയാനാ, സൂര്യൻ ഉദിച്ചിട്ടും ഖുർആൻ നിർത്തിയില്ലായിരുന്നെങ്കിൽ പുറത്തേക്ക് നടക്കുന്ന മനുഷ്യന്മാർക്ക് മുഴുവനും പച്ചയിൽ കാണാമായിരുന്നു വിളക്ക് വെച്ച മേഘപടലങ്ങൾ, അല്ലാഹുവിന്റെ മലക്കുകൾ ഇറങ്ങി വരുന്നത്. ഖുർആൻ, ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി, തജ്വീദ് പഠിച്ചിട്ട് ഖുർആൻ ഓതിയിട്ട് തുടങ്ങി. നമ്മുടെ ഡിവൈസുകളിൽ ഖുർആൻ കേൾക്കിൻ. ചെറുപ്പക്കാരൊന്ന് 7 ദിവസം നിങ്ങൾ പരിശ്രമിക്കിൻ. 8ാമത്തെ ദിവസം നിങ്ങൾക്കത് ഉപേക്ഷിക്കാൻ കഴിയില്ല. തുടർച്ചയായ 7 ദിവസം. ഖംസത്തുൻ ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി വഖലാഉൽ ബത്നി, രണ്ടാമത്തേത് വയറ് നിറച്ച് ഭക്ഷിക്കല്ലേ, ഭക്ഷണം ഒന്ന് ചുരുക്കിൻ. ഖലാഉൽ ബത്നി, വയറെന്ത് ചെയ്യണം? വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. വയറ് നിറച്ച് ഭക്ഷണം കഴിക്കരുത്. ഇന്ന ശദ്ദന്നാസി ജൂഅൻ യൗമൽ ഖിയാമത്തി അക്തറുഹും ജശഅൻ ഫിദ്ദുനിയാ, ഇവിടെ ഏറ്റവും കൂടുതൽ ഏമ്പക്കം വിട്ട ആളുകൾ നാളെ പരലോകത്ത് വലിയ വിശക്കുന്ന ആളുകളായിരിക്കുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭക്ഷണം മിനിമം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ശരീരം വളരെ വടിവത്ത ശരീരമായിരുന്നു എന്നല്ലേ? 50 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷമാണ് തങ്ങൾ 17 യുദ്ധം ചെയ്തത്. 50 വയസ്സ് കഴിഞ്ഞിട്ട് 40-ലേറെ യുദ്ധങ്ങൾ അഭിമുഖീകരിച്ച് തങ്ങൾക്ക് 40 വയസ്സ് കഴിഞ്ഞതിൻ്റെ ശേഷം സുബ്ഹാനല്ലാഹ് ആരോഗ്യം ഉണ്ടായിരുന്നു. നബി തങ്ങൾക്ക് കുടവയറില്ലായിരുന്നു എന്നാ. തങ്ങളുടെ ശരീരം വളരെ അനീഖ്, വടിവത്ത ശരീരമായിരുന്നു തങ്ങളുടേത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. 14 കിലോ ഭാരം വരും അന്നത്തെ ഒരു പടയങ്കി. ഒരു യുദ്ധത്തിന് പോകുമ്പോൾ ഇരുമ്പിൻ്റെ പടയങ്കി ധരിക്കും. ദിർഅ, ദാവൂദ് നബി അലൈഹി സ്വലാമക്ക് ഉണ്ടാക്കിയിരുന്ന ദിർഅ 14 കിലോ ഭാരം വരും. അത് ധരിച്ചിട്ട് വേണം ഈ 50 വയസ്സുള്ള തങ്ങൾ പോവാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമുക്ക് പറ്റുമോ? പഞ്ചാര ചാക്ക് പൊക്കാൻ വരുന്നില്ല, അപ്പോൾ വേണം ഓട്ടോറിക്ഷ. ഖലാഉൽ ബത്നി, നിങ്ങൾ വയറിനെ സൂക്ഷിച്ചാൽ പിശാചിന് നിങ്ങളെ കണ്ണിനെ വഞ്ചിക്കാൻ കഴിയില്ല.
വയറ് നിറഞ്ഞാലാണ് തിന്മകൾ ഉണ്ടാകുന്നത്, വയറ് നിറഞ്ഞാലാണ് മോശപ്പെട്ട ചിന്തകൾ വരുന്നത്. മഹാനായ ഇമാം ഖസാലി തങ്ങൾക്ക്, അബൂ ഹാമിദ് അൽ ഖസാലി റഹ്മത്തുള്ളാഹി അലൈഹി, ഭയങ്കരമായൊരു വാക്കുണ്ട്. മനുഷ്യന്റെ വയറിന് വിശന്നാൽ ശരീരത്തിന്റെ അവയവങ്ങൾക്കൊക്കെ വിശപ്പ് മാറുന്ന, പിന്നെ ഒന്നിനും ആവശ്യമില്ല, വിശപ്പടങ്ങി. വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്കൊക്കെ വിശക്കാൻ തുടങ്ങി. പിന്നെ അത് വേണം, ഇത് വേണം, അത് പിടിക്കണം, അങ്ങോട്ട് പോകണം, ഇങ്ങോട്ട് പോകണം. വയറ് നിറഞ്ഞാൽ അവയവങ്ങൾക്ക് വിശക്കും, വയറിന് വിശന്നാൽ അവയവങ്ങളുടെ വിശപ്പൊക്കെ തീർന്നു. അതുകൊണ്ടാണ് നോമ്പിന്റെ വലിയൊരു മഹത്വം അതാണ്. ഖലാഉൽ ബത്നി, ഹലാലായ കുലൂ മിനത് ത്വയ്യിബാത്ത്, ഹലാൽ നിങ്ങൾ ഭക്ഷിച്ചോളൂ, പക്ഷേ വയറ് നിറച്ച് ഭക്ഷിക്കല്ലിൻ. മൂന്നാമത്തേത് ഖിയാമുൽ ലൈലി, രാത്രികാലത്തുള്ള നിസ്കാരമാണ്. അത്താഴ നേരത്ത് അല്ലാഹുലേക്ക് മുന്നിട്ട് പടച്ചവനെ മാപ്പ് തരണേ എന്ന് സുബ്ഹി നേരത്ത് അല്ലാഹുലേക്ക് മുന്നിടണം. സുബ്ഹിന്റെ ബാങ്ക് കൊടുക്കുന്നതിന്റെ മുമ്പുള്ള നേരമാണ് സഹർ. ആ നേരത്ത് തളർറു, പടച്ചവനെ മാപ്പുതാ, മാപ്പുതാ പടച്ചവനെ എനിക്ക് പുറത്തുതാർ. ആ നേരത്ത് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം കിട്ടുന്ന അല്ലാഹുവിനോട് സുബ്ഹിന്റെ മുമ്പ് എഴുന്നേറ്റ് വുളൂ ചെയ്ത് 2 റക്അത്തെങ്കിലും തഹജ്ജുദ് നിസ്കരിച്ച് വിത്ർ നിസ്കരിച്ച് യാ അല്ലാഹ് സുബ്ഹിയെ പ്രതീക്ഷിക്കുന്ന എന്തൊരു മനോഹരമായ സമയം. അല്ലാഹുവിന് വേണ്ടി ആ അത്താഴ നേരത്തെ എഴുന്നേറ്റ് 2 റക്അത്ത് നിസ്കരിച്ചോ, അല്ലാഹുവിന് വേണ്ടി നിസ്കരിച്ചാൽ ഇൻഷാ അല്ലാഹ് നിങ്ങൾ റബ്ബിനോട് ചോദിച്ചോളൂ, റബ്ബ് ഉത്തരം തരും. കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. രാത്രി കുറച്ചേ അവർ ഉറങ്ങുമായിരുന്നുള്ളൂ. പകലാകുന്നതിൻ്റെ സുബ്ഹിക്ക് പങ്കു കൊടുക്കുന്നതിൻ്റെ മുമ്പ് അത്താഴ നേരമാകുമ്പോൾ വബിൽഅസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ, അല്ലാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കുന്നവരാണ്. ലോകകപ്പ് കാണാൻ വേണ്ടി, അതിൻ്റെ ഫൈനലുകളോ സെമി ഫൈനലോ കാണാൻ വേണ്ടി തൻ്റെ കൈക്കുമ്പിളിൽ കോഫിയുമായി പിടിച്ചു നേരം വെളുപ്പിച്ച ചെറുപ്പക്കാരെ, അള്ളാഹുവിന് വേണ്ടി ഒരിക്കലെങ്കിലും ഉറക്കമൊഴിക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? അള്ളാഹ് ചോദിക്കൂലേ? മറ്റവൻ്റെ കാലുകൊണ്ടവൻ ബോൾ തട്ടുന്ന കളി കാണാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചിട്ട് ഒരൊറ്റ ദിവസം നിന്റെ ജീവിതത്തിൽ നിന്നെ പടച്ച എനിക്ക് വേണ്ടി നീ ചെയ്തോ എന്ന് അള്ളാഹു ചോദിക്കുമ്പോൾ ചെറുപ്പക്കാരെ എന്ത് മറുപടി അള്ളാഹ്ക്ക് കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് റൂം അടച്ചുപൂട്ടി കിടക്കുന്ന പെങ്ങളെ, റൂം അടച്ചുപൂട്ടി കിടക്കുന്ന സഹോദരാ, നീ ഒറ്റക്കാണെന്ന് വിചാരിക്കല്ലേ. ഇദാ മാ ഖലൗത ദഹ്റ യൗമൻ ഫലാ തഖുൽ, ഒരിക്കലും ഒറ്റക്കായാൽ പറഞ്ഞു പോകല്ലേ, ഞാൻ ഒറ്റക്കാണെന്ന് പറയല്ലേ. ബൽ അലൈക റഖീബു, നിന്നെ വീക്ഷിക്കുന്ന പടച്ചവൻ നിന്റെ മുമ്പിലുണ്ട്. അപ്പൊ ഒറ്റക്കായ ചിന്തിക്കേണ്ടതാ, അള്ളാഹു ഒരു അനുഗ്രഹം തന്നു കേട്ടോ, എൻ്റെ ഉമ്മവും വാപ്പയും ജ്യേഷ്ഠനും അഞ്ചനൊക്കെ പോയി, ഞാൻ ഒറ്റക്കാണ്, ഞാൻ എൻ്റെ റബ്ബ് ഒറ്റക്ക് നടക്കട്ടെ, എൻ്റെ റബ്ബിനോട് ഞാൻ സംസാരിക്കട്ടെ, ആരും എന്നെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വരുന്നില്ല, ആരും ഇത് അറിയാനും പോകുന്നില്ല, ഞാൻ എൻ്റെ റബ്ബിനോട് അടുക്കട്ടെ. അതിനുവേണ്ടി അള്ളാഹു എനിക്ക് സൗകര്യം ചെയ്തു തന്നതാണ്, ഞാൻ കുറേ നന്മ ചെയ്യട്ടെ. ഉമ്മയോ വാപ്പയോ അവർ ഷോപ്പിംഗ് കഴിഞ്ഞ് വരുമ്പോഴേക്ക് ഇൻഷാ അള്ളാഹ് ഞാനൊരു 500 തവണയെങ്കിലും ഒരു ആയത്തിൽ കുറിച്ച് ഓതാൻ നേരണ്ടോ നോക്കട്ടെ, കുറച്ച് ഖുർആൻ ഓതട്ടെ, ഞാനും അള്ളാഹുവും ഒറ്റക്കായല്ലോ. ഇങ്ങനെയാ ചിന്തിക്കേണ്ടത്. ഞാൻ ഇപ്പോൾ ഒറ്റക്കഞ്ഞ് എന്ത് തോന്നിയോ, നീ ഒറ്റക്കാവുന്നില്ലല്ലോ. അള്ളാഹു നിന്റെ കൂടെയുണ്ട് എന്ന് വിശ്വസിക്കുന്ന മുഅ്മിനെ, നീ എന്നിട്ടും തെറ്റ് ചെയ്യുകയാണെങ്കിൽ നിന്റെ ധൈര്യം വല്ലാത്ത ധൈര്യമാണ്. അലി റളിയല്ലാഹു അൻഹു പറയാം, അത് മനസ്സിൽ സൂക്ഷിക്കേണ്ട വാക്കാണിത്. എങ്ങനെ? നീ തെറ്റ് ചെയ്യുന്ന സമയത്ത് അള്ളാഹു നിന്നെ വീക്ഷിക്കുന്നുണ്ട് എന്ന ബോധമുണ്ടായിരിക്കെ എന്നിട്ടും നീ തെറ്റ് ചെയ്യുകയാണെങ്കിൽ നീ വല്ലാത്ത ധൈര്യമാണ് കാണിച്ചത്. നീ തെറ്റ് ചെയ്യുമ്പോൾ അള്ളാഹു എന്നെ കാണുന്നില്ല എന്നാണ് നീ വിശ്വസിക്കുന്നതെങ്കിൽ അത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്ന കുഫറല്ലേ, അത് കാഫിറല്ലേ? അങ്ങനെ ചിന്തിക്കുള്ളൂ. പിന്നെ എങ്ങനെ മുഅ്മിന് തെറ്റ് ചെയ്യുക? തെറ്റ് ചെയ്താൽ തൗബ ചെയ്ത് മടങ്ങേണ്ടി വരില്ലേ? അള്ളാഹുലേക്ക് തൗബ ചെയ്യണ്ടേ? വബിൽഅസ്ഹാരിഹും യസ്തഗ്ഫിറൂൻ. അങ്ങനെ ശുനകന്മാരെ പോലെ അങ്ങാടി ചുറ്റി വരുന്ന ചെറുപ്പക്കാരെ, പാതിരാ നേരം അങ്ങാടി ചുറ്റാനുള്ള നേരമല്ല. ഇശാ കഴിഞ്ഞാൽ ഇൽമ പഠിക്കാനോ സ്വന്തം ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാനോ ഒരു മസ്ലഹത്ത് ചർച്ചക്കോ അല്ലാതെ ഒരു മനുഷ്യൻ ഉറക്കൊഴിച്ചുകൂടാ എന്ന് പറഞ്ഞ ദീനാണിത്. സംസ്കാരം കഴിഞ്ഞാൽ പിന്നെ ഉറക്കൊഴിക്കാൻ പറ്റുന്ന 3 എക്സ്ക്യൂസുകൾ. ഒന്ന്, ഇൽമ പഠിക്കാൻ. ആ പഠിത്തത്തിലായി അള്ളാഹു നമ്മുടെ മജ്ലിസിനെ കബൂൽ ചെയ്യട്ടെ. അള്ളാഹു അങ്ങനെ കബൂൽ ചെയ്യട്ടെ. ഇൽമ പഠിക്കാൻ വേണ്ടി നീ ഉറക്കൊഴിച്ചു ഇശാന്റെ ശേഷം. പിന്നെ ജോലി കഴിഞ്ഞ് വരുന്ന ഭർത്താവിന് തൻ്റെ ഭാര്യയോട് വർത്തമാനം പറഞ്ഞിരിക്കാൻ പകലന്തിയോളം നേരം കിട്ടിയിട്ടില്ല. ഇശാ കഴിഞ്ഞിട്ടായിക്കോട്ടെ തൻ്റെ ഭാര്യയോട് സംസാരിച്ചിരിക്കാൻ ഭർത്താവിന് കുഴപ്പമില്ല.
പിന്നെ ഒരു മസ്ലഹത്ത് ചർച്ചയ്ക്ക് ഇശാഇന്റെ മുമ്പ് നേരം കിട്ടിയിട്ടില്ല, എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയാവാം. ഇശാ കഴിഞ്ഞിട്ട് കുഴപ്പമില്ല, മസ്ലഹത്തിന് വേണ്ടി, മഫ്സദത്തിന് വേണ്ടിയല്ല. ഇതല്ലാതെ ഉറക്കൊഴിക്കരുത് എന്ന് പറഞ്ഞ ദീനാണ്. എന്നിട്ട് early to bed, early to rise, നേരത്തെ കിടക്ക്, നേരത്തെ എഴുന്നേൽക്ക്. ഉന്മേഷത്തോടുകൂടെ സുബഹിക്ക് വേണ്ടി എഴുന്നേൽക്കാൻ പറ്റും അല്ലേ? പാതിരാത്രി വരെ ടി വി കണ്ടിട്ട് അങ്ങനെ കിടക്കുക, റിമോട്ടും കൈ പിടിച്ചവൻ്റെ സ്ക്രീനിലേക്ക് നോക്കിയിട്ട് അങ്ങനെ കടന്ന് അങ്ങനെ ഉറങ്ങിപ്പോയി. എൻ്റെ മുഅ്മിനെ, മലക്കുൽ മൗത്ത് വന്ന് പിടിക്കുമ്പോഴേ ആ സ്ക്രീനിന് അവസാനം എന്താ കണ്ടത് അതനുസരിച്ച് ആ മലക്കുകൾ വരിക. നീ നല്ലത് കണ്ടോ, അള്ളാൻ്റെ നന്മയുടെ മലക്ക്, റഹ്മത്തിൻ്റെ മലക്ക് വരിക. അല്ലേ നീ കണ്ടത് സീരിയലും സിനിമയും കണ്ടിട്ട് കടന്ന, തോന്നിയവാസം കണ്ട് കടന്നതാണ്. നീ അവസാനം കണ്ടത് ഇന്നമൽ അഅമാലു ബിഖവാതീമിഹാ, അവസാനം എന്ത് ചെയ്തു എന്ന് നോക്കിയിട്ടാണ് അള്ളാഹു കർമ്മങ്ങളെ കണക്കാക്കുന്നത്. എങ്കിൽ പിന്നെ അള്ളാഹിന്റെ സബാനിയത്തിന്റെ അദാബിന്റെ മലക്കുകളാ നിന്റെ റൂഹിനെ പിടിക്കാൻ വേണ്ടി വരിക. ടി വി കണ്ടിട്ടൊന്നും ഉറങ്ങണ്ടൊക്കെ പൂട്ടി വെച്ച് ദിക്ർ ചൊല്ലി കിടന്നോ, ബിസ്മിക റബ്ബി ചൊല്ലി കിടന്നോ, ആയത്തുൽ കുർസി ഓദിക്കോ, ഒരു പ്രാവശ്യം ഖുൽ ഹുവല്ലാഹു അഹദും ഖുൽ അഊദു ബിറബ്ബിൽ ഫലക്കും ഖുൽ അഊദു ബിറബ്ബിൻ നാസും ഓദിക്കോ. 33 സുബ്ഹാനല്ലാഹയും 33 അൽഹംദുലില്ലയും 34 തവണ അല്ലാഹു അക്ബറും ചൊല്ലി കടന്നോ. ഇതൊക്കെ നബി തങ്ങളുടെ സുന്നത്തല്ലേ? പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, നിന്റെ ഉറക്കത്തിൽ നിനക്ക് സമാധാനം കിട്ടാൻ. പിന്നെ ഉറക്കം വരാത്ത കേസൊന്നുണ്ട്, ഉറക്കത്തിന് ഗുളി കുടിക്കേണ്ട ആവശ്യം വരില്ല. ഇതൊക്കെ ചൊല്ലി കടന്നു നോക്ക് ഇൻഷാ അല്ലാഹ്. ഇങ്ങനെയാണ് മുഅ്മിനായ മനുഷ്യന് ഹൃദയത്തിന് ശാന്തി ലഭിക്കുകയുള്ളൂ. നിന്റെ മ്യൂസിക്കിലോ, നിന്റെ വാട്സപ്പിലോ, നിന്റെ മൊബൈൽ ഫോണിലോ, നിന്റെ സ്ക്രീനിലോ, നിന്റെ ലാപ്ടോപ്പിലോ, നിന്റെ ഡെസ്ക്ടോപ്പിലോ, നിന്റെ ഹെഡ്ടോപ്പിലോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇവിടെ പറഞ്ഞ വിഷയത്തിൽ 1 ഖുർആൻ ഓതലാണ്, ഓർമ്മ വരണം. 2 ഭക്ഷണം മിനിമം കഴിക്കുക, വയറ് നിറക്കാതിരിക്കുക. വയറിൻ്റെ 1/3 നിർത്താൻ പറ്റുമെങ്കിൽ അവിടെ നിർത്തുക. ഇത് ഭക്ഷണത്തിൽ നമ്മൾ ചെയ്യേണ്ട മര്യാദയാണ്. ഇനി പറഞ്ഞ 3 എണ്ണം, രാത്രി നിസ്കാരം, സുബഹിന്റെ മുമ്പ് അല്ലാഹുവിനോട് പാപമോചനം ചോദിക്കൽ, പിന്നെ വസുഹ്ബത്തുസ് സ്വാലിഹീൻ, മുജാലത്തുസ് സ്വാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂടെ നടക്കുക. ഇത് 3 കൂടെ ഒരു ചരിത്രത്തിലൂടെ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുക. മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹിൽ ബസ്രി റളിയല്ലാഹു അൻഹു, ബസ്രക്കാരിൽ കണ്ട പ്രഗൽഭനാണ്. അള്ളാഹുവിൻ്റെ സ്വാലിഹായ വലിയ സ്വാലിഹും മുത്തഖിയുമായിരുന്നു ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു. ശരിക്കും കേൾക്കുക, മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു അൽ ബസ്രി. ഭയങ്കര സംഭവമാണ്, ചുരുക്കി പറയാൻ. ബഹുമാനപ്പെട്ടവരുടെ കൂടെ നടക്കാൻ ഒരു അവസരം നോക്കി നടക്കുന്നൊരു ബസ്രക്കാരനായ ചെറുപ്പക്കാരൻ. സത്യവിശ്വാസികൾ സുഹ്ബത്തുൽ വ മുജാലസത്തു സ്വാലിഹീൻ, സജ്ജനങ്ങളുടെ കൂടെ നടക്കണമെന്നാണ്. മുഅ്മിനീങ്ങളുടെ കൂടെ, അലിമീങ്ങളുടെ കൂടെ, അള്ളാഹുവിന് ഇഷ്ടമുള്ള ആളുകളുടെ കൂടെ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന ആളുകളോടുകൂടെ അവരുടെ കൂടെ നട കോണ്ടാക്റ്റിൻ്റെ ഒരു ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കുക, നല്ലതാ. അള്ളാഹു സഹായിക്കട്ടെ. ഇതൊക്കെ നമുക്ക് നാളെ രക്ഷപ്പെടാൻ വഴിയാവും. മുജാലത്തു സ്വാലിഹീൻ. അപ്പൊ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങളുടെ കൂടെ യാത്ര ചെയ്യാൻ ഒരു അവസരം കിട്ടുമെന്ന് നോക്കി നടക്കുക. അഹുൽ ബസ്ര, ചരിത്രത്തിൽ അങ്ങനെ പറയാം, അഹുൽ ബസ്ര, ബസ്രക്കാരനായ ഒരു സഹോദരൻ. അങ്ങനെ ബഹുമാനപ്പെട്ടവർ യാത്ര പോകുന്നു എന്ന് കണ്ട് അവരുടെ കൂടെ കൂടി. എന്തിനാണെന്നറിയോ? യാത്രയിൽ ഇവരുടെ അടുത്ത് നിന്ന് എന്തെങ്കിലും പഠിച്ചെടുക്കാൻ. അങ്ങനെ മനുഷ്യന്മാരുടെ തനി സ്വഭാവം വ്യക്തമാകുന്ന സമയമാണ് യാത്ര. നിങ്ങൾ ഇങ്ങനെ പിന്നെ കണ്ടെങ്കിൽ നല്ല സ്വഭാവക്കാരനെന്ന് വിചാരിക്കും. എൻ്റെ സ്വഭാവം നന്നോ ഇല്ല നിൻ്റെ കൂടെ യാത്ര ചെയ്തവരാ പറയേണ്ടത്, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മക്കളാണ് പറയേണ്ടത്. അല്ലാതെ മൈക്കിൻ്റെ മുമ്പിലും എല്ലാവരും നല്ല മനുഷ്യന്മാരല്ലേ. അങ്ങനെ ഒരാളെ പറ്റി വിധി ചെയ്തരുത്. ഇത് വലിയ അല്ലാമയൊന്നും ഒന്നും ആയിട്ടില്ല, അതിനൊക്കെ കുറച്ച് കടഞ്ഞെടുക്കാനുണ്ട്. എന്താണെന്നറിയോ? സാമ്പത്തികമായ ഇടപാട്, പൈസയായിട്ട് കളിക്കുമ്പോൾ ഇയാൾ ഹലാലും ഹറാമും സൂക്ഷ്മതയുള്ള മനുഷ്യനാണോ? ഉമർ റളിയല്ലാഹു പറഞ്ഞതാ. കൂടെ താമസിച്ചിട്ടുണ്ടോ ആളെ തിരിയും. കൂടെ നടന്നവർക്ക് അറിയുള്ളൂ. കൂടെ നടന്നിട്ട് ഒരാൾക്ക് മനസ്സിലായി ആൾ പോക്കാണ്, എന്നാൽ ആൾ പോക്കന്നെയാണ്. പിന്നെ മനസ്സിലാകും യാത്ര ചെയ്താൽ, ഒരുമിച്ച് യാത്ര ചെയ്താൽ. ഉമർ തങ്ങളുടെ മുമ്പിൽ കേസ് വന്നതാ. അങ്ങനെ ഉമർ തങ്ങൾ ചോദിച്ചു, നിനക്ക് സാക്ഷി പറയാൻ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. ഒരാളുണ്ട്, എന്നാ കൊണ്ടുപോകാന്ന് പറഞ്ഞു. ആളെ കൊണ്ടുവന്നു. ഇയാളെ ഈ അറിയുമെന്ന് ചോദിച്ചു. അറിയും. ഇയാളോട് യാത്ര ചെയ്തിട്ടുണ്ടോ? ഇല്ല. ദീനാർ ദിർഹം കൊണ്ട് ട്രാൻസാക്ഷൻ, ഫൈനാൻഷ്യൽ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ടോ? കടം കൊടുക്കേ, സംഭാവന കൊടുക്കേ, പൈസ കൊടുത്ത് മുമ്പരത് മുക്കി, അതല്ല. കടം കൊടുത്ത് പിന്നെ ആ വഴിക്ക് വന്നിട്ടില്ല, മൊബൈൽ ഫോൺ ഓഫാക്കി പിന്നെ വേറെ സിം കാർഡ് ഇട്ട് നടക്കുകയാണ്. ഈ വക ഏർപ്പാടുള്ള ആളാണോ? ഹക്കടപാടുകൾ വിട്ടാത്ത മനുഷ്യനാണോ? ഇയാൾ പറഞ്ഞേ ഇല്ല, അതൊന്നും ആയിട്ടില്ല. പിന്നെ ഹൽ ജാവർതഹു, ഇയാളുടെ കൂടെ പോയി താമസിച്ചിട്ടുണ്ടോ? ഇയാളുടെ അയൽവാസിയായി നിന്നിട്ടുണ്ടോ?
ഗൾഫിലൊക്കെ ആണെങ്കിൽ ഡബിൾ കട്ടിൽ ഒരു റൂമിൽ ബാച്ചലറായിട്ട് താമസിച്ചിട്ടുണ്ടോ? അതൊന്നുമില്ല. അൻത ലാ തഅരിഫുഹു, ഉമർ തങ്ങൾ പറഞ്ഞു നിനക്ക് ഇയാൾ ഒരു ചുക്കും അറിയില്ല. ലഅല്ലക റഅയ്തഹു യുസല്ലി, ഇയാൾ നിസ്കരിക്കണ കണ്ടിട്ടുണ്ടാവും, ഇതൊന്നും അല്ല നിന്റെ അറിവ് എന്ന് പറഞ്ഞു. നിനക്ക് ഇയാൾ അറിയില്ല, പോന്ന് പറഞ്ഞു, വേറെ ആളെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. സുബ്ഹാനല്ലാഹ്. യാത്ര ചെയ്യുമ്പോൾ എന്താണ് സ്വഭാവം എന്നറിയണം, കൂടെ നടക്കുമ്പോൾ എന്താണ് സ്വഭാവം എന്നറിയണം. ഇതറിഞ്ഞിട്ടേ ഒരു മുഅ്മിനായ മനുഷ്യനെ വിധി എഴുതാൻ പറ്റൂ. മഹാനായ അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു, അങ്ങനെ മഹാനായ ആമിർ ഇബ്നു അബ്ദുല്ലാഹി ബഹുമാനപ്പെട്ടവരുടെ കൂടെ യാത്ര ചെയ്യാൻ തക്കം പാർത്തിരുന്ന് കിട്ടിയൊരു സന്ദർഭം കിട്ടിയിരിക്കുകയാണ്. അഖുൽ ബസ്റ, ഒരു ബസ്റക്കാരനായ ചെറുപ്പക്കാരന്. അദ്ദേഹം പറഞ്ഞു, ഞങ്ങളൊരു സ്ഥലത്ത് തമ്പടിച്ചിരുന്നു, എല്ലാവരും കിടന്നുറങ്ങാൻ വേണ്ടി പോവാണ്. എല്ലാവരും കടന്നുറങ്ങാൻ പോകുമ്പോൾ ഞാൻ നോക്കുന്നത് ആമിർ ഇബ്നു അബ്ദുല്ലാഹിയാണ്. അവരെന്താ ചെയ്യുന്നത്? ഇയാളെ കണ്ടുപിടിക്കാൻ വേണ്ടി വന്നതാ. അങ്ങനെ ചെന്ന് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ടവർ അവരുടെ കുതിരക്ക് തിന്നാനുള്ള ചില പുല്ലുകളും ഭക്ഷണങ്ങളൊക്കെ കുതിരക്ക് വെച്ചു കൊടുത്തിട്ട് തൻ്റെ മുസല്ല എടുത്തിട്ട് ഇങ്ങനെ നടന്നു പോകുന്നത് ഞാൻ കണ്ടു. മരുഭൂമിയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന്. ഹോട്ടലുകളൊന്നും അല്ലല്ലോ, മരുഭൂമിയിൽ വൃക്ഷത്തിൻ്റെ താഴെ അവിടെ കിടക്കുകയാണ്. നേരം വെളുത്ത് എണീറ്റ് പോകും. അങ്ങനെ ഞാൻ പിന്നാലെ ചെന്നു. ഇരുട്ടിലാണ്. അങ്ങനെ മരങ്ങൾ ഇങ്ങനെ ഒന്ന് വലയം വെച്ച പോലെ ചുറ്റും മരങ്ങളുള്ള ഒരു സ്ഥലത്ത് ചെന്നിട്ട് ബഹുമാനപ്പെട്ട ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു എന്ന മഹാനായ പണ്ഡിതനും അള്ളാഹുവിൻ്റെ ആരിഫും മുസല്ലങ്ങനെ വിരിച്ച് ഖിബിലയിലേക്ക്, രാത്രി എല്ലാവരും കിടക്കുകയാണ്. ഈ ചെറുപ്പക്കാരൻ പിന്നാലെ ചെന്നു. അല്ലാഹു അക്ബർ എന്ന് ഖിബിലയിലേക്ക് നിന്നിട്ട് നിസ്കരിക്കുകയാണ്. നിസ്കാരം കഴിഞ്ഞിട്ട് ഒരുപാട് ദുആ ചെയ്തു, വീണ്ടും നിസ്കരിച്ചു. വീണ്ടും ഞാനിങ്ങനെ ഉറങ്ങാതെ കാത്തിരുന്നു. ഇടയ്ക്ക് ഞാനിങ്ങനെ ഉറങ്ങിപ്പോയി. എഴുന്നേറ്റ് നിൽക്കുമ്പോൾ പിന്നെയും നിസ്കാരത്തിലാണ്. ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു അൻഹു ഞാനിങ്ങനെ കാത്തിരുന്നു. സുബ്ഹിയാകാറാകുമ്പോൾ അല്ലാഹുവിലേക്ക് കൈയുയർത്തിയിട്ട് ബഹുമാനപ്പെട്ടവർ ചോദിക്കുന്നുണ്ട്, അല്ലാഹ്, ഉറങ്ങിയവരൊക്കെ എഴുന്നേൽക്കാൻ നേരമായി, പടച്ചവനെ വെളിച്ചം വരാൻ നേരമായി തുടങ്ങി, സുബ്ഹിയാവാൻ നേരമായി. വലികുല്ലി അബ്ദിൻ ഇലൈക മുറാദ്, ഓരോരുത്തർക്കും നിന്നോട് പല ആവശ്യങ്ങളും ചോദിക്കാനുണ്ട് പടച്ചവനെ. വമുറാദു ആമിരിൻ അൻ തഗ്ഫിറ ലീ, എൻ്റെ ആവശ്യം നീ എനിക്ക് പുറത്തു തരലാണല്ലാഹ്, നീ എനിക്ക് മാപ്പ് തരണം പടച്ചവനെ എന്നിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സുബ്ഹി നിസ്കാരം കഴിഞ്ഞ് ഞങ്ങളൊക്കെ നിസ്കരിച്ചു. ബഹുമാനപ്പെട്ടവർ വീണ്ടും ഒറ്റക്ക് വരുന്ന ഈ സ്ഥലത്തേക്ക് വന്നിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ചോദിക്കുകയാണ്, അല്ലാഹുവേ, ഞാൻ നിന്നോട് 3 എണ്ണം ചോദിച്ചിട്ടുണ്ടല്ലോ റബ്ബേ, അതിൽ 2 എണ്ണം നീ എനിക്ക് തന്നുവല്ലോ പടച്ചവനെ. അല്ലാഹുവേ, ഇനി 3-മത്തതും നീ എനിക്ക് തരണേ അല്ലാ, 3-മത്തതും നീ എനിക്ക് തരണേ അല്ലാ. 3 എണ്ണം ചോദിച്ചതിൽ 2 എണ്ണം തന്നുവല്ലോ പടച്ചവനെ, 3-മത്തതും എനിക്ക് തരണമേ അല്ലാ. അങ്ങനെ കരഞ്ഞിങ്ങനെ ദുആ ചെയ്തിട്ട് മുഖം തിരിഞ്ഞു നോക്കിയപ്പോൾ എന്നെ കണ്ടു. എന്നെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഭയങ്കര സങ്കടമായി. യാ അല്ലാഹ്, ഇന്നത്തെ രാത്രി ഞാൻ ചെയ്ത ഇബാദത്ത് ഇയാൾ കണ്ടുപോയല്ലോ. യാ അഖൽ ബസ്റ, ബസ്റക്കാരനെ, ഹൽ കുന്ത തുറാഖിബുനി, നീ എന്നെങ്ങനെ നോക്കി നിൽക്കായിരുന്നോ? ഇവിടെ നീ എന്നെ നോക്കി നിൽക്കായിരുന്നോ? അല്ലാഹുവിനെ വിചാരിച്ച്, ബില്ലാഹി ഉൻഷിദുക ബില്ലാ, അല്ലാഹുവിനെ വിചാരിച്ച് ഞാൻ ചോദിക്കട്ടെ, ഞാൻ നിസ്കരിച്ചതോ എന്നെ നിങ്ങൾ കണ്ടതോ ഒന്നും ഒരാളോടും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ. ഇവിടെ വ്യത്യാസം. നമ്മൾ അപ്പിട്ട് വാട്സപ്പിൽ ഉണ്ടല്ലേ, ആരോടും പറഞ്ഞു കൊടുക്കല്ലേ. ആള് പറഞ്ഞാൽ പറഞ്ഞു കൊടുക്കും. എന്തിന്? നിങ്ങൾ 3 കാര്യത്തെപ്പറ്റി ചോദിക്കുന്നത് ഞാൻ കേട്ടു. അല്ലാഹുവേ, നിന്നോട് ഞാൻ 3 എണ്ണം ചോദിച്ച് 2 എണ്ണം തന്നിട്ടുണ്ടല്ലോ, ആ ഒരു 1 കൂടെ എനിക്ക് തന്നൂടെ എന്ന്. ആ 3 കാര്യങ്ങൾ എന്താണെന്ന് പറഞ്ഞു തരാതെ ഞാൻ പോകില്ല. ഇല്ലെങ്കിൽ ഞാൻ ആൾക്കാരോട് പറഞ്ഞു കൊടുക്കും. എന്ത് പറഞ്ഞു കൊടുക്കുന്ന ഈ പറയണത്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് അവറുകൾ ഖിയാമുൽ ലൈൽ നിസ്കരിച്ചത് പറഞ്ഞു കൊടുക്കുന്നു, അല്ല തോന്നിവാസം ചെയ്തു എന്നല്ല. അത് നീ പറയല്ലേ. ഇതാണ് ആലിം. ഇങ്ങനെ ആലിമീങ്ങൾ. ഇത് നീ പറയല്ലേ, പബ്ലിസിറ്റിക്കല്ല നടക്കണത്. ഇത് നീ പറയല്ലേ. നിർബന്ധിച്ചു പറഞ്ഞു അയാൾ. ഞാൻ പറഞ്ഞു കൊടുക്കും. ഈ 3 എണ്ണം എന്താണെന്ന് പറഞ്ഞു തന്നാലല്ലാതെ, ഈ 3 എണ്ണം എന്താണെന്ന് പറഞ്ഞു തന്നാലല്ലാതെ ഞാൻ വിടൂല, ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞു കൊടുക്കും. അങ്ങനെ പറഞ്ഞപ്പോൾ അള്ളാഹുവിനോട് ചോദിച്ച 3 കാര്യം പറഞ്ഞു കൊടുക്കാൻ നിർബന്ധിതനായി പോയ മഹാനാണ് ആമിർ ഇബ്നു അബ്ദുല്ലാഹിൽ ബസ്രി റളിയല്ലാഹു തആല അൻഹു. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഞാൻ അള്ളാഹുവോട് ചോദിച്ചിട്ടുണ്ട്, പടച്ചവനെ, എൻ്റെ മനസ്സിന് എനിക്ക് ഏറ്റവും പ്രയാസമുള്ള വിഷയം പെണ്ണാണ്. ചെറുപ്പക്കാരനായ സമയത്ത് അള്ളാഹിനോട് ചോദിച്ചതാ, റബ്ബേ, പെണ്ണുങ്ങളെ കണ്ടാൽ നോക്കിപ്പോവുകയോ
അവരെ കണ്ടാൽ കൊതി തോന്നുകയോ ചെയ്യുന്ന ഒരു അസുഖം എനിക്കുണ്ട് റബ്ബേ. അതുകൊണ്ട് പെണ്ണുങ്ങളെ കണ്ടാൽ അതുകൊണ്ട് ഫിത്ന വരാതെ നീ എന്നെ കാക്കണേ പടച്ചവനെ. ഇത് ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചു, അള്ളാഹു എനിക്കത് തന്നു. ഇനി ഒരു പെണ്ണിനെ കണ്ടാൽ ഒരു മതിൽ കാണുന്ന പോലെയല്ലാതെ എനിക്കൊരു കുലുക്കവും സംഭവിക്കാറില്ല. ഒരു പെണ്ണും ഒരു മതിലും എൻ്റെ മുമ്പിൽ ഒരുപോലെയാണ്. അള്ളാഹു എനിക്ക് തന്നതാണ്. രണ്ടാമത് ഞാൻ റബ്ബിനോട് ചോദിച്ചു, അല്ലാഹ് പടച്ചവനെ, നിനക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാനുള്ള തഹജ്ജുദ് നിസ്കരിക്കാനുള്ള ഭാഗ്യം നീ എനിക്ക് തരയണമേ. നമ്മളെന്താ ചോദിക്കുന്നത്? പോര തരണേ പടച്ചോനെ, കച്ചവട അല്ലാഹുവേ രാത്രി നിസ്കരിക്കാനുള്ള തൗഫീഖ് തരണേ റബ്ബേ. അല്ലാഹുമ്മ ർസുഖ്നി ഖിയാമൽ ലൈൽ. അങ്ങനെ അള്ളാഹു എനിക്ക് അതും തന്നു, നിസ്കരിക്കാൻ ഭാഗ്യം തന്നു. ഞാൻ നിസ്കരിക്കാതിരിക്കുന്ന ദിവസങ്ങളില്ല. ഇനി മൂന്നാമത്തതൊന്നും ഞാൻ അള്ളാഹുവിനോട് ചോദിച്ചിട്ടുണ്ട്, അത് അള്ളാഹു എനിക്ക് ഇതുവരെ തന്നിട്ടില്ല. സ്വർഗ്ഗക്കാരനായ സഹോദരൻ ചോദിച്ചത് പോരെ നിങ്ങൾക്ക്? ഇതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് സ്വർഗം കിട്ടില്ലേ? എന്തിനാ നിങ്ങൾ ഇനി മൂന്നാമത്തത്? ആ മൂന്നാമത്തത് എന്താണ്? ഒന്ന് പറഞ്ഞുരോ. ഞാൻ പറഞ്ഞു, ഞാൻ റബ്ബിനോട് ചോദിച്ചു, അല്ലാഹുവേ എൻ്റെ കണ്ണിൽ നിന്ന് ഉറക്കത്തെ എടുത്തു കളയണേ അല്ലാഹ്. ഉറക്കം വരാതെ രാവിലെ ഞാൻ നിനക്ക് ഇബാദത്ത് ചെയ്യുന്ന പോലെ രാത്രിയിലും ഉറങ്ങാതെ നിനക്ക് ഇബാദത്ത് ചെയ്യാൻ എനിക്ക് ആഗ്രഹമുണ്ട് പടച്ചവനെ. പക്ഷേ ഞാൻ മനുഷ്യനല്ലേ, ഉറക്കം വരുന്നുണ്ട് റബ്ബേ, ഒരല്പനേരം ഉറങ്ങേണ്ടി വരുന്നുണ്ട്. ഉറക്കം എൻ്റെ കണ്ണിൽ നിന്ന് ഒഴിവാക്കി തരണേ എന്ന് ഞാൻ അള്ളാഹിനോട് ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അള്ളാഹു എനിക്കത് തന്നിട്ടില്ല. ഇത് കേട്ടിട്ട് പൊട്ടിക്കരഞ്ഞു പോയ അഹുൽ ബസ്വറ ആമിർ ഇബ്നു അബ്ദുല്ലാഹി തങ്ങൾ പറഞ്ഞു, ഈ ചെറുപ്പക്കാരിങ്ങനെ ഷേഖിനോട് പറയാണ്, നിങ്ങൾ ചെയ്യുന്ന ഉഷാറാണല്ലോ എൻ്റെ സഹോദര, ഇന്നി അജ്തഹിദു, ഞാൻ പരിശ്രമിക്കുകയാണ് എൻ്റെ ഇബാദത്തിൽ. നാളെ റബ്ബിന്റെ മുമ്പിലേക്ക് ചെന്നിട്ട് ഞാൻ അത് ചെയ്തെങ്കിൽ എത്ര നന്നായിരുന്നു, ഇത്ര നിസ്കരിച്ചെങ്കിൽ ഇത്ര നന്നായിരുന്നുവെന്ന് നാളെ കൊതിച്ചിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് അധ്വാനിക്കുകയാണ്, നന്നായിട്ട് അധ്വാനിക്കുകയാണ്. ഇത് നീ ആരോടും പറയരുത് കേട്ടോ എന്ന് പറഞ്ഞു കൊടുത്തിട്ട് ആമിർ ഇബ്നു അബ്ദുല്ലാഹി റളിയല്ലാഹു തആല അൻഹു വഫാത്തായി പോയതിന്റെ ശേഷമാണ്, മരിച്ചുപോയതിന്റെ ശേഷമാണ് ലോകത്തോട് ഈ അഹുൽ ബസ്വറ ഈ സംഭവം വിളിച്ചു പറഞ്ഞത്. നമ്മളും രാത്രി ഉറങ്ങണില്ലേ? നമ്മളും രാത്രി കഴിച്ചു കൂട്ടുന്നില്ലേ? നമുക്ക് അല്ലാഹുവിനോട് എന്ത് ഇഷ്ടം തോന്നുന്നു? എൻ്റെ റബ്ബിന്റെ മുമ്പിലൊന്ന് തലവെച്ച്, എൻ്റെ റബ്ബിന്റെ മുമ്പിലൊന്ന് സുജൂദിൽ കിടന്ന്, എൻ്റെ റബ്ബേ നീ ഉന്നതനാണെന്ന് സുജൂദിൽ തലവെച്ചുകൊണ്ട്, ഞാൻ ചെറുതാണ് വല്ലാ, ഞാൻ ഒന്നുമല്ല, മണ്ണാണ്, ഞാൻ മണ്ണിലേക്കാണ്, നീ വലുതാണ് പടച്ചവനെ എന്ന ചിന്തയിൽ അല്ലാഹുവിന്റെ മുമ്പിൽ വിനയം തോന്നിയിട്ടുണ്ടോ? നിസ്കാരം കഴിയുമ്പോൾ, സലാം വീട്ടുമ്പോൾ നമ്മുടെ മനസ്സിനുള്ളിൽ തളർറുഉം ഖഫിയത്തും വന്നിട്ടുണ്ടോ? നിസ്കാരം കഴിയുമ്പോൾ ഹൃദയം ഒന്ന് ലോലമായതായിട്ട് തോന്നിയിട്ടുണ്ടോ? അല്ലാഹു അക്ബർ ചൊല്ലി വഅലൈക്കും സലാം, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി, സലാം. നിസ്കാരത്തിന് മുമ്പും ഒരുപോലെ കഴിഞ്ഞിട്ടും ഒരുപോലെ നിസ്കാരം കൊണ്ടൊരു മാറ്റം വന്നിട്ടുണ്ടോ? അതാ വ്യത്യാസം. അല്ലാഹുവിലേക്ക് അടുക്കാതെ രക്ഷയില്ല. അതുകൊണ്ട് ഫുദൈൽ ഇബ്നു ഇയാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞ വാക്കിലേക്ക് 60 വയസ്സുള്ള മനുഷ്യനോട്, ഇദാ അലിംത അന്നക ലില്ലാഹി അബ്ദുൻ വ ഇലൈഹി റാജി, അല്ലാഹുവിലേക്ക് പോകണമെന്ന് ഓർമ്മയുണ്ടെങ്കിൽ, അള്ളാഹിന്റെ അടിമയാണെന്ന് നിനക്ക് ഓർമ്മയുണ്ടെങ്കിൽ, ഫഅലം അന്നക മൗഖൂഫ്, അള്ളാഹുവിന്റെ മുമ്പിൽ പോയി നിൽക്കാനുള്ള ആളാണ് നീ. വഇദാ അലിംത അന്നക മൗഖൂഫ്, അള്ളാഹു പോയി കയ്യും കെട്ടിയിട്ട് മറുപടി പറയേണ്ടി വരും. ചോദ്യം എവിടെ? ചോദ്യമുണ്ട്. നിന്റെ യൗവനം എന്ത് ചെലവഴിച്ചു? ജീവിതം എങ്ങനെ ചെലവഴിച്ചു? നിനക്ക് വിവരമുണ്ടായിരുന്നില്ലേ? ഇൽമു കൊണ്ട് എന്തു ചെയ്തു? സമ്പാദ്യം തന്നില്ലേ? ഹലാലിൽ നിന്ന് സമ്പാദിച്ചോ, ഹറാമിലാണോ നീ സമ്പാദിച്ചത്? ചോദ്യമുണ്ട്. എവിടെന്ന് കിട്ടി, എവിടെന്ന് ചെലവഴിച്ചു? ഫഅലം അന്നക മസ്ഊൽ, നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പിച്ചോ. വഇദാ അലിംത അന്നക മസ്ഊൽ, നാളെ ചോദ്യമുണ്ടെന്ന് ഉറപ്പിച്ചാൽ ഫഅഇദ്ദ ലിസ്സുആലി ജവാബാ, ആ ചോദ്യത്തിന് മറുപടി ഇപ്പോഴേ കണ്ടുവെച്ചോ. എങ്കിലല്ലാതെ നാളെ രക്ഷപ്പെടാൻ കഴിയില്ല. അള്ളാഹുവിൻ്റെ മുമ്പിൽ അള്ളാഹു നമ്മെ രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ മാതാപിതാക്കൾ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മുടെ ഉസ്താദുമാർ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമുക്ക് ഇൽമു പറഞ്ഞു തന്നവർ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. നമ്മിന്ന് ഇൽമു പഠിച്ചവർ അള്ളാഹു രക്ഷപ്പെടുത്തട്ടെ. അള്ളാഹുവിന് വേണ്ടി പള്ളി ഉണ്ടാക്കിയവർ, ഈ പള്ളിയിൽ വന്ന് നന്മ ചെയ്തവർ, ഈ മഹാനായ അവറുകളെ കണ്ടവർ, അവരുടെ കാലശേഷം അവർക്ക് വേണ്ടി അവരുടെ ഹദറത്തിൽ ഒരുപാട് നന്മകൾ ചെയ്തവർ, ബഹുമാനപ്പെട്ടവരെ സിയാറത്ത് ചെയ്തവർ, അള്ളാഹുവിൻ്റെ മഹത്തുക്കളെ അവരിൽ ചെന്ന് സിയാറത്ത് ചെയ്തവർ, ഇങ്ങനെ ഒരുപാട് നന്മ ചെയ്തവർ
എല്ലാവരെയും അള്ളാഹു സ്വർഗത്തിലേക്ക് ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. മരിച്ചുപോയവർ നമ്മുടെ മുമ്പിൽ കിടക്കുന്ന ഒരുപാട് മീസാൻ കല്ലുകൾ, അതിൻ്റെ ഉള്ളിലൊക്കെ ജീവനുള്ള ആളുകൾ ഇരിക്കുകയാണ്. അതിൻ്റെ ഉള്ളിലൊക്കെ ഒരുപാട് അർവാഹുകൾ, ഒരുപാട് ശരീരങ്ങൾ അതിൻ്റെ ഉള്ളിൽ കിടക്കുകയാണ്. അള്ളാഹു അവരെയും നമ്മളെ സ്വർഗത്തിൽ ഒരുമിച്ച് കൂട്ടിത്തരട്ടെ. നാളെ നമ്മളും ഇതേപോലെ മണ്ണിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ അള്ളാഹു നമ്മളോട് റഹ്മത്തിൻ്റെ നോട്ടം നോക്കട്ടെ, കാരുണ്യത്തിൻ്റെ നോട്ടം അള്ളാഹു നോക്കട്ടെ. നമ്മൾ ദുആ ചെയ്തുകൊണ്ട് പിരിയാണ്.